Okay, good evening, sir. Good evening, dear doctors. Slide visible ആണല്ലോ അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓർഗനോന്റെ എഡിഷൻസും ഇൻട്രൊഡക്ഷനും ഫോർസും ടിൽ 70 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 71 തൊട്ട് 171 വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, ഡ്രഗ് പ്രൂവിങ്, കേസ് ടേക്കിംഗ്, ഹോമിയോപ്പതിക് അഗ്രവേഷൻ ആൻഡ് പാർഷ്യലി സിമിലർ റെമഡി, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് വൺ സൈഡ് ഡിസീസസ് തൊട്ട് 172 തൊട്ടിട്ടുള്ള ഫോർസംസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യും. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന ഫോർസം 71 നിന്നാണ്. അപ്പൊ 70 വരെ നമ്മളൊരു തിയറിറ്റിക്കൽ പാർട്ട് കൺക്ലൂഡ് ചെയ്തു. ഇനി നമ്മൾ ഓർഗനോണിന്റെ പ്രാക്ടിക്കൽ പാർട്ടിലോട്ടാണ് പോകുന്നത്. ഫോർസം 71 ഇനി എന്താണ് അതിൽ പറയുന്നത്? ഓപ്പറേഷൻ ഓഫ് ക്യൂവറിന് ആവശ്യമായ 3 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് ഹാനിമാൻ പറഞ്ഞു തുടങ്ങുന്നത്. ആൻഡ് ദാറ്റ് 3 പോയിന്റ്സ് ആർ എന്തൊക്കെയാണ്? നോളജ് ഓഫ് ഡിസീസ്, നോളജ് ഓഫ് മെഡിസിൻ ആൻഡ് നോളജ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് മെഡിസിൻ. Also, these 3 points are required for the operation of cure. Then foursom 72, it deals with Hahnemann's classification of disease. Hahnemann diseases ne രണ്ടായി classify ചെയ്യുന്നു, acute and chronic. Then next ഇത് acute and chronic diseasesന്റെ definition ആണ്. And first one acute disease എന്ന് പറയുമ്പോൾ the disease to which man is liable are either rapid morbid process. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, acute diseases എന്താണ്? rapid morbid process ആണ്. Which have a tendency to finish their course more or less quickly but always in a moderate type. അപ്പം ക്രോണിക് ഡിസീസിൽ നിന്നും അക്യൂട്ടിനെ വ്യത്യസ്തമാക്കുന്നത് ഈ 2 പോയിന്റ്സിലാണ്. എന്താണത്? റാപ്പിഡ് ആയി വരുന്നു, റാപ്പിഡ് മോർബിഡ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ അക്യൂട്ടിന് എപ്പോഴും അതിന്റെ കോഴ്സ് ഫിനിഷ് ചെയ്യാൻ ഒരു ടെൻഡൻസി കാണും. അത് മോർ ഓർ ലെസ് ക്വിക്ലി ബട്ട് വിത്തിൻ എ മോഡറേറ്റ് ടൈം എന്തായാലും അത് എന്ത് ചെയ്യും? ഫിനിഷ് ചെയ്തിരിക്കും അക്യൂട്ട് ഡിസീസ്. ദെൻ കമ്മിങ് ടു ദ ക്രോണിക് ഡിസീസ്, ദീസ് ആർ ഡിസീസസ് ഓഫ് സച്ച് എ ക്യാരക്ടർ. അതായത് അക്യൂട്ട് ഡിസീസിനെ വെച്ച് നോക്കുമ്പോൾ ക്രോണിക്കിന് എന്താണ്? സ്മാൾ, ഓഫൺ, ഇംപെർസെപ്റ്റബിൾ ബിഗിനിങ്സ് ആണ്. അതായത് വളരെ ഗ്രാജുവലി ആണ് അക്യൂട്ട് ഡിസീസ് ബിഗിൻ ചെയ്യുന്നതും പ്രോഗ്രസ് ചെയ്യുന്നതും. അങ്ങനെ എന്ത് ചെയ്യുന്നു? അത് ലിവിങ് ഓർഗാനിസത്തെ ഡൈനാമിക്കലി ഡിറേഞ്ച് ചെയ്യുന്നു, ഈച്ച് ഇൻ ഇറ്റ്സ് ഓൺ പെക്യൂലിയർ മാനർ. ഓക്കെ, ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഓട്ടോമാറ്റിക് ലൈഫ് എനർജി കോൾഡ് വൈറ്റൽ ഫോഴ്സ്, വൈറ്റൽ ഫോഴ്സിന് എന്ത് ചെയ്യുന്നു? ക്രോണിക് ഡിസീസസിനോട് റിങ്ങി വൈറ്റൽ ഫോഴ്സിന്റെ റിയാക്ഷനെ പറ്റി പറയുമ്പോൾ ഒൺലി അറ്റ് ദെയർ കമൻസ്മെന്റ്, അതായത് ബിഗിനിങ്ങിൽ മാത്രം വൈറ്റൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ക്രോണിക് ഡിസീസസിനെ ഒപ്പോസ് ചെയ്യുന്നു. ബട്ട് ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇംപെർഫെക്റ്റ്, അൺസ്യൂട്ടബിൾ ആൻഡ് യൂസ്ലെസ് ആണ്. ഒരിക്കലും വൈറ്റൽ ഫോഴ്സിനെ അതിന്റെ പ്രോഗ്രസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഒരു യൂസ്ലെസ് റെസിസ്റ്റൻസ് ആണ്. സോ ഇറ്റ് ഈസ് അണേബിൾ ഓഫ് ഇറ്റ് സെൽഫ് ടു എക്സ്റ്റിംഗ്വിഷ് ദ വൈറ്റൽ ഫോഴ്സിനെ, ക്രോണിക് ഡിസീസിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാതെ അത് ലൈഫ് ലോങ് ടിൽ ദ ലെങ്ത് ഓഫ് ദ ഓർഗാനിസം ഈസ് ഡിസ്ട്രോയിഡ്, അത് എന്ത് ചെയ്യുന്നു? മോർ ആൻഡ് മോർ അബ്നോർമലി ഡിറേഞ്ച്ഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, സോ അക്യൂട്ട് ഡിസീസസ് റാപ്പിഡ് മോർബിഡ് പ്രോസസ് ആണ്. ബട്ട് ഇറ്റ് വിൽ എൻഡ് വിത്തിൻ എ മോഡറേറ്റ് ടൈം, മോറോളസ് ക്വിക്ലി അത് എന്ത് ചെയ്യും? അതിന്റെ കോഴ്സ് അത് ഫിനിഷ് ചെയ്തിരിക്കും. ക്രോണിക് ഡിസീസിലോട്ട് വരുമ്പോൾ അതിന് സ്മാൾ, ഓഫൺ, ഇംപെർസെപ്റ്റബിൾ ബിഗിനിങ് ആണ്. വൈറ്റൽ ഫോഴ്സിന് അതിന്റെ ബിഗിനിങ് മാത്രം ക്രോണിക് ഡിസീസിനോട് ഒപ്പോസ് ചെയ്യുകയും ആൻഡ് ഡ്യൂറിംഗ് ദർ പ്രോഗ്രസ് അതിന്റെ റെസിസ്റ്റൻസ് എന്താണ്? ഇംപെർഫെക്റ്റ് റെസിസ്റ്റൻസ് ആവുകയും വൈറ്റൽ ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്രോണിക് ഡിസീസിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാതെ ലൈഫ് ലോങ് ഓർഗാനിസം സഫർ ചെയ്യുകയും വേണ്ടി വരും. എന്ന് പറയുമ്പോൾ ക്രോണിക് ഡിസീസിന് ഒരിക്കലും ഒരു എൻഡ് ഇല്ല. ഓക്കെ, ദെൻ നമ്മൾ ഇനി അക്യൂട്ട് ഡിസീസസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അക്യൂട്ടിനെ നമ്മൾ അഗെയിൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ അക്യൂട്ട് ഡിസീസ്. അതെന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലിന്റെ കാരണം അല്ലെങ്കിൽ കോസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു എക്സൈറ്റിംഗ് കോസ് നമുക്ക് പറയാം. അതിന്റെ എക്സാമ്പിൾസ് ആണ് എക്സസ് ഇൻ ഫുഡ്, അല്ലെങ്കിൽ നമുക്ക് എന്താ ഫുഡ് എക്സസ് ആവുന്നത്, അല്ലെങ്കിൽ ഫുഡിന്റെ ഒരു ഇൻസഫിഷ്യന്റ് സപ്ലൈ, സിവിയർ ഫിസിക്കൽ ഇംപ്രഷൻസ്, ഇപ്പം ചില്ലിനോട് എക്സ്പോസ്ഡ് ആകുന്ന അല്ലെങ്കിൽ ഓവർ ഹീറ്റിങ്സ് വരുന്ന, ഡിസിപ്പേഷൻസ്, സ്ട്രെയിൻസ്, മെന്റൽ ഇമോഷൻസ്, ഇതൊക്കെ എക്സൈറ്റിംഗ് കോസുകൾ എടുക്കാം. ബട്ട് ഹാനിമാൻ ഈസ് ടെല്ലിംഗ് ദാറ്റ് എന്താണ്? ഈ എക്സൈറ്റിംഗ് കോസുകളെല്ലാം എന്ത് തന്നെയാണ്? ലേറ്റന്റ് സോറയുടെ ട്രാൻസിയന്റ് എക്സ്പ്ലോഷന് കാരണമാവുകയാണ് ചെയ്യുന്നത്. അതായത് സോറ ലേറ്റന്റ് ആയിട്ട് കിടക്കുമ്പോൾ ഈ വക എക്സൈറ്റിംഗ് കോസുകൾ എന്ത് ചെയ്യുന്നു? സോറയെ എക്സ്പ്ലോഡ് ചെയ്യിച്ച് അക്യൂട്ട് ഡിസീസസ് വരുത്തുന്നു. സോ ഇൻഡിവിജ്വൽ acute diseases resulting from exciting cause. Then next is the sporadic one. Sporadic എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയും ഇവിടെയുമായി കുറച്ചു പേർക്ക് വരുന്ന ഡിസീസസ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് അറ്റാക്സ് സെവറൽ പേഴ്സൺസ് അറ്റ് ദ സെയിം ടൈം ഹിയർ ആൻഡ് ദെയർ.
അതിന്റെ കാരണങ്ങളായി ഹാനിമാൻ പറയുന്നത് മെറ്റിയോറിക് ഓർ ടെലൂറിക് ഇൻഫ്ലുവൻസസ് ആൻഡ് ഇൻജൂറിയസ് ഏജൻസ്. മെറ്റിയോറിക് ഓർ ടെലൂറിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലോ അല്ലെങ്കിൽ എർത്തിലോ സോയിലോ ഒക്കെ വരുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കാരണം വരുന്ന ഡിസീസസ്, അതാണ് സ്പൊറാഡിക് ഡിസീസസ്. Then coming to the last one, that is the epidemic diseases. These are the diseases that affects many persons at the same time. അതായത് സെയിം കോസ് ആണ്, അതുകൊണ്ട് തന്നെ സിമിലർ സഫറിങ്സ് ആണ് വരുന്നത്. പിന്നെ ഇത് ഒരു തിക്ലി പോപ്പുലേറ്റഡ് അല്ലെങ്കിൽ ഹൈലി പോപ്പുലേറ്റഡ് ഏരിയസിലോട്ട് വരുമ്പം ഈസിലി അത് സ്പ്രെഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് അത് കണ്ടേജിയസ് ആയി മാറുന്നു. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദ ഡിവിഷൻ ഓഫ് അക്യൂട്ട് ഡിസീസ്. ദെൻ പിന്നെ ഹാനിമാൻ അതേ അഫോറിസത്തിൽ തന്നെ അക്യൂട്ട് മയാസത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അഫോറിസം 46 ഡിസ്കസ് ചെയ്ത സമയത്ത് അക്യൂട്ട് മയാസത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു, അതിൽ ഫിക്സഡ് മയാസം പറഞ്ഞായിരുന്നു, ഒരു അസസറി മയാസം പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ഫിക്സഡ് മയാസത്തിന് ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞത് ഏതാണ്? സ്മാൾ പോക്സ് ആണ്. ഓക്കെ, റൈറ്റ്. അസസറി മയാസം ഏതായിരുന്നു? ഓക്കെ, കൗ പോക്സ്. ഓക്കെ, അപ്പം ഇവിടെ പറയുമ്പോൾ ഫിക്സഡ് മയാസത്തെ തന്നെയാണ്, പക്ഷെ ഇവിടെ ഫിക്സഡ് മയാസം എന്നുള്ള ടേം ഹാനിമാൻ പറയുന്നില്ല. ദാറ്റ് ഈസ് ദ മയാസം ദാറ്റ് അറ്റാക്ക് പേഴ്സൺസ് വൺസ് ഇൻ എ ലൈഫ് ടൈം. ഒറ്റ തവണ മാത്രം ലൈഫിൽ അറ്റാക്ക് ചെയ്യുന്ന മയാസംസ് അല്ലെങ്കിൽ അക്യൂട്ട് ഡിസീസസ്. അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് സ്മാൾ പോക്സ്, മീസിൽസ്, വൂപ്പിംഗ് കഫ്, സ്കാർലറ്റ് ഫീവർ ഓഫ് സിഡൻഹാം, മംസ്, ഇത്രയും പറയുന്നുണ്ട്. ആൻഡ് ദോസ് മയാസംസ് ദാറ്റ് റിക്കർ ഫ്രീക്വന്റ്ലി, അതാണ് പ്ലേഗ് ഓഫ് ലിവന്റ്, യെല്ലോ ഫീവർ ഓഫ് ദ സീ കോസ്റ്റ്, ഏഷ്യാറ്റിക് കോളറ. അപ്പൊ ഇത് തമ്മിൽ മാറിപ്പോരുത്. ചിലപ്പോൾ ഓപ്ഷൻസ് തന്നിട്ട് ഏതാണ് ഫിക്സഡ് മയാസ അല്ലെങ്കിൽ ലൈഫ് ടൈമിൽ മടിസ്പാത്രം വരുന്ന മയാസ ഏതാണെന്ന് ചോദിച്ച് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാറിപ്പോവരുത്. ഓക്കെ, ഇനി അതിന് രണ്ട് ഫുട് നോട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഫുട് നോട്ടിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എപ്പിഡമിക് ഫീവേഴ്സ് വരുന്ന സമയത്ത് നമുക്കറിയാം അലോപ്പത്സ് എന്ത് ചെയ്യും, അതിന് പല പേരിട്ട് അതിനെ വിളിക്കും. അങ്ങനെ വിളിക്കുന്ന സമയത്ത് പല പേരുകൾ അവർ കൊടുക്കും, ലൈക്ക് ഗോൾഡ് ഫീവർ, ബിലിയസ് ഫീവർ, ടൈഫസ് ഫീവർ, പ്യൂട്രിഡ് ഫീവർ, നെർവസ് ഫീവർ, അങ്ങനെ പല നെയിമിങ്സ് അവർ കൊടുക്കാറുണ്ട്. ബട്ട് ആനിമാൻ പറയാണ്, ഹോമിയോപ്പതിക് ഫിസിഷ്യൻസിന് പലപ്പോഴും എന്താണ് ഈ പേരുകളൊന്നും ചിലപ്പം അറിഞ്ഞില്ല എന്ന് വരാം. ബട്ട് എന്ത് ചെയ്യുന്നു, ഹി ട്രീറ്റ്സ് ദം അക്കോർഡിംഗ് ടു ദെയർ സെവറൽ പെക്യുലാരിറ്റീസ്. അപ്പൊ ഈ നെയിമിങ്സിനെ പറ്റി ഒന്നും വലിയ അറിവില്ലെങ്കിലും ഹോമിയോപ്പതി ഫിസിഷ്യൻ അതിന്റെ പെക്യുലാരിറ്റീസ് വെച്ചിട്ട് ഓരോ ഡിസീസസിനെയും കറക്റ്റായി ട്രീറ്റ് ചെയ്യുന്നു. ദെൻ ഫുട് നോട്ട് 2, ഹാനിമാൻ ബെലഡോണെ സ്കാർലറ്റ് ഫീവറിന്റെ പ്രിവെന്റീവായി പറഞ്ഞായിരുന്നു. അത് ഏത് അഫോർസത്തിന്റെ ഫുട് നോട്ടിലാണ് പറഞ്ഞത്? നമ്മള് സസെപ്റ്റിബിലിറ്റി ഒക്കെ ഡിസ്കസ് ചെയ്തപ്പം പറഞ്ഞില്ലായിരുന്നോ? ഫോർസം 33യുടെ ഫുട് നോട്ടിലാണ്. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ ഫുട് നോട്ട് 2 പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹാനിമാൻ അഗെയിൻ സ്കാർലറ്റ് ഫീവറിന്റെ കാര്യം മെൻഷൻ ചെയ്യാണ്. അത് വന്ന ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1801. അപ്പൊ ആ സബ്സിക്വന്റ് ആയിട്ടുള്ള ഇയേഴ്സിൽ സ്കാർലറ്റ് ഫീവറിന്റെ കൂടെ തന്നെ അവിടെ ഒരു ഡിസീസും കൂടെ വരികയാണ്, ദാറ്റ് ഈസ് പപ്പിറ മിലിയാരിസ് വരുന്നുണ്ട്. ഈ ടൈമിൽ ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, സ്കാർലറ്റ് ഫീവർ ഒരു എപ്പിഡമിക് ആയിരുന്നുവെങ്കിൽ പപ്പിറ മിലിയാരിസ് എന്താണ്, ഒരു സ്പൊറാഡിക് ആയിട്ടാണ് വന്നത്. സ്കാർലറ്റ് ഫീവറിൽ ഹാനിമാൻ പ്രൊഫൈലൈറ്റിക് ആയിട്ട് യൂസ് ചെയ്ത മെഡിസിൻ ബെലഡോണ ആയിരുന്നു. പക്ഷെ പർപ്പുറ മിലിയാരിസിൽ എന്തായിരുന്നു, അക്കനൈറ്റും ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പൊ അത് മാറിപ്പോരുത്. സ്കാർലറ്റ് ഫീവർ എപ്പിഡമിക് ആണ്, ബെലഡോണയാണ് യൂസ് ചെയ്തത്. പർപ്പുറ മിലിയാരിസിന്റെ കേസിൽ സ്പൊറാഡിക് ആയിരുന്നു, അക്കനൈറ്റ് ആണ് അവിടെ യൂസ് ചെയ്തത്. അത് കൂടെ ഹാനിമാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ലേറ്റർ ഇയേഴ്സിൽ പിന്നീട് എന്ത് ചെയ്തു, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തു, സ്കാർലറ്റ് ഫീവറും പർപ്പുറ മിലിയാരിസും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഇറപ്റ്റീവ് ഫീവറായി മാറിയ സമയത്ത് ഈ രണ്ട് മെഡിസിൻസും എന്തായിരുന്നു അവിടെ ഹോമിയോപ്പതിക്ക് അല്ലായിരുന്നു, അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നില്ല. അതായത് ബെലഡോണ യൂസ്ഫുൾ ആയിരുന്നില്ല, അക്വനൈറ്റും യൂസ്ഫുൾ ആയിരുന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളൂടെ ഓർത്തോണം. 33യുടെ ഫുട് നോട്ടിൽ നമ്മൾ സ്കാർലറ്റ് ഫീവറും ബെലഡോണയും മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വരുമ്പം സ്കാർലറ്റ് ഫീവറിന്റെ കൂടെ തന്നെ പർപ്പുറ മിലിയാരിസും ബെലഡോണയുടെ കൂടെ അക്വനൈറ്റും പറയുന്നുണ്ട്. അത് പല എക്സാംസിനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. 73. Option C. 73. Okay.
ദെൻ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ അക്യൂട്ട് ഡിസീസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ക്രോണിക് ഡിസീസിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോവുകയാണ്. ആൻഡ് ഫ്രം 74 to 81 ഓൺവേർഡ്സ് എന്താണ് ക്രോണിക് ഡിസീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ തന്നെ 74 to 76 ആർട്ടിഫിഷ്യലും 77 സ്യൂഡോ ക്രോണിക് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയറ്റ്ലി നെയിംഡ് ക്രോണിക്കും റിമൈനിങ് അഫോറിസംസ് ട്രൂ ക്രോണിക് ഡിസീസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് 74th അഫോറിസത്തില് ആർട്ടിഫിഷ്യൽ ക്രോണിക് ഡിസീസിന്റെ ഡെഫിനിഷൻ ആണ് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്. ദീസ് ആർ ദ ഡിസീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അലോപ്പതിക് ട്രീറ്റ്മെന്റ് ബൈ ദ പ്രൊലോങ്ഡ് യൂസ് ഓഫ് വയലന്റ് ഹെറോയിക് മെഡിസിൻസ് ഇൻ ലാർജ് ആൻഡ് ഇൻക്രീസിംഗ് ഡോസസ്. അപ്പം വയലന്റ് ഹെറോയിക് മെഡിസിൻസ് മീൻസ് ഹാർഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ് ലാർജ് ആൻഡ് ഇൻക്രീസിംഗ് ഡോസസിൽ കൊടുത്ത് കാരണമായ ഡിസീസസ്, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ക്രോണിക് ഡിസീസ്. ഹിയർ ദ വൈറ്റൽ എനർജി ഈസ് സംടൈംസ് വീക്കൻഡ് ടു ആൻ അൺമേഴ്സിഫുൾ എക്സ്റ്റെന്റ് എന്നാ പറയുന്നത്. അപ്പൊ അൺമേഴ്സിഫുൾ എക്സ്റ്റെന്റിൽ വൈറ്റൽ എനർജി വീക്കെൻഡ് ആയി പോകുന്നു. സോ അപ്പം ഇതൊരു അത്രയും സ്ട്രോങ് മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടായ ഒരു ഡിസീസ് ആയതുകൊണ്ട് തന്നെ വൈറ്റൽ ഫോഴ്സിന് ബോഡിയെ, നമ്മുടെ ഓർഗാനിസത്തെ ഇതിൽ നിന്നും സേവ് ചെയ്യണമെങ്കിൽ വൈറ്റൽ ഫോഴ്സിനെ നന്നായി റെസിസ്റ്റ് ചെയ്യണം. അപ്പം ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താണ്? നല്ല റെസിസ്റ്റൻസ് വേണം. സോ വൈറ്റൽ ഫോഴ്സ് ഹാസ് ടു പ്രൊഡ്യൂസ് എ റെവല്യൂഷൻ ഇൻസൈഡ് ദ ഓർഗാനിസം. റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ പല രീതിയിലാകാം വൈറ്റൽ ഫോഴ്സ് റിയാക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഒന്നെങ്കിൽ വൈറ്റൽ ഫോഴ്സിന് നമ്മുടെ ബോഡിയുടെ എന്താ ചെയ്യാം, ഇറിറ്റബിലിറ്റി അല്ലെങ്കിൽ സെൻസിബിലിറ്റിയെ ഡിപ്രൈവ് ചെയ്യിക്കാം, നഷ്ടപ്പെടുത്താം, അല്ലെങ്കിൽ അതിനെ എക്സോൾട്ട് ചെയ്യിക്കാം. പിന്നെ പല പത്തോളജീസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യാം. അത് ഡയലറ്റേഷൻ ആകാം, കൺട്രാക്ഷൻ ആകാം, റിലാക്സേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്സിൽ വരുത്തുന്ന ഇൻഡുറേഷൻസ് ആയിട്ടാകാം, അല്ലെങ്കിൽ എന്താണ് ഈവൻ ചില പാർട്സിന്റെ ടോട്ടൽ ഡിസ്ട്രക്ഷന് വരെ അത് കാരണമാകാം. അങ്ങനെ എന്ത് ചെയ്യാം, ഇന്റീരിയർലിയും എക്സ്റ്റീരിയർലിയും പല ഫോൾട്ടി ഓർഗാനിക് ഓൾട്ടറേഷൻസിനും എന്ത് ചെയ്യുന്നു, വൈറ്റൽ ഫോഴ്സിന്റെ ഈ റെസിസ്റ്റൻസ് കാരണമാകുന്നു. വൈറ്റൽ ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസിങ് എ റെവല്യൂഷൻ ഇൻസൈഡ് ദ ഓർഗാനിസം ടു സേവ് ഇറ്റ് ഫ്രം ദിസ് violent action of the allopathic medicines and to preserve the organism from complete destruction of the life. Okay. ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വൈറ്റൽ ഫോഴ്സ്, thus trying to preserve the organism from complete destruction of the life. Then ഫുഡ് നോട്ടിൽ വിഗെയിൻ ബ്രോസോനെ പറ്റി പറയാണ്. അപ്പൊ ബ്രോസോയെ പറ്റി മുന്നേ നമ്മൾ എവിടേക്കായിരുന്നു മെൻഷൻ ചെയ്തത്? ഏത് അഫോറിസത്തിന്റെ ഫുഡ് നോട്ടിലാ ബ്രോസോയുടെ ഫിസിയോളജിക്കൽ സിസ്റ്റത്തെ പറ്റി പറഞ്ഞേ? 60യുടെ 5th ആണോ 6th ആണോ? ഓക്കെ, കറക്റ്റ് ആണ്. 6th എഡിഷൻ ഫുഡ് നോട്ടിലാണ് ബ്രോസോയുടെ ട്രീറ്റ്മെന്റ്, അതോടെ ഫിസിയോളജിക്കൽ സിസ്റ്റം എന്നാണ് പറഞ്ഞത്. പിന്നെ ബ്രോസോ യൂസ് ചെയ്തത് ഒള്ളി മെഡിസിൻ ഏതായിരുന്നു? ഗം അറബിക് സൊല്യൂഷൻ ആയിരുന്നു ഒരേ ഒരു മെഡിസിൻ. ഓക്കെ ഓക്കെ, റൈറ്റ്. അത് കഴിഞ്ഞ് അതിന് മുന്നേ തന്നെ നമ്മൾ എവിടെ പറഞ്ഞായിരുന്നു ബ്രോസോയെ? ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു. ബ്രോസോയെ ഹാനിമാൻ ഒരു ടൈറ്റിൽ ഒരു ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു പേര് വിളിച്ചായിരുന്നല്ലോ, അതെന്തായിരുന്നു? എന്ത് ഫിസിഷ്യൻ ആയിരുന്നു? ബ്ലഡ് തേഴ്സ്റ്റി പാർഷ്യൻ ഫിസിഷ്യൻ ആയിരുന്നു അവിടെ മെൻഷൻ ചെയ്തിരുന്നത്. സോ അപ്പൊ 3 ബ്രോസോയെ പറ്റി പറയുന്നുണ്ട് ഹാനിമാൻ. ഇൻട്രൊഡക്ഷനിൽ പറയുന്നു, 60യുടെ ഫുഡ് നോട്ട് 6th എഡിഷന്റെ ഫുഡ് നോട്ടിൽ പറയുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെയും പറയുന്നുണ്ട് ബ്രോസോയുടെ ഡെബിലിറ്റേറ്റിംഗ്. ഇവിടെ പക്ഷെ ഹാനിമാൻ വിളിക്കുന്ന പേര് ഡെബിലിറ്റേറ്റിംഗ് ട്രീറ്റ്മെന്റ് എന്നാണ് ആ ട്രീറ്റ്മെന്റിനെ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഉപയോഗിച്ചിരുന്ന മെത്തേഡ്സ് വെനിസെക്ഷനും ഹങ്കർ ഡയറ്റും എന്ന് പറയുന്നു. 60യിൽ പറയുമ്പോൾ ഇൻ അഡീഷൻ ടു ദിസ് വെനിസെക്ഷൻ, ഹങ്കർ ഡയറ്റ് കൂടാതെ കപ്പിംഗ്, ലീച്ചിങ് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രോസോയുടെ ഡെബിലിറ്റേറ്റിംഗ് ട്രീറ്റ്മെന്റ് ബൈ മീൻസ് ഓഫ് വെനിസെക്ഷൻ ആൻഡ് ഹങ്കർ ഡയറ്റ്. അപ്പൊ ഇനി ഹാനിമാൻ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ബ്രോസോയുടെ ഒരു കൺസെപ്റ്റ് എന്താണ്? എല്ലാ ഡിസീസിന്റെയും ബേസിക് പത്തോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോക്കൽ ഇൻഫ്ലമേഷൻ ആണ്. ആൻഡ് ഈ ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ വെനിസെക്ഷൻ ഒക്കെ നടത്തിയിരുന്നത്. ആൻഡ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സോറോഫുൾ ആൻഡ് ഹോളി ഗ്രൗണ്ട്ലെസ് ഫാൻസി ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹാനിമാൻ പറയുന്നത് ഈ ഒരു തിയറിയെ ബേസ് ചെയ്ത്, അതായത് ഡൈനാമിക് പൊട്ടൻസീസ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനത്തെ
മെത്തേഡ്സ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്തിരുന്ന ഈ ഒരു രീതി ഇറ്റ് ഈസ് എ മർഡറസ് മാൽ പ്രാക്ടീസ് എന്നും വിളിക്കുന്നുണ്ട്. സോ ബ്രോസോയുടെ തിയറിയെ സോറോ ആൻഡ് ഹോളി ഗ്രൗണ്ട്ലെസ് ഫാലസി എന്നും പറയുന്നുണ്ട്, മർഡറസ് മാൽ പ്രാക്ടീസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് ചോദിച്ചിട്ട് ഇത് ഹാനിമാൻ എന്തിനെ പറ്റിയാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹാനിമാൻ ഈസ് ടോക്കിംഗ് അബൌട്ട് ബ്രോസോസ് ഡെബിലിറ്റേറ്റിംഗ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ദെൻ 75 ഇങ്ങനെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ദ മോസ്റ്റ് ഡിപ്ലോറബിൾ ദ മോസ്റ്റ് ഇൻക്യുറബിൾ എന്ന് ഹാനിമാൻ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. എന്തിനെ പറ്റിയാണ്? ആർട്ടിഫിഷ്യൽ ക്രോണിക് ഡിസീസസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ദീസ് ആർ ദ മോസ്റ്റ് ഡിപ്ലോറബിൾ ആൻഡ് മോസ്റ്റ് ഇൻക്യുറബിൾ. ഡിപ്ലോറബിൾ മീൻസ് എന്താണ്? മലയാളത്തിൽ പറഞ്ഞ നമ്മൾ പരിതാപകരമാണെന്ന് പറയില്ലേ, അതേ ഉള്ളൂ. ദെൻ 76 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ക്രോണിക് ഡിസീസസിന് ക്യൂർ ഇല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതായത് നമ്മൾ നാച്ചുറൽ ഡിസീസസ്, അതായത് ദൈവമായി നമുക്ക് വരുത്തുന്ന നാച്ചുറൽ ക്രോണിക് ഡിസീസസിന് എപ്പോഴും ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലീഫ് കൊടുക്കാൻ പറ്റും. അതേസമയം ഈ ആർട്ടിഫിഷ്യൽ ക്രോണിക് ഡിസീസിനെ എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി റെമഡീഡ് ബൈ ദ വൈറ്റൽ ഫോഴ്സ് ഇറ്റ്സെൽഫ്. അപ്പൊ അതിനെ വൈറ്റൽ ഫോഴ്സ് തന്നെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എപ്പോഴും വൈറ്റൽ ഫോഴ്സിനെ പറ്റില്ല. അതായത് വൈറ്റൽ ഫോഴ്സ് ഒരു പരിധിക്കപ്പുറം ഇവരുടെ ഈ ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെന്റ് വഴി വീക്കെൻഡ് ആയിട്ടില്ല എങ്കിൽ വൈറ്റൽ ഫോഴ്സ് തന്നെ എന്ത് ചെയ്യാം? റെമഡി ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിന് എന്ത് വേണം? സെവറൽ ഇയേഴ്സ് ഓഫ് ഡിവോഷൻ, ഒത്തിരി വർഷങ്ങൾ ചിലപ്പം എടുക്കേണ്ടി വരും. ഒരു ഹ്യൂമൻ ഹീലിംഗ് ആർട്ടിനും ഇതിൽ നിന്ന്, അതായത് ഈ ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റിൽ നിന്നും ഒരു നോർമൽ സ്റ്റേറ്റിലോട്ടുള്ള റീസ്റ്റോറേഷൻ ഒരു ഹ്യൂമൻ ഹീലിംഗ് ആർട്ടിനും പോസിബിൾ അല്ല. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാ? 1 artificial chronic disease. Okay. Next is inappropriately named chronic disease or pseudo chronic disease. അത് പറയുന്ന ഫോർസം 77 ആണ്, മറക്കരുത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദീസ് ആർ ഡ്യൂ ടു സം അവോയ്ഡബിൾ നോക്ഷ്യസ് ഇൻഫ്ലുവൻസസ്. അതായത് ഇതിനെ എന്താ ഇൻഅപ്രോപ്രിയേറ്റ്ലി നെയിംഡ് ക്രോണിക് എന്ന് വിളിക്കാൻ കാരണം? ബിക്കോസ് ദർ ഇസ് നോ ക്രോണിക് മയാസം ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ഒരു ക്രോണിക് മയാസവും ഇതിന്റെ പിന്നിലില്ല. ഇതിനെ നമുക്ക് കുറച്ച് നമ്മുടെ ഇംപ്രൂവ്ഡ് മോഡ് ഓഫ് ലിവിങ് വഴി നമുക്കതിനെ കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതിനെ എന്ത് ചെയ്യാം? ട്രൂ ക്രോണിക് ഡിസീസ് എന്ന് ഒരിക്കലും നമുക്കതിനെ വിളിക്കാൻ പറ്റില്ല. Then 78 to 81 true natural chronic disease. And in a ഫോർസം 78 പറയാണ് ട്രൂ ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഷുഡ് അറൈസ് ഫ്രം എ ക്രോണിക് മയാസം. അപ്പൊ നമ്മൾ ക്രോണിക് മയാസത്തിൽ ഒരിക്കലും നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, അതായത് സ്പെസിഫിക് റെമഡി, സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഇവിടെ ക്രോണിക് ഡിസീസ് ആണ്, ക്രോണിക് മയാസത്തിൽ നിന്ന് വരുന്ന ഡിസീസ് ആണ്. സോ അവിടെ സ്പെസിഫിക് എന്ന് ഉദ്ദേശിക്കുന്ന എന്തായിരിക്കും? ആന്റി മയസ്മാറ്റിക് റെമഡീസ് ആയിരിക്കും. അപ്പൊ ആന്റി മയസ്മാറ്റിക് റെമഡീസ് കൊടുക്കാതെ നമ്മൾ വെയിറ്റ് ചെയ്താൽ എന്ത് പറ്റും? ദ ഡിസീസ് വിൽ ഓൾവേസ് ഗോ ഓൺ ഇൻക്രീസിങ് ആൻഡ് ഗ്രോയിങ് വേഴ്സ്. സോ ആനിമാൻ ഈ ട്രൂ ക്രോണിക് ഡിസീസസിനെയാണ് മോസ്റ്റ് ന്യൂമറസ് ആൻഡ് ഗ്രേറ്റ് സ്കവേർജസ് ഓഫ് ഹ്യൂമൻ റേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടൈറ്റിൽ, ഈ മോസ്റ്റ് ന്യൂമറസ് ആൻഡ് ഗ്രേറ്റ് സ്കവേർജസ് ഓഫ് ഹ്യൂമൻ റൈസ് ഹാനിമാൻ എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ട്രൂ ക്രോണിക് ഡിസീസിന്റെ കൂടെ തന്നെ സോറയും ഇടും. അപ്പം സോറ മാത്രമല്ല, എല്ലാ ക്രോണിക് ഡിസീസിനും കൂടെ. അതുകൊണ്ട് സോറ എന്ന ആൻസറിലോട്ട് പോവരുത്. ട്രൂ ക്രോണിക് ഡിസീസിനെയാണ് ഹാനിമാൻ മോസ്റ്റ് ന്യൂമറസ് ആൻഡ് ഗ്രേറ്റ് സ്കവേർജസ് എന്ന് വിളിച്ചിരിക്കുന്നത്. സോ ഇനി ഓരോരോ മയാസായിട്ട് പറയാം. ഹാനിമാൻ 79 സിഫിലിസിനെയും സൈക്കോസിസിനെയും പറ്റി പറയുന്നുണ്ട്. 80 81 സോറയെ പറ്റി പറയുന്നു. 79 സിഫിലിസ് പറഞ്ഞിട്ട് ഹാനിമാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ഒരു മയാസം എന്ന് പറയുന്നത് ഏതാണ്? സിഫിലിസ് ആണ്. സൈക്കോസിസ് ഇൻ ബ്രാക്കറ്റ് കോണ്ടൈലോമാറ്റസ് ഡിസീസ്. സൈക്കോസിസിനെ ഒരിക്കലും ഒരു മയാസ്മാറ്റിക് ഡിസീസ് ആയിട്ട് ആദ്യമൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. ദെൻ 80 വരുമ്പം സിഫിലിസിന്റെയും സൈക്കോസിസിന്റെയും പ്രസന്റേഷൻ, എക്സ്റ്റേണൽ അപ്പിയറൻസ് എങ്ങനെയാന്ന് പറയുന്നുണ്ട്. സിഫിലിസിന്റെ എക്സ്റ്റേണൽ പ്രസന്റേഷൻ എന്താണ്? ബൈ വെനീറിയൽ ഷാങ്കർ. ആൻഡ് സൈക്കോസിസിന്റെ ആണെങ്കിൽ കോളിഫ്ലവർ ലൈക്ക് ഗ്രോത്ത് ആയിട്ട് ആയിരിക്കും. ഇനി സോറെ ഹാനിമാൻ നമുക്കറിയാം. സോറെ ഹാനിമാൻ പല പേരിലും പറയുന്നുണ്ട്, പല വിശേഷണങ്ങളും സോറയ്ക്ക് ഹാനിമാൻ കൊടുക്കുന്നുണ്ട്. അതിലൊന്നാണ് ദ ഓൺലി റിയൽ ഫണ്ടമെന്റൽ കോസ് ആൻഡ് ദ പ്രൊഡ്യൂസർ ഓഫ് ഓൾ ദ അതർ ന്യൂമറസ് ഐ മേ സേ ഇന്യൂമറബിൾ ഫോംസ് ഓഫ് ഡിസീസ്. അപ്പൊ ഫസ്റ്റ് പറയുന്ന ഒരു ഇതാണ് ദ ഓൺലി റിയൽ ഫണ്ടമെന്റൽ കോസ്. ആൻഡ് അടുത്തൊരു ടൈറ്റിലാണ് ദ മോൺസ്ട്രസ് ഇന്റേണൽ ക്രോണിക് മയാസം. അപ്പൊ ഇങ്ങനൊക്കെ തന്നിട്ട് ഇത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറയാണ്. ദെൻ സോറയുടെ ഒരു ഡെഫിനിഷൻ ആണ് പിന്നെ പറയുന്നത്. സോറ ഓൾവേസ് അനൗൺസസ് ബൈ
Peculiar cutaneous eruption, sometimes consisting only of a few vesicles, accompanied by intolerable voluptuous tickling, itching. അപ്പൊ സോറയുടെ ഇച്ചിങ്ങിന്റെ കാര്യം മറക്കരുത്. ഇറ്റ് ഈസ് ഇൻടോളറബിൾ വോളിപ്ഷ്യസ് ടിക്ലിംഗ് ഇച്ചിങ് ആയിട്ട് വരുന്ന സ്കിൻ ഇറപ്ഷൻ ആയിട്ടാണ് സോറ എക്സ്റ്റേണലി കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം ഹാനിമാൻ എത്ര വർഷം എടുത്തിട്ടാണ് ക്രോണിക് ഡിസീസ് എന്ന വർക്ക് എഴുതിയത്? എത്ര ഇയേഴ്സ് ഹാനിമാനെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു? 12 years. ഓക്കെ, 12 ഇയേഴ്സ് ഹാനിമാൻ ഈ പറഞ്ഞ സോറയിൽ റിസർച്ച് ചെയ്തു. അതായത് സോറയുടെ എല്ലാ സിംറ്റംസും ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ കവർ ചെയ്യുന്ന മെഡിസിൻസിനെ, ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസിനെ ഐഡന്റിഫൈ ചെയ്തു. ദാൻ ദീസ് വെയർ നോൺ ആസ് ആന്റിസോറിക് റെമഡീസ്. ഓക്കെ, അത് പറയുന്ന കൂട്ടത്തിൽ സോറയെ വീണ്ടും ഹാനിമാൻ എന്തായിട്ട് പറയുന്നുണ്ട്? 1000 ഹെഡഡ് മോൺസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്. And I have published all my observations about Sora in the work entitled The Chronic Disease ലാണ് ഹാനിമാൻ ആദ്യമായി ഇതിനെ പറ്റിയെല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫുട് നോട്ടിലാണ്, 80യുടെ ഫുട് നോട്ടിലാണ് ഹാനിമാൻ എന്ത് സോറെ 1000 ഹെഡഡ് മോൺസ്റ്റർ എന്ന് വിളിക്കുന്നത്. ദെൻ 81 വേറൊരു പേരിൽ വിളിക്കുകയാണ് എക്സ്ട്രീംലി ഏൻഷ്യന്റ് ഇൻഫെക്റ്റിംഗ് ഏജന്റ് എന്നും സോറെ പറയുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നു? ഹാസ് പാസ്റ്റ് മില്യൺസ് ഓഫ് ജനറേഷൻസ്, അല്ലെങ്കിൽ ജനറേഷൻസ് ആൻഡ് ജനറേഷൻസ് പാസ് ചെയ്ത് സോറ എന്ത് അറ്റൈൻ ചെയ്തു? ഒരു ഇൻക്രെഡിബിൾ ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്തു. ഇനി സോറയുടെ സെക്കൻഡറി സിംറ്റംസ് ആവാൻ, അല്ലെങ്കിൽ പല വെറൈറ്റീസ് ഓഫ് ക്രോണിക് ഡിസീസസും ആയി മാറാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത കുറെ സർക്കംസ്റ്റാൻസസ് പിന്നിലുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്ത് സോറ ഇത്രയും വെറൈറ്റീസ് ഉള്ള ഡിസീസസ് ആയി മാറിയത്, അല്ലെങ്കിൽ സോറയുടെ സെക്കൻഡറി സിംറ്റംസിലോട്ട് കടക്കാൻ കാരണമായ കുറെ സർക്കംസ്റ്റാൻസസ്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഫുട് നോട്ടിൽ പറയാം. സോ അങ്ങനെ ഈ പറഞ്ഞ സെക്കൻഡറി സിംറ്റംസിനെ ഓൾഡ് സ്കൂൾ ഫിസിഷ്യൻസ് എന്ത് ചെയ്തു? പല പത്തോളജീസ് അല്ലെങ്കിൽ പല പേരിൽ അതിനെ വിളിച്ചു. ദെൻ ഫുട് നോട്ടിൽ സർക്കംസ്റ്റാൻസസിനെ പറ്റി പറയുമ്പോൾ എന്താണ് സർക്കംസ്റ്റാൻസസ്? ദീസ് ആർ ദ മോഡിഫൈങ് ഇൻഫ്ലുവൻസസ് ദാറ്റ് കോസസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോറ ഇൻറ്റു ക്രോണിക് ഡിസീസ്. അതായത് ലേറ്റന്റ് ആയി കിടന്ന സോറയെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ക്രോണിക് ഡിസീസസ് അല്ലെങ്കിൽ അതിന്റെ സെക്കൻഡറി ഫോമിലോട്ട് എക്സ്പ്ലോഡ് ചെയ്യാൻ കാരണമായ കുറെ ഫാക്ടേഴ്സ്. അതെന്ന് പറയുമ്പോൾ ഇപ്പം ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് ആകാം, അല്ലെങ്കിൽ എന്താ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ട്രെയിനിങ് ഓഫ് യൂത്തോ, അല്ലെങ്കിൽ ഡയറ്റ് ആൻഡ് റെജിമെന്റിലുള്ള കാരണങ്ങൾ, പാഷൻസ്, ഹാബിറ്റ്സ്, മാനേഴ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആകാം. സോ അപ്പം സോറെ ഹാനിമാൻ 4 പേരിൽ വിളിച്ചിട്ടുണ്ട്. ദ ഓൺലി റിയൽ ഫണ്ടമെന്റൽ കോസ്, ദ മോൺസ്ട്രസ് ഇന്റേണൽ ക്രോണിക് മയാസം, 1000 ഹെഡഡ് മോൺസ്റ്റർ, എക്സ്ട്രീംലി ഏൻഷ്യന്റ് ഇൻഫെക്റ്റിംഗ് ഏജന്റ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇനി കുറെ ടേംസ് നമുക്ക് ക്രോണിക് ഡിസീസ് പഠിക്കുമ്പോൾ പറയാനുണ്ട്. ഓക്കെ, ഈ 81ന്റെ രണ്ടാമത്തെ ഫുട് നോട്ടില്, 81ന്റെ ആദ്യത്തെ ഫുട് നോട്ടില് സർക്കംസ്റ്റാൻസസിനെ പറ്റി പറയുന്നു. 81ന് രണ്ടാമതൊരു ഫുട് നോട്ട് ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോറയുടെ സെക്കൻഡറി ഫോംസിനെ പല പല പേരിലാണ് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡിസീസസ് ആയി നെയിം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നെയിം ചെയ്ത സമയത്ത് എപ്പിഡമിക് കാൻഡിഡ് സിഡൻഹാം പറയാണ്, നമുക്കിപ്പം പല എപ്പിഡമിക്സ് വരാറുണ്ട്. അപ്പൊ ഓരോ എപ്പിഡമിക്കും വരുമ്പം ഇതുമൂലം മുന്നേ ഒന്ന് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെയുള്ള നെയിംസ് ഇങ്ങനെ പലതായി നെയിം ചെയ്യുന്നത് എന്താണ്? പലപ്പോഴും യൂസ്ലെസ് ആണ്. ഈ യൂസ്ലെസ് നെയിമിംഗ് കൊണ്ട് ശരിക്കുള്ള ഒരു ഫിസിഷ്യൻ, ഒരു ട്രൂ ഫിസിഷ്യൻ, അയാളുടെ പ്രാക്ടീസിൽ ഒരു ഉപയോഗവും ഈ നെയിമിങ്ങോട് കൊണ്ടില്ല. അപ്പൊ ഈ നെയിംസ് ഒന്നും കൊണ്ട് കാര്യമില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാളാണ് ആര്? കാൻഡിഡ് സിഡൻഹാം. ഈ ഹോമിയോപ്പതി ശരിക്കും ഡയഗ്നോസിസ് എവിടെങ്കിലും വേണമെന്ന് ഹാനിമാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ നെയിം ചെയ്യുന്നത് കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നെയിം ചെയ്യുന്നതെന്നാണ് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അത് ഹാനിമാൻ ഇവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് വേണം, വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദീസ് നെയിംസ് ഓഫ് ഡിസീസസ് ഇൻ ഓർഡർ. എപ്പോഴാണ്? വെൻ ടോക്കിംഗ് അബൌട്ട് എ പേഷ്യന്റ് ടു ഓർഡിനറി പേഴ്സൺസ് ടു റെൻഡർ അവർസെൽഫ് ഇന്റലിജിബിൾ ഇൻ ഫ്യൂ വേർഡ്സ്. ഓക്കെ, അപ്പൊ ഈ പേരുകൾ നമുക്ക് യൂസ് ചെയ്യാം എപ്പോഴാണ്? ഒരാളുടെ അസുഖത്തെ പറ്റി ഓർഡിനറി പേഴ്സൺസ് അല്ലെങ്കിൽ കോമൺ പീപ്പിളിനോടോ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോടോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റലിജിബിൾ ആണെന്ന് തോന്നിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ പേരുകളൊക്കെ യൂസ് ചെയ്ത് അവരോട് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടി മാത്രമാണ് എന്ത് ചെയ്യാം? ഈ നെയിമിങ്സ് യൂസ് ചെയ്യാവുള്ളൂ എന്നാണ് ഹാനിമാൻ പറയുന്നത്. ഓക്കെ, ആൻസർ Sora.
സോറ. ഓക്കെ, Sora. ഈ ടേം ഒക്കെ വരുന്നത് ഇനി നമുക്ക് ക്രോണിക് ഡിസീസ് പഠിക്കുമ്പോൾ അതിൽ പറയാം. ഏതാ ആൻസർ? Sora. സോറയാണ്. ഇത് Sora. ക്രോണിക് ഡിസീസിലെ സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും അറിഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അപ്പോൾ ഹാനിമാൻ ക്ലാസിഫൈഡ് ദ ഡിസീസസ് ഇൻ ടു അക്യൂട്ട് ആൻഡ് ക്രോണിക്. അക്യൂട്ടിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തു: ഇൻഡിവിജ്വൽ, സ്പോറാഡിക്, എപ്പിഡമിക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ക്രോണിക് ഡിസീസസിന് 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിൽ ട്രൂ ക്രോണിക് ഡിസീസിൽ സോറ പറഞ്ഞു, സിഫിലിസ്, സൈക്കോസിസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നൗ വി ആർ മൂവിങ് ടു എങ്ങോട്ട് പോവാണ്? നമ്മൾ കേസ് ടേക്കിങ്ങിലോട്ട് പോവാണ്. ദാറ്റ് ഈസ് ഫ്രം അഫോർസം 82 to 104. ഓക്കെ, അപ്പം ഹാനിമാൻ ശരിക്കും നമുക്കറിയാം, നമ്മൾ കേസ് എടുക്കുമ്പോൾ പലപ്പോഴും നമുക്കൊരു കേസ് ടേക്കിംഗ് ഫോർമാറ്റ് ഉണ്ടല്ലേ? പ്രസന്റിങ് കംപ്ലൈന്റ്, ഹിസ്റ്ററി, അല്ലെ ഫാമിലി ഹിസ്റ്ററി, പേഴ്സണൽ ഹിസ്റ്ററി. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നമുക്കൊരു കേസ് ടേക്കിംഗ് ഫോർമാറ്റ് ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഈ ക്രോണിക് ഡിസീസിന്റെ ഫോർമാറ്റ് അല്ല അക്യൂട്ടിന് യൂസ് ചെയ്യുന്ന. ചില ഹെഡിങ്സ് നമ്മൾ ഒഴിവാക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹിസ്റ്ററീസ് ഒന്നും, പാസ്റ്റ് ഹിസ്റ്ററി അല്ലെ ഫാമിലി ഹിസ്റ്ററിക്ക് ഒന്നും അക്യൂട്ടി വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതുപോലെ ഇവാലുവേഷൻ പാർട്ട്, മയസ്മാറ്റിക് ക്ലീവേജ് എന്നുള്ള പാർട്ട്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് അക്യൂട്ട് കേസ് ടേക്കിംഗ് നടത്തുന്നത്. അപ്പൊ ഇങ്ങനെ ഒഴിവാക്കിക്കോളാൻ, അല്ലെങ്കിൽ ഈ ക്രോണിക്കിന്റെ ഡയറക്ഷൻസ് അക്യൂട്ടി ഫോളോ ചെയ്യേണ്ടെന്ന് ഹാനിമാൻ പറയുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം ഹാനിമാൻ പറയുന്നുണ്ടോന്ന്. അപ്പൊ 82 പറയുന്നത് only that in the investigation some difference is to be made when the affection is acute and rapidly developed and when it is a chronic one. അപ്പം നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത് അക്യൂട്ടിലും ക്രോണിക്കിലും കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അക്യൂട്ടിന്റെ കാര്യം ഹാനിമാൻ പറയാണ്, ദ ചീഫ് സിംറ്റംസ് സ്ട്രൈക്കസ്. അപ്പൊ നമുക്ക് എന്താണ് ചീഫ് സിംറ്റംസിനെ പെട്ടെന്ന് നമുക്ക് സ്ട്രൈക്കിംഗ് ആയിരിക്കും അക്യൂട്ടിലെ സിംറ്റംസ്. ആൻഡ് ഇറ്റ് ഈസ് എവിഡന്റ് ടു ദ സെൻസസ് മോർ ക്വിക്ലി, ലെസ് ടൈം ഈസ് റിക്വിസിറ്റ്, ഫ്യൂവർ ക്വസ്റ്റ്യൻസ് ആർ റിക്വേർഡ്, ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് സെൽഫ് എവിഡന്റ്. അതായത് നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട തന്നെ വരില്ല, നമുക്ക് ഈസിലി കാണാൻ അല്ലെങ്കിൽ നമ്മുടെ സെൻസസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന 1-2 കുറച്ച് സിംറ്റംസ് മാത്രമേ പലപ്പോഴും അക്യൂട്ട് ഡിസീസസ് കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവും, വളരെ കുറച്ച് ടൈം മതിയാകും. ഫിസിഷ്യൻ ആണെങ്കിൽ ഒരുപാടൊന്നും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യാനും കാണത്തില്ല. പക്ഷേ ക്രോണിക് ഡിസീസിന്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്ക് ക്രോണിക് ഡിസീസ് സെവറൽ ഇയേഴ്സ് എടുത്ത് ഗ്രാജുവലി ആണ് പ്രോഗ്രസ് ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിംറ്റംസ് അവിടെ ട്രേസ് ചെയ്തെടുക്കുക എന്താണ് കുറെ കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. സോ ഹാനിമാൻ അതിന്റെ ഫുട് നോട്ടിൽ പറയുന്നുണ്ട്, ഹെൻസ് ദ ഫോളോയിങ് ഡിറക്ഷൻസ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സിംറ്റംസ് ആർ ഓൺലി പാർഷ്യലി ആപ്ലിക്കബിൾ ഫോർ ദ അക്യൂട്ട് ഡിസീസസ്. അതായത് 82 തൊട്ട് 104 വരെ പറയുന്ന ഡിറക്ഷൻസില് അതായത് അതെല്ലാം ക്രോണിക്കിനുള്ളതാണ്. അത് അക്യൂട്ടിന്റെ കേസിൽ പാർഷ്യലി മാത്രമേ ആപ്ലിക്കബിൾ ആകുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കേസ് എടുക്കുന്ന സമയത്ത് പല ഹെഡിങ്സും അക്യൂട്ടില് ഒഴിവാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇത് എവിടെയാണ് ഈ ഒരു സെന്റൻസ് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ മാറിപ്പോയല്ലേ. 82ന്റെ ഫുട് നോട്ടിലാണ് എന്താണ് ഈ പറഞ്ഞ കേസ് ടേക്കിങ്ങിന്റെ ഡയറക്ഷൻസ് അക്യൂട്ടി പാർഷ്യലി മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത് 82, അതായത് കേസ് ടേക്കിങ്ങിന്റെ ആദ്യത്തെ അഫോർസത്തിന്റെ ഫുട് നോട്ടിലാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, then 83 deals with the qualities of physician in case taking. അതിൽ തുടങ്ങുന്നത് 83-ല് ഡെഫിനിഷൻ ഓഫ് കേസ് ടേക്കിംഗ് പറഞ്ഞിട്ടാണ്. എന്താ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് എ ഇൻഡിവിജ്വലൈസിംഗ് എക്സാമിനേഷൻ ഓഫ് എ കേസ് ഓഫ് ഡിസീസ്. അതാണ് കേസ് ടേക്കിങ്ങിന്റെ ഡെഫിനിഷൻ. പിന്നീട് അതിൽ പറയുന്നത് ഫിസിഷ്യൻ ആവശ്യമുള്ള 4 ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ്: ഫ്രീഡം ഫ്രം പ്രെജുഡിസ്, സൗണ്ട് സെൻസസ്, attention in observing, and fidelity in tracing the picture of the disease. And the fidelity means what? അത് വിശ്വസ്തമായിരിക്കണം, ട്രസ്റ്റ്വർത്തി ആയിരിക്കണം എന്ന് പറയില്ലേ, അതാ. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും മറന്നു പോകരുത്: ഫ്രീഡം ഫ്രം പ്രെജുഡിസ്, സൗണ്ട് സെൻസസ്, അറ്റൻഷൻ ഇൻ ഒബ്സർവിംഗ്, ആൻഡ് ഫിഡിലിറ്റി ഇൻ ട്രേസിംഗ് ദ പിക്ചർ ഓഫ് ദ ഡിസീസ്. ഓക്കെ, ദെൻ കമ്മിങ് ടു അഫോർസം 84. ഇനി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്ന് പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, പേഷ്യന്റ് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കെയർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ട് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. പക്ഷെ നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആവരുത്.
പേഷ്യന്റോ അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സോ എങ്ങനെ പറയുന്നു ആ സെയിം ഇംപ്രഷനിൽ തന്നെ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, ദെൻ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? കീപ്പിംഗ് സൈലൻസ് ഹിംസെൽഫ്. അത് നമ്മൾ അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്ത് ചെയ്യുക? സൈലന്റ് ആയിരിക്കുക. അവരെ ഒരു കാരണവശാലും ഇന്ററപ്റ്റ് ചെയ്യരുത്. നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യാം. ഇപ്പം അവർ സിംറ്റംസിൽ നിന്നും വാണ്ടർ ഓഫ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലോട്ട് അവർ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ ഇന്ററപ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ആദ്യമേ പേഷ്യന്റിനോട് പറയണം സ്പീക്ക് സ്ലോലി. അതായത് സ്പീഡിൽ പറഞ്ഞു പോയാൽ നമുക്ക് എല്ലാ സിംറ്റംസും ചിലപ്പോൾ നോട്ട് ചെയ്യാൻ പറ്റുന്നു വരില്ല. സോ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യുക, കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ട് അവരുടെ എക്സ്പ്രഷനിൽ സൈലന്റ് ആയി ഇരിക്കുക, സ്പീക്ക് സ്ലോലി പറയുക. പിന്നെ എന്ത് ചെയ്യുക? ഇന്ററപ്റ്റ് ചെയ്യരുത്. ഈ ഫുഡ് നോട്ടിലെ ഹാനിമാൻ പറയുന്നുണ്ട് ഇന്ററപ്റ്റ് ചെയ്യണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം എവരി ഇന്ററപ്ഷൻ ബ്രേക്സ് ദ ട്രെയിൻ ഓഫ് തോട്ട് ഓഫ് ദ നറേറ്റേഴ്സ്. അതായത് അവർ ഒരു കാര്യങ്ങൾ ഇങ്ങനെ അവർ ഓർത്തെടുത്ത് ഒരു ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഓർഡറിനെ ബ്രേക്ക് ചെയ്യുകയും പഴയ ഒരു രീതിയിൽ അവർക്ക് അതിനെ ഓർത്തെടുത്ത് പിന്നീട് ചിലപ്പം പറയാൻ പറ്റിയെന്ന് വരില്ല. സോ അതുകൊണ്ടാണ് ഹാനിമാൻ ഇന്ററപ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നത്. ദെൻ 85 പറയുന്നത് ഓരോ സിംറ്റംസും പേഷ്യന്റ് പറയുന്നത് എന്തായിരിക്കണം? നമ്മൾ ഓരോ ഫ്രഷ് ലൈനിൽ തന്നെ എഴുതണം. അതിന്റെ സിംറ്റംസ് എന്ത് ചെയ്യണം? വൺ ബിലോ ദ അതർ അറേഞ്ച് ചെയ്തിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? പേഷ്യന്റ് ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഫർദർ എന്തെങ്കിലും ഈ സിംറ്റംസിനകത്തോട്ട് ബാക്കി കാര്യങ്ങൾ ആഡപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം? ആഡ് ചെയ്യണം. അപ്പൊ 85 എന്ത് ചെയ്യണം? എപ്പോഴും ഒരു ഫ്രഷ് ലൈനിലായിരിക്കണം സിംറ്റംസ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ 86 പോകുന്നത്. അപ്പം പേഷ്യന്റ് എന്ത് ചെയ്യുന്നു? വൺസ് അവരുടെ എക്സ്പ്ലനേഷൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒന്ന് നിർത്തി കഴിയുമ്പോൾ ഫിസിഷ്യൻ എന്ത് ചെയ്യാം? ഇതിനകത്ത് ഓരോ സിംറ്റത്തിലോട്ടും തിരിച്ചു പോവാം. ക്യാൻ റിവേർട്ട് ബാക്ക് ടു ഈച്ച് പെർട്ടിക്കുലർ സിംറ്റം ആൻഡ് എലിസിറ്റ് മോർ പ്രിസൈസ് ഇൻഫർമേഷൻ. ഓരോന്നിനെ പറ്റിയും പ്രിസൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. സോ 86 ഡീൽസ് വിത്ത് എലിസിറ്റിംഗ് മോർ പ്രിസൈസ് ഇൻഫർമേഷൻ. ദെൻ 87 ഇങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസോ ലീഡിംഗ് ക്വസ്റ്റ്യൻസോ ചോദിക്കാൻ പാടില്ല. അതായത് പേഷ്യന്റിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കരുത്. കാരണം എന്തുപറ്റുമെന്ന് വെച്ചാൽ പല പേഷ്യൻസും ഇൻടോളറൻസ്, അതായത് അവരുടെ ഒരു മടി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ചോദിക്കുന്ന ഫിസിഷ്യനെ ഒന്ന് പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു എസ് എന്നോ നോ എന്നോ ഒക്കെ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള ആൻസേഴ്സ് തരും. ദാറ്റ് വിൽ ലീഡ്സ് ടു എ ഫോൾസ് പിക്ചർ ഓഫ് ദ ഡിസീസ് ആൻഡ് ആൻ അൺസ്യൂട്ടബിൾ മോഡ് ഓഫ് ട്രീറ്റ്മെന്റ്. സോ 87 നോ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലീഡിംഗ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻ എന്നാണ് ഹാനിമാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷെ പലപ്പോഴും നമ്മൾ ക്വസ്റ്റ്യന് വരുന്ന ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യരുതെന്നായിരിക്കും. എന്തായാലും അഫോർസം 87 ദെൻ 88 അപ്പൊ ഹാനിമാൻ ഇനി മെന്റൽ സിംറ്റംസ് എടുക്കണം എന്ന് പറയുന്ന അഫോർസം 88 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ നമ്മൾ ഓരോ പാർട്ടിനെ പറ്റി അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷനെ പറ്റി പേഷ്യന്റിനോട് ചോദിച്ചു തുടങ്ങണം. ആൻഡ് ആൾസോ റിഗാർഡിംഗ് ദ സ്റ്റേറ്റ് ഓഫ് ഹിസ് ഡിസ്പൊസിഷൻ ഓർ മൈൻഡ്. മെന്റൽ സിംറ്റംസും ചോദിക്കണം. ഓക്കെ, ആൻസർ ദിസ്. ഓക്കെ, ഓൾ ആർ ട്രൂ ആണ്. ഓക്കെ, ലീഡിംഗ് ക്വസ്റ്റ്യൻസ് അതുപോലെ ഡയറക്റ്റ് ആയിട്ട് അത് എസ് ഓർ നോ എന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ലൈൻ ഓഫ് റെമഡി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു മനസ്സിലൊരു റെമഡി കണ്ടിട്ട് അതിന്റെ സിംറ്റംസ് ഇങ്ങനെ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനിങ് ഒഴിവാക്കുക. ഓൾട്ടർനേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഓക്കെ, അപ്പം ഓൾ ആർ ട്രൂ ആണ്. ദെൻ 89 വരുമ്പം പിന്നെ പറഞ്ഞിട്ടോന്ന് വെച്ച് കഴിഞ്ഞാല് വെൻ ദ ഹാനിമാൻ അഫോർസും തുടങ്ങുന്നത് വെൻ ദ പേഷ്യന്റ് എന്നാണ്. അപ്പൊ അതിന്റെ ബ്രാക്കറ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഫോർ ഇറ്റ് ഈസ് ഓൺ ഹിം വി ഹാവ് ചീഫ്ലി ടു റിലൈ ഫോർ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹിസ് സെൻസേഷൻസ് എക്സെപ്റ്റ്. അതായത് നമ്മൾ പേഷ്യന്റിനെയാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഒരു കേസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും അധികം വിശ്വസിക്കേണ്ടത് പേഷ്യന്റിനെയാണ്. എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് ഫെയിൻഡ് ഡിസീസ്. പക്ഷെ ഫെയിൻഡ് ഡിസീസസിൽ നമുക്ക് പേഷ്യന്റിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? വിശ്വസിക്കാൻ പറ്റില്ല. ഫെയിൻഡ് മീൻസ് എന്താ? അതായത് ഇല്ലാത്തൊരു ഡിസീസ് ഉണ്ടെന്ന് പറയുന്നത്, കള്ളത്തരം പറയുന്നത്. ഫെയിൻഡ് ഡിസീസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം പേഷ്യന്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു മോർ പ്രിസൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ 86 പറഞ്ഞായിരുന്നു. എഗെയിൻ ഹാനിമാൻ ഒന്നുകൂടെ പറയാണ് ദ ഫിസിഷ്യൻ ഈസ് അറ്റ് ലിബർട്ടി ആൻഡ് ഒബ്ലിഗ്ഡ് ടു ആസ്ക് മോർ പ്രിസൈസ് ആൻഡ് മോർ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ്. അപ്പം മോർ പ്രിസൈസ് ആൻഡ് മോർ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ഫിസിഷ്യന് ചോദിക്കാനുള്ള ലിബർട്ടി ഉണ്ട്.
അതിലാണ് ഫുട് നോട്ട് ഓഫ് 6th എഡിഷനിൽ വിമന്റെ കേസിൽ ഫീമെയിൽസിലെ കേസ് എടുക്കുമ്പോൾ മെൻസ്ട്രേഷന്റെയും മറ്റ് ഡിസ്ചാർജസിന്റെയും ക്യാരക്ടർ കൂടി നോട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ 89 ഡീൽസ് വിത്ത് മോർ പ്രിസൈസ് മോർ സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ദ ഫുട് നോട്ട് ഓഫ് ദ 6th എഡിഷനിലാണ് വിമനിൽ ക്യാരക്ടർ ഓഫ് മെൻസ്ട്രേഷന് മറ്റ് ഡിസ്ചാർജസ് കൂടി നോട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ദെൻ 90. അപ്പൊ നമ്മളിപ്പം പേഷ്യന്റിനോട് ചോദിച്ച് കിട്ടേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം, പേഷ്യന്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവർ എങ്ങനെ സംസാരിക്കുന്നു, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം അതിനെപ്പറ്റി എന്ത് ചെയ്യണം, ഫിസിഷ്യൻ തന്നെ ഒരു നോട്ട് അവിടെ ആഡ് ചെയ്യണം. വാട്ട് ഹി ഹിംസെൽഫ് ഒബ്സർവ്സ് ഇൻ ദ പേഷ്യന്റ്. അപ്പം 90 ഡീൽസ് വിത്ത് ദ ഒബ്സർവേഷൻ ഓഫ് ദ ഫിസിഷ്യൻ. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. 89. 89. 89. Then this one. All of the above. All of the above. ഓക്കെ, ഓൾ ഓഫ് ദ എബവ് ആണ്. അപ്പൊ നമ്മൾ കേസ് എടുക്കുമ്പോൾ പേഷ്യന്റ് അടിക്കെ ചോദിക്കണം, ബൈസ്റ്റാൻഡേഴ്സിനോട് ചോദിക്കണം, ആൻഡ് മോർ ഓവർ ഫിസിഷ്യന്റെ ഒരു ഒബ്സർവേഷനും കൂടെ അവിടെ ആഡ് ചെയ്യണം. Then 91 and 92 physician അല്ല patient കമ്മിങ് ഫ്രം അതർ ഫിസിഷ്യൻ, അത് വേറൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് വരുന്ന പേഷ്യൻസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ 91 പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ക്രോണിക് ഡിസീസിന്റെ കേസിൽ പറയാം. ക്രോണിക് ഡിസീസ് ആണ്, നമുക്ക് അറിയാം കുറെ വർഷം എടുത്ത് ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ടൈം ഉണ്ട്, പ്രത്യേകിച്ച് എന്താ പറയുക എമർജൻസി കാര്യമൊന്നുമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പേഷ്യന്റ് ആദ്യം എന്ത് ചെയ്യും, മെഡിസിൻ കൊടുക്കാതെ, കാരണം മിക്സപ്പ് ആയിട്ടുള്ള മെഡിസിൻസിന്റെയും കൂടെ മിക്സപ്പ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും പേഷ്യന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് വിത്തൗട്ട് മെഡിസിൻ പേഷ്യന്റിനെ കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് പിന്നീട് വരാൻ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓർ ഇൻ മീൻ ടൈം അഡ്മിനിസ്റ്റർ സംതിങ് ഓഫ് ആൻ അൺമെഡിസിനൽ നേച്ചർ. അപ്പൊ ഹാനിമാൻ SLA അല്ലെങ്കിൽ നമ്മൾ പ്ലാസിബോ ഇതൊക്കെ കൊടുക്കാറുണ്ടല്ലോ, അതൊക്കെ കൊടുത്തോളാൻ പറയുന്ന ഒരു അഫോർസമാണ് 91. അപ്പം പേഷ്യന്റ് ക്രോണിക് ഡിസീസുമായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, SL പോലെ അല്ലെങ്കിൽ പ്ലാസിബോ എന്തെങ്കിലും കൊടുത്ത് പേഷ്യന്റിനെ കുറച്ച് നാളത്തേക്ക് വിടാം. ഒന്നെങ്കിൽ വിത്തൗട്ട് മെഡിസിൻ, അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ സംതിങ് ഓഫ് ആൻ അൺമെഡിസിനൽ നേച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും സാക്ലാക്ക് എന്നൊന്നും അവിടെ ഹാനിമാൻ പറഞ്ഞിട്ടില്ല. സാക്ലാക്കിനെ പറ്റി പറയുന്നുണ്ട് ക്രോണിക് ഡിസീസസിൽ, പക്ഷെ അഫോർസത്തിലെല്ലാം സംതിങ് ഓഫ് ആൻ അൺമെഡിസിനൽ നേച്ചർ എന്നാണ് ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്, ഫോർ ഗെറ്റിംഗ് ദ പെർമനന്റ് അൺകണ്ടാമിനേറ്റഡ് സിംറ്റംസ്. അൺകണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കിട്ടാൻ, അങ്ങനെ എന്ത് ഫോം ചെയ്യാൻ, ഒരു ഫെയ്ത്ത്ഫുൾ പിക്ചർ ഓഫ് ദ ഡിസീസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ക്രോണിക്കിൽ ഇങ്ങനെ ചെയ്യാം. പക്ഷെ 92 പറയുന്നത് അക്യൂട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അക്യൂട്ട് ആണ്, സിംറ്റംസ് മിക്സപ്പ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യന്റിനെ കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞു വിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് അവിടെ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, we have to form a conjoint malady there. Conjoint malady, it is formed by the medicinal and original disease. അത് conjoint malady എന്ന് പറയുന്നത് മെഡിസിനൽ സിംറ്റംസിന്റെയും അയാളുടെ ഒറിജിനൽ ഡിസീസിന്റെയും കൂടെ സിംറ്റംസിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഇനി ഈ സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചും കൂടെ സീരിയസ് ആണ്, കുറച്ചും കൂടെ ഡേഞ്ചറസ് ആണ് ദാൻ ദ ഒറിജിനൽ ഡിസീസ്. കാരണം എന്താ, ഒറിജിനൽ ഡിസീസിന്റെ കൂടെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള മെഡിസിന്റെ സൈഡ് എഫക്ട്സ് കാരണമുള്ള സിംറ്റംസ് കൂടിയുണ്ട്. സോ ഇറ്റ് ഈസ് മോർ സീരിയസ് ആൻഡ് മോർ ഡേഞ്ചറസ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൊടുക്കുന്ന മെഡിസിൻ എന്തായിരിക്കണം, കുറച്ചും കൂടെ പ്രോംപ്റ്റ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം. സോ acute diseases, in case of acute diseases where the patient is coming from other physician, a conjoint malady has to be formed and it needs more prompt and efficient aid. ഓക്കെ, പിന്നെ നമുക്കൊരു കാര്യം കൂടി ഇവിടെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് വഴി നമുക്ക് പേഷ്യന്റിനെ എന്ത് ചെയ്യാം, ഈ ഇഞ്ചൂറിയസ് ഡ്രഗ്സിന്റെ എഫക്റ്റിൽ നിന്നും സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ 91 ക്രോണിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഡിസിൻ കൊടുക്കാതെ ലീവ് ചെയ്യാം, അല്ലെങ്കിൽ സംതിങ് അൺമെഡിസിനൽ ഓഫ് നേച്ചർ എന്തെങ്കിലും കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം, പെർമനന്റ് അൺകണ്ടാമിനേറ്റഡ് സിംറ്റംസ് കിട്ടാൻ വേണ്ടി. 92 പക്ഷെ അക്യൂട്ട് ആയതുകൊണ്ട് കൺജോയിന്റ് മാലഡി ഫോം ചെയ്യണം. Then 93 deals with the obvious cause. ഓക്കെ, അപ്പൊ ഇത് ഒബ്വിയസ് കോസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പേഷ്യന്റിനെയും പേഷ്യന്റിനെയും അവരുടെ ഫ്രണ്ട്സിനെയും എന്ത് ചെയ്യണം, പ്രൈവറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പൊ പ്രൈവറ്റ് ക്വസ്റ്റ്യനിങ്ങിനെ പറ്റി ഹാനിമാൻ പറയുന്നത് 93 അഫോറിസത്തിലാണ്. ആൻഡ് ഇത് ഇസ് ദ ഫുട് നോട്ട്. എന്തൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാണ്. എനി കോസസ് ഓഫ് എ ഡിസ്ഗ്രേസ്ഫുൾ ക്യാരക്ടർ,
അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ചില അഡിക്ഷൻസ് ഒക്കെ കാണില്ലേ, ചിലപ്പം ചില എന്താ പറയാ ബീവറേജ് അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് അവരത് ചിലപ്പം പറഞ്ഞെന്ന് വരില്ല പെട്ടെന്ന്. അതുപോലെ ഇവർക്ക് എന്താണ് ചില പ്രൈവറ്റ് പാർട്സിൽ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതോ അല്ലെങ്കിൽ ഗ്രീഫ് ഡിസപ്പോയിന്റഡ് ലവ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണും, പെട്ടെന്ന് ചോദിച്ചാൽ പറയാത്ത കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊന്നോ എന്നറിയാൻ പ്രൈവറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അതാണ് 93 അഫോർസം. ദെൻ 94 പറയുന്നത് നമ്മൾ ഫിഫ്ത്ത് അഫോർസത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? അഫോർസം 5 ഡീൽസ് വിത്ത് കോസസ് പറഞ്ഞായിരുന്നു ഇല്ലേ? കോസസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫണ്ടമെന്റൽ കോസ് പറഞ്ഞില്ലേ? ഫണ്ടമെന്റൽ കോസ് അതായത് ക്രോണിക് ഡിസീസിന്റെ കേസ് എടുക്കുമ്പോൾ കുറെ ഫാക്ടേഴ്സും കൂടി കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ എഗെയിൻ ഒന്നുകൂടെ പറയാണ്, ക്രോണിക് ഡിസീസിനെ കേസ് എടുക്കുമ്പോൾ ദ പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ പേഷ്യന്റ് അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എൻക്വയറി ചെയ്യണം. പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അയാളുടെ ഒക്കുപേഷൻ, മോഡ് ഓഫ് ലിവിങ്, ഡയറ്റ്, ഹിസ് ഡൊമസ്റ്റിക് സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ചോദിച്ചറിയണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഡിസീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തെങ്കിലും ഫാക്ടേഴ്സ് കൂടി ഉണ്ടോ എന്നറിയാനാണ്. കാരണം ഇപ്പൊ സപ്പോസ് അവിടെ ഒരു മെയിൻറ്റെയിനിങ് കോസ് ആണെങ്കിൽ നമുക്ക് അറിയാം എന്താണ് ആ കാരണം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ റിക്കവറി നടക്കും. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസും കൂടി കൺസിഡർ ചെയ്യണം എന്ന് പറയുകയാണ് 94 അഫോറിസം. അതുപോലെ തന്നെ ഒരു മെയിൻറ്റെയിനിങ് കോസ് ഇല്ല എന്ന് ഉറപ്പുവരുത്താനും കൂടിയാണ് ഹാനിമാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി 94ന്റെ ഫുട് നോട്ടിലാണ് ഹാനിമാൻ ഫീമെയിൽസിൽ കേസ് എടുക്കുമ്പം എന്തൊക്കെ അഡീഷണൽ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്ത് ഫുട് നോട്ടില് മെൻസസിന്റെ കാര്യമൊക്കെ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ഇൻ അഡീഷൻ ഇവിടെ ഹാനിമാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മെൻസ്ട്രൽ ഡിസ്ചാർജിനെ പറ്റി ചോദിക്കണം, ലുക്കോറിയ പോലെ എന്തെങ്കിലും അഡീഷണൽ ഡിസ്ചാർജസ് ഉണ്ടോ എന്ന് തിരക്കണം. അതുപോലെ എന്താണ് ഈ എന്തെങ്കിലും അബോർഷനോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പ്രഗ്നൻസി റിലേറ്റഡ് കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫീമെയിൽസിൽ ചോദിച്ചറിയണം എന്ന് 94ന്റെ ഫുട് നോട്ടിൽ എഗെയിൻ ഹാനിമാൻ പറയുകയാണ്. പക്ഷെ ഇവിടെയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ അപ്പൊ ഇതിന്റെ ആൻസർ ഏതായിരിക്കും? 94. 94 ആണേ, മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഇനി 95, 96, 97 നമ്മൾ പറയാൻ പോകുന്നത് ഡിഫിക്കൽട്ടീസ് ഇൻ ക്രോണിക് കേസ് ടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നാണ്. എന്ത് 95 ഫസ്റ്റ് വൺ ഡീൽസ് വിത്ത് ലെസർ അസസറി സിംറ്റംസ്. അപ്പം ആദ്യത്തെ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻ ക്രോണിക് ഡിസീസസ് ദ മോസ്റ്റ് മൈന്യൂട്ട് പെക്യുലാരിറ്റീസ് മസ്റ്റ് ബി അറ്റൻഡ് ടു. അപ്പം ക്രോണിക് ഡിസീസ് നമ്മൾ കേസ് എടുക്കുമ്പോൾ ഏറ്റവും മൈന്യൂട്ട് ഡീറ്റെയിൽസും കൺസിഡർ ചെയ്തിരിക്കണം എന്ന് ഹാനിമാൻ 95ലാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഈ ലെസർ അസസറി സിംറ്റംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസ് ഒത്തിരി നാളായിട്ട് സഫർ ചെയ്യുന്ന കുറെ കാര്യങ്ങളായിരിക്കും, പക്ഷെ എന്താണ് അവരങ്ങ് യൂസ്ഡ് ടു ആയി മാറി. അതുകൊണ്ട് തന്നെ അവരെ അതിന് വലിയ അറ്റൻഷൻ കൊടുക്കുന്നില്ല. അതിനെയാണ് ലെസർ അസസറി സിംറ്റംസ് പറയുന്നത്. സോ ദ പേഷ്യന്റ് ബിക്കം സോ യൂസ്ഡ് ടു ദെയർ ലോങ് സഫറിങ്സ് ദാറ്റ് ദേ പേ ലിറ്റിൽ ഓർ നോ ഹീഡ് ടു ദ ലെസർ അസസറി സിംറ്റംസ്. പക്ഷെ ശരിക്കും എന്താണ് ഇത് പലപ്പോഴും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സിംറ്റംസ് ആണ്, വെരി പ്രഗ്നന്റ് വിത്ത് മീനിങ്, അതായത് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് ഇത് പലപ്പോഴും ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ റെമഡി സെലക്ഷനെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ ഈ ലെസർ അസസറി സിംറ്റംസിന് പറ്റുകയും ചെയ്യും. പക്ഷെ പേഷ്യൻസ് നമ്മളോട് പലപ്പോഴും ഈ കാര്യങ്ങൾ പറയത്തില്ല, കാരണം അവർ ചിലപ്പോൾ ഒരു 15 അല്ലെങ്കിൽ 20 വർഷമായിട്ട് ഇത് സഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ പറയാൻ അവർ മറന്നുപോകും. ഓക്കെ, അതുപോലെ തന്നെ അവർ വിചാരിക്കും അവർക്കിപ്പോൾ ഉള്ള ഒരു അസുഖം അല്ലെങ്കിൽ ഡിസീസുമായിട്ട് ഈ അസസറി സിംറ്റംസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് എന്ന് അവര് കരുതുന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, ഇങ്ങനത്തെ സിംറ്റംസ് പലപ്പോഴും കിട്ടത്തില്ല. സോ 95 ലെസർ അസസറി സിംറ്റംസ്. ദെൻ 96 ഹൈപ്പോകോൺട്രിയാക്സ്. ഹൈപ്പോകോൺട്രിയാക്സ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഈ ഒരുപാട് സെൻസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ്, ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അവരെന്ത് ചെയ്യും? അവരുടെ സിംറ്റംസിനെ കുറച്ചും കൂടെ എക്സാഗ്രേറ്റഡ് എക്സ്പ്രഷൻസിൽ പറയും. കൂടുതൽ ഫിസിഷ്യന്റെ ഒരു അറ്റൻഷൻ കൂടുതലായിട്ട് കിട്ടാനൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. സോ ദീസ് ആർ ദ പേഴ്സൺസ് who explains their symptoms in two vivid colors, that is exaggerated എക്സ്പ്രഷനോട് കൂടി പറയും. ദെൻ ഫുട് നോട്ടിൽ
ഹാനിമാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവരിങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നെങ്കിലും ഉണ്ടല്ലോ, ഒരു പ്യൂർ ഫാബ്രിക്കേഷൻ ഇവരിൽ കാണത്തില്ല. അതായത് ഇവർ ഉള്ള സിംറ്റംസിനെ കുറിച്ച് കൂട്ടി പറയും, പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറയില്ല. അവർക്കൊരു ഡിസീസ് ഉണ്ടെന്ന് അവരൊരിക്കലും കള്ളം പറയുന്നില്ല. പിന്നെ ഇവരുടെ ഈ എക്സാഗ്രേറ്റഡ് എക്സ്പ്രഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഗെയിൻ ഹാനിമാൻ അവിടെയും സംതിങ് ക്വൈറ്റ് മെഡിക്കൽ അല്ല കേട്ടോ, മെഡിസിനലാണ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ ഇങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്യുന്നതാണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എഗെയിൻ നമ്മൾ ഒന്ന് പറഞ്ഞായിരുന്നു ഇവിടെ 91 ക്രോണിക് ഡിസീസസ്, പേഷ്യന്റ് വിത്ത് ക്രോണിക് ഡിസീസ് കമ്മിങ് ഫ്രം ദ ട്രീറ്റ്മെന്റ് ഓഫ് അതർ ഫിസിഷ്യൻ, അവിടെ കൊടുക്കാൻ പറഞ്ഞു. എഗെയിൻ 96 പറയുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ അഫോർസം 281 പറയുമ്പോൾ അവിടെയും വീണ്ടും ഇതുപോലെ പറയും. ദെൻ ഇനി ഹാനിമാൻ പറയണം, അപ്പൊ ഹൈപ്പോകോൺട്രിയക്സ് ഒരിക്കലും പ്യുവർലി ഫാബ്രിക്കേറ്റ് ചെയ്യാറില്ല, അവർ എക്സാഗ്രേറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇൻസൈൻ പേഴ്സൺസിന്റെയും ആൻഡ് ഫെയിനേഴ്സ് ഓഫ് ഡിസീസ്, അങ്ങനെ ഹാനിമാൻ റാസ്കലി ഫെയിനേഴ്സ് ഓഫ് ഡിസീസ് എന്നൊക്കെയാണ് വിളിച്ചേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ഇൻസൈൻ ആയിട്ടുള്ള ആൾക്കാരിലും ഫെയിനേഴ്സ് ആയിട്ടുള്ള ഡിസീസിലും ചിലപ്പോൾ എന്താണ് അവര് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റ് ചെയ്ത് പറഞ്ഞേക്കാം. സോ അപ്പം ഹൈപ്പോകോൺട്രിക്സും ഇൻസൈൻസ് അല്ലെങ്കിൽ ഫെയിനേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നതും 96 ഫുട് നോട്ടിലാണ്. ഓക്കെ, ആൻസർ Hypochondriacs. Hypochondriac. ഓക്കെ. ദെൻ 97 അപ്പൊ അടുത്ത, അപ്പൊ 95 ലെസർ അസസറി സിംറ്റംസ്, 96 ഹൈപ്പോകോൺട്രിയാക്സ്, 97 അടുത്ത, അതായത് ഹൈപ്പോകോൺട്രിയാക്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാർ. മറ്റൊരു എക്സാഗ്രേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഉള്ള സിംറ്റംസ് പോലും പറയത്തില്ല. അതിന്റെ കാരണം പാർട്ട്ലി ഫ്രം ഇൻടോളൻസ്, അവരുടെ ഒരു മടി കാരണമാകാം, അല്ലെങ്കിൽ പാർട്ട്ലി ഫ്രം ഫാൾസ് മോഡസ്റ്റി, അതായത് ഈ എന്താ പറയാ ഓവർ എളിമ എന്ന് പറയില്ലേ, അത് തന്നെ. അപ്പം ഫാൾസ് മോഡസ്റ്റി കാരണമാകാം, അല്ലെങ്കിൽ മൈൽഡ്നെസ് ഓഫ് ഡിസ്പോസിഷൻ ഓർ വീക്ക്നെസ് ഓഫ് മൈൻഡ്, അവർക്ക് അത്രയും പറയാൻ വയ്യ, ഒരു സ്ട്രെങ്ത് ഇല്ല പറയാനുള്ള, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവര് പറയാതിരിക്കുന്നു. അതിന് പകരം അവരെന്ത് ചെയ്യുന്നു, വാഗ് ടേംസിൽ അല്ലെങ്കിൽ ഒന്ന് ജനറൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അല്ലെങ്കിൽ എന്താ ഇവർ കരുതുന്നത് ഇതൊന്നും പറഞ്ഞിട്ടും വലിയ കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അവർ പറയുന്നില്ല. ഓക്കെ, അപ്പൊ 95, 96, 97 നമ്മൾ ക്രോണിക് കേസ് ടേക്കിങ്ങിന്റെ ഡിഫിക്കൽട്ടീസ് ആണ് പറഞ്ഞത്. 98 അപ്പൊ നമ്മൾ ക്വാളിറ്റീസ് ഓഫ് ഫിസിഷ്യൻ ഏതാ ഫോർസത്തിലാ പറഞ്ഞത്, ക്വാളിറ്റീസ് ഓഫ് ഫിസിഷ്യൻ ഇൻ കേസ് ടേക്കിംഗ് ഏതാ ഫോർസത്തിലാ പറഞ്ഞത്, 83. 83. ഓക്കെ, അപ്പം ക്വാളിറ്റീസ് പറയുമ്പോൾ 83 പ്ലസ് 98 ആണ്. 98 ക്രോണിക് കേസ് ടേക്കിങ്ങില് ആദ്യം പറഞ്ഞ 4 ക്വാളിറ്റീസ് കൂടാതെ ഒരു 5 ക്വാളിറ്റീസും കൂടെ ഫിസിഷ്യന് അഡീഷണൽ ആയിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. അത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈ സർക്കംസ്പെക്ഷൻ. സർക്കംസ്പെക്ഷൻ എന്ന് വെച്ചാൽ എന്താ, അത് നമ്മൾ മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യണം, അത് എന്താ പറയാ സൂക്ഷ്മ പരിശോധന നടത്തണം എന്ന് പറയില്ലേ. ഓക്കെ. ദെൻ ടാക്ട്. ടാക്ട് മീൻസ് എന്താണ്, ഈ തന്ത്രശാലി ആയിരിക്കണം എന്നാ ഫിസിഷ്യൻ. ഓക്കെ. ദെൻ നോളജ് ഓഫ് ഹ്യൂമൻ നേച്ചർ, കോഷൻ ഇൻ കണ്ടക്ടിങ് ദ ഇൻക്വയറി, പേഷ്യൻസ് ഇൻ ആൻ എമിനന്റ് ഡിഗ്രി. ഓക്കെ, അപ്പം 83 പറഞ്ഞ 4 ക്വാളിറ്റീസ് പ്ലസ് 98 പറയുന്നത് ക്രോണിക് കേസ് ടേക്കിങ്ങിൽ മാത്രം വേണ്ട അഡീഷണൽ ആയിട്ടുള്ള 5 ക്വാളിറ്റീസ്: സർക്കംസ്പെക്ഷൻ, ടാക്ട്, നോളജ് ഓഫ് ഹ്യൂമൻ നേച്ചർ, കോഷൻ ഇൻ കണ്ടക്ടിങ് ദ ഇൻക്വയറി, പേഷ്യൻസ് ഇൻ ആൻ എമിനന്റ് ഡിഗ്രി. Answer this one. Knowledge of human nature. ഓക്കെ, അപ്പൊ ക്രോണിക് ഡിസീസിൽ വേണ്ട ക്വാളിറ്റി ഏതാന്ന് എടുത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ബാക്കി 3 ഹാനിമാൻ കോമൺ ആയിട്ട് പറഞ്ഞത്, അതിനകത്ത് സി നോളജ് ഓഫ് ഹ്യൂമൻ നേച്ചർ ആണ് ക്രോണിക് ഡിസീസിന് മാത്രം വേണ്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അക്യൂട്ട് കേസ് ടേക്കിങ്ങിനെ പറ്റിയാണ് 99 to 102 പറയുന്നത്. 103 ആകുമ്പോൾ എപ്പിഡമിക് ആൻഡ് സ്പൊറാഡിക്കും, 104 പിന്നെ അങ്ങോട്ട് എന്താ റെക്കോർഡ് കീപ്പിംഗോ പറയുന്നത്. അപ്പൊ 99 പറയാണ് അക്യൂട്ട് കേസ് ടേക്കിംഗ് എന്താണ് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ സിംറ്റംസും പേഷ്യന്റിന്റെ ഫ്രഷ് മെമ്മറിയിൽ കാണും ആൻഡ് ഇറ്റ്സ് എന്താണ് നോവൽ ആണ്, സ്ട്രൈക്കിംഗ് ആണ്, ഫിസിഷ്യൻ അധികം ഒന്നും ചോദിക്കാനില്ല, മച്ച് ലെസ് ടു ഇൻക്വയർ ഇൻ ടു. ഓക്കെ, അപ്പം അക്യൂട്ട് കേസ് ടേക്കിംഗ് കുറച്ചും കൂടി ഈസി ആണെന്ന് 99 പറയുന്നു.
ദെൻ 100 വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പിഡമിക് ആൻഡ് സ്പൊറാഡിക് ഡിസീസസ് ആണ്. അപ്പം ഒരു എപ്പിഡമിക് അല്ലെങ്കിൽ ഒരു സ്പൊറാഡിക് ഡിസീസിന് നമ്മൾ കേസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ഇറ്റ് ആസ് എ ന്യൂ വൺ. അതായത് പ്രജുഡിസ്റ്റിക് ആവണ്ട, ഇതുപോലെ ഒരെണ്ണം മുന്നേ വന്നു അല്ലെങ്കിൽ ഇത് മറ്റേതുപോലെ അല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കൺസിഡർ ഇറ്റ് ആസ് സംതിങ് ന്യൂ ആൻഡ് അൺനോൺ. പിന്നെ എഗെയിൻ മറ്റേ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല പേരുകളും കൊടുത്ത് എപ്പിഡമിക്സിനെ, അതായത് ഫോൾസ്ലി പല പേരുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹാനിമാൻ പറയാണ് നമുക്കിങ്ങനെ സ്ഥിരമായി ഒരു ഫിക്സഡ് ആയിട്ട് പേര് കൊടുക്കാം എങ്ങനെയുള്ള എപ്പിഡമിക്സിനെ. അവരുടെ കണ്ടേജിയസ് പ്രിൻസിപ്പിൾ എപ്പോഴും സെയിം ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഫിക്സഡ് മയാസമുള്ള ഡിസീസസിനെ നമുക്ക് വേണം എന്ത് ചെയ്യാം, ഇതുപോലെ നെയിം ചെയ്യാം. ഓക്കെ, അതായത് ലൈക്ക് നമ്മൾ അവിടെ പറഞ്ഞല്ലേ സ്മാൾ പോക്സ്, മീസിൽസ് ഒക്കെ. ഓക്കെ, ദെൻ 101 അപ്പൊ ഇങ്ങനെ എപ്പിഡമിക്സ് അല്ലെങ്കിൽ സ്പൊറാഡിക്സ് കേസ് എടുക്കുമ്പോൾ ഒരു കേസിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് സിംറ്റംസ് കിട്ടത്തില്ല. വി നീഡ് ടു ഒബ്സർവ് സെവറൽ കേസസ് ക്ലോസ്ലി. ഓക്കെ, ക്ലോസ് ഒബ്സർവേഷൻ ഓഫ് സെവറൽ കേസസ് ഈസ് നീഡഡ്. ദെൻ 102 ജീനസ് എപ്പിഡമിക്കസ്. ഓക്കെ, അപ്പൊ ഈ ജീനസ് എപ്പിഡമിക്കസ് എന്നുള്ള ടേം ഹാനിമാൻ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? യെസ് ഓർ നോ? ഓക്കെ, ഹാനിമാൻ പറയുന്നില്ല കേട്ടോ. ഹാനിമാൻ ഈ അഫോർസത്തിൽ എവിടെയും പറയുന്നില്ല ജീനസ് എപ്പിഡമിക്കസ് ഒന്നും ഹാനിമാൻ പറയുന്നില്ല. പക്ഷെ ഹാനിമാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അതായത് ഓരോ ഡിസീസും ഓരോ കേസും നമ്മൾ അതൊരു എപ്പിഡമിക്കിന്റെ ഒക്കെ കേസിൽ നമ്മൾ കേസ് എടുക്കുമ്പം കുറേ കേസസ് നമ്മൾ എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് പറ്റും? ആ ഡിസീസിന്റെ ഒരു പിക്ചർ നമുക്ക് ക്ലിയർ ആൻഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ കൂടെ നമ്മുടെ ജനറൽ സിംറ്റംസ് നമുക്ക് ക്ലിയർ ആകും. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സ്പെഷ്യൽ സിംറ്റംസ് നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ ഒരു കംപ്ലീറ്റ് സ്കെച്ച് നമുക്ക് ആ ഡിസീസിനെ പറ്റി കിട്ടും. അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഓരോ സിംറ്റംസിനെയും കവർ ചെയ്ത് നമ്മൾ മെഡിസിൻ എടുക്കും അല്ലെങ്കിൽ പല പേഷ്യന്റിൽ നിന്നും നമുക്ക് ഒരു ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് കിട്ടിക്കഴിയുമ്പോൾ അതുപോലെ ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പല പേഷ്യന്റിൽ നിന്നും എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ഒരു ടോട്ടാലിറ്റി കിട്ടും. അതിന്റെ കൂടെ ഫുഡ് നോട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു ടോട്ടാലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോർ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോമിയോപ്പത്തിക് റെമഡി അവിടെ കണ്ടെത്തി കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും അഫോസത്തിൽ പറയുന്നുള്ളൂ. ജീനസ് എപ്പിഡമിക്കസ് എന്ന് പറയുന്നില്ല. പക്ഷെ ഇതുവഴി ഹാനിമാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ജീനസ് എപ്പിഡമിക്കസ് തന്നെയാണ്. ഓക്കെ, ഈ ജീനസ് എപ്പിഡമിക്കസിനെ പറ്റി പറഞ്ഞ് ക്ലിയർ ആയിട്ട് പറയുന്ന വേറൊരു ഫിലോസഫർ ആരാ? നമ്മൾ ആരുടെ ഫിലോസഫിയിലാ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? കെന്റ് പറയുന്നുണ്ട് കേട്ടോ. ദെൻ 103 ഇനി ക്രോണിക് മയസ്മാറ്റിക് ഡിസീസസിൽ എങ്ങനെ കേസ് എടുക്കണമെന്ന് പറയുകയാണ്. അപ്പം ഹാനിമാൻ പറഞ്ഞ ഒരു സെന്റൻസിനകത്ത് ശ്രദ്ധിച്ചോണം. ഇൻ ദ സെയിം മാനർ ദ മയസ്മാറ്റിക് ക്രോണിക് മാലഡീസ് എസ്പെഷ്യലി ദ സോറ മസ്റ്റ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് സിംറ്റംസ് ഇൻ എ മച്ച് മോർ മൈന്യൂട്ട് മാനർ ദാൻ ഹാസ് എവർ ബീൻ ഡൺ ബിഫോർ. അപ്പൊ നമ്മള് 95 ലെസർ അസസറി സിംറ്റംസ് പറഞ്ഞ ഫോഴ്സിൽ പറഞ്ഞായിരുന്നു. ഇൻ ക്രോണിക് കേസ് ടേക്കിംഗ് ദ മൈന്യൂട്ട് പെക്യുലാരിറ്റീസ് മസ്റ്റ് ബി അറ്റൻഡഡ്. ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള പെക്യുലാരിറ്റീസും ക്രോണിക് ഡിസീസിൽ നോക്കിയിരിക്കണം. അപ്പൊ സോറയുടെ കേസിൽ പറയുമ്പോൾ ഹാനിമാൻ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടാണ് പറയുന്നത്. മച്ച് മോർ മൈന്യൂട്ട് മാനർ ദാൻ ഹാസ് എവർ ബീൻ ഡൺ ബിഫോർ. ഇതുവരെ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പോലെ അത്രയും മൈന്യൂട്ട് ആയിട്ട് സോറയുടെ കാര്യത്തിൽ നമ്മൾ കേസ് എടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ അത് നേരത്തെ പറഞ്ഞ എപ്പിഡമിക് ഡിസീസസ് പറഞ്ഞ പോലെ തന്നെ വെരി മെനി സിംഗിൾ പേഷ്യൻസ്, ഒരുപാട് ആൾക്കാരിൽ നിന്നും സിംറ്റംസ് ചോദിച്ചാൽ മാത്രമേ നമുക്ക് സോറയുടെ ഒരു കംപ്ലീറ്റ് ആൻഡ് കളക്റ്റീവ് പിക്ചർ അവിടെ കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് റെമഡീസ് അഥവാ ആന്റിസോറിക്സിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ദെൻ ലാസ്റ്റ് അഫോറിസം ഓഫ് കേസ് ടേക്കിംഗ്, ദാറ്റ് ഈസ് 104. ഇറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡ് കീപ്പിംഗ്. അതായത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഫസ്റ്റ് സെന്റൻസ് ഇതാണ്: വെൻ ദ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് ഈസ് വൺസ് ആക്യുറേറ്റ്ലി സ്കെച്ച്ഡ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് ദ ടാസ്ക് ഈസ് കംപ്ലീഷ്ഡ്. ഓക്കെ, അതായത് നമ്മൾ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് കഴിഞ്ഞു. അതായത് കേസ് ടേക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക്, അത് കഴിഞ്ഞു. പിന്നെ അപ്പൊ എന്ത് ചെയ്യുക, ഫിസിഷ്യൻ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു തവണ മെഡിസിൻ കൊടുത്തു, നെക്സ്റ്റ് ടൈം പേഷ്യന്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ ലിസ്റ്റിൽ നിന്നും ഓരോ സിംറ്റംസും എടുത്ത് ചോദിക്കാം. അത് ഡിസപ്പിയർ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞോ കൂടിയോ എന്നുള്ളത് നോക്കാം. അതുപോലെ ഇനി ബാക്കിയുള്ള സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ന്യൂ സിംറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇതിന്റെ ഫുട് നോട്ടില് ഈ അലോപ്പത്സ് ഒരിക്കലും എന്താണ് സിംറ്റംസ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാറില്ല. അവരെപ്പോഴും ഒരു ഹറീഡ് പ്രിസ്ക്രിപ്ഷൻസ് ആണ്. അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ഹാനിമാൻ. ഓക്കെ, അപ്പം 104 ഡീൽസ് വിത്ത് റെക്കോർഡ് കീപ്പിംഗ്. സോ അപ്പൊ നമ്മൾ കേസ് ടേക്കിംഗ് കഴിയാണ് ഇതോടുകൂടി. ഇതിന്റെ ആൻസർ എന്താണ്? പാർഷ്യലി. ശരി. ഓക്കെ, ഏതാ ഫോർത്തിലാ പറഞ്ഞത്? ഏതാ ഫോർത്തിലെ ഫുട് നോട്ടിലാ പറഞ്ഞത്? 82. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഡ്രഗ് പ്രൂവിങ്. അപ്പം 105 to 145. അപ്പം 105 സെക്കൻഡ് പോയിന്റ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. അതായത് ആദ്യം നമ്മൾ തുടങ്ങിയ സമയത്ത് 71 3 points ആർ നീഡഡ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ക്യൂർ എന്ന് പറഞ്ഞായിരുന്നു. ഫസ്റ്റ് വൺ നോളജ് ഓഫ് ഡിസീസ് ആണ്. അപ്പൊ നോളജ് ഓഫ് ഡിസീസ് നമുക്ക് എവിടെ നിന്ന് കിട്ടി? ഫ്രം കേസ് ടേക്കിംഗ്. അപ്പൊ ആ പാർട്ട് കഴിഞ്ഞു. Then we are moving to the second point, that is regarding the knowledge of medicine. അത് നമുക്ക് എങ്ങനെയാ കിട്ടുക? By drug proving. Okay, drug proving. Okay, അപ്പം 105 പറയുന്നത് drug provingന്റെ definition ആണ്. That is acquiring a knowledge of the instruments intended for the cure of the natural diseases. അപ്പൊ എന്താണ് instruments intended for the cure of natural diseases means what? മെഡിസിൻസ്. ഓക്കെ, അപ്പം സിംപ്ലി പറഞ്ഞ അക്വയറിംഗ് നോളജ് ഓഫ് മെഡിസിൻസ്, അതാണ് എന്ത്? ഡ്രഗ് പ്രോവിംഗ്. ദെൻ ഇനി 105 പറയാണ്. 105 അല്ല 106. നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ, നന്നായി ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറെ മെഡിസിൻസ് വേണമില്ലേ? സോ പതോജനറ്റിക് എഫക്ട് ഓഫ് ദ സെവറൽ മെഡിസിൻസ് മസ്റ്റ് ബി നോൺ. അപ്പൊ ഒരുപാട് മെഡിസിനെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് 106. ഇനി 107 പറയുന്നത് എന്താണ്? സിക്കിൽ പ്രൂവ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് സിക്കിൽ ചെയ്തുകൂടാ? കാരണം സിക്ക് എന്ന് പറയുമ്പോൾ ഓൾറെഡി ആയിരിക്കും കുറെ ഡിസീസ് സിംറ്റം കാണും. അപ്പൊ അതിന്റെ പുറത്ത് നമ്മൾ മെഡിസിനോട് പ്രൂവ് ചെയ്ത സിംറ്റംസ് മിക്സപ്പ് ചെയ്ത് വരും. വി കനോട്ട് സീ നത്തിങ് പ്രിസൈസ്. നമുക്ക് അവിടെ ഒന്നും തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ദെൻ 108 പറയാണ്. സോ എന്ത് ചെയ്യണം? നമ്മൾ ആരിൽ പ്രൂവ് ചെയ്യണം? ഹെൽത്തിയിൽ പ്രൂവ് ചെയ്യണം. ദർ ഇസ് നോ ഷുവർ, നോ മോർ നാച്ചുറൽ വേ ടു പ്രൂവ് മെഡിസിൻ. അതായത് വേറൊരു മെത്തേഡും അത്രയും ക്ലിയർ ആയിട്ടില്ല. എന്ത് ചെയ്യണം? മെഡിസിൻസ് ഹെൽത്തിയിൽ തന്നെ പ്രൂവ് ചെയ്ത് നോക്കണം. പക്ഷെ പ്രൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഡോസ് ശ്രദ്ധിക്കുക. മോഡറേറ്റ് ഡോസ് എന്ന് ഹാനിമാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ മെഡിസിൻസ് ആർ പ്രൂവ്ഡ് ഇൻ മോഡറേറ്റ് ഡോസസ് ഇൻ ഹെൽത്തി പേഴ്സൺസ്. അപ്പൊ 108 ഫുട് നോട്ടിലാണ് ആൽബ്രറ്റ് വോൺ ഹാലറിനെ പറ്റി പറയുന്നത്. അപ്പൊ ഈ ഹാലറിനെ പറ്റി എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ഹാനിമാൻ? ഹാലറിനെ അവിടെ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് ആൻഡ് ഇമ്മോർട്ടൽ ആൽബ്രറ്റ് വോൺ ഹാലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഹി അലോൺ ഡിസൈഡ്സ് മൈസെൽഫ് സോ ദ നെസസിറ്റി ഓഫ് ഡിസീസ്. അതായത് ഹെൽത്തിയിൽ ഡ്രഗ് പ്രൂവ് ചെയ്യണമെന്ന് ഹാനിമാൻ അല്ലാതെ കൂടെ മനസ്സിലാക്കിയ ഒരാൾ ആരാണ്? ഹാലർ ആണ്. ആൻഡ് എഗെയിൻ ഈ കാര്യം തന്നെ 118 ഫുട് നോട്ടിലും പറയുന്നുണ്ട്. അപ്പൊ ഹാലറിന്റെ കാര്യം 108 ഫുട് നോട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട്സ് ആൻസർ? Albrecht von Haller. Okay, then try this one. Option D. Okay. അതിനകത്ത് ഹാലറിനെ നമുക്കറിയാം ഡ്രഗ് പ്രൂവിങ് ഹിപ്പോക്രേറ്റ്സ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞതാ ലോ ഓഫ് സിമിലിയ അല്ലെങ്കിൽ സിമിലിയ. ഹാനിമാന് മുന്നേ ഹിപ്പോക്രേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സിമിലിയ സിമിലിബസ് ഹിപ്പോക്രേറ്റ്സ്. ദെൻ മൗപ്പർട്ടിയസിന്റെ ലോ ആണ് ലോ ഓഫ് ലീസ്റ്റ് ആക്ഷൻ. അത് നമുക്ക് അവിടെ ഇങ്ങോട്ട് എച്ച് റോബർട്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ പറയാം. Then this Bruiser, bloodletting, Albert von human drug proving, Galen contrary. okay. Then 109. അപ്പം ഹ്യൂമൻ ഡ്രഗ് പ്രൂവിങ് പറഞ്ഞു. അപ്പം ഹാനിമാൻ പറയണം ഐ വാസ് ദ ഫസ്റ്റ് ദാറ്റ് ഓപ്പൺഡ് അപ്പ് ദിസ് പാത്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹാനിമാൻ എന്തിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഐ വാസ് ദ ഫസ്റ്റ് ദാറ്റ് ഓപ്പൺഡ് അപ്പ്. ഞാനാണ് ഈ പാത തുറന്നത്, ആദ്യമായി ഞാനാണ് എന്ന് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത് എന്തിനെ പറ്റിയാ? ഹെൽത്തിയിൽ ഡ്രഗ് പ്രൂവിങ് ചെയ്യുന്നതിനെ പറ്റിയാണ്.
സോ അതിന് 2 ഫുട് നോട്ട് ഉണ്ട്. ഇതിനകത്ത് ഒരു ഫുട് നോട്ട് നമ്മൾ മറ്റേ ആന്റിപതി അല്ലെ ഹോമിയോപ്പതി ഒക്കെ പറഞ്ഞ സമയത്ത് 50s അവിടെയൊക്കെയുള്ള ഫോഴ്സത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡ്രോ മോർ ദാൻ വൺ സ്ട്രേറ്റ് ലൈൻ ബിറ്റ്വീൻ 2 ഗിവൺ പോയിന്റ്സ്. അതായത് ക്യൂർ വരുത്താൻ ഹോമിയോപ്പതിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് എന്തുപോലെയാണ് 2 പോയിന്റ്സിനിടയ്ക്ക് ഒറ്റ ലൈൻ മാത്രമേ ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ക്യൂർ ഈസ് ഓൺലി പോസിബിൾ ബൈ ഹോമിയോപ്പതി. അത് എഗെയിൻ ഒന്നുകൂടെ ഹാനിമാൻ എവിടെ പറയുന്നുണ്ട്? 109 പറയുന്നുണ്ട്. Then the second footnote is very important. Okay. The first fruits of this labor is recorded in. അതായത് നമ്മൾ പറഞ്ഞതാണ് ഡ്രഗ് പ്രൂവിംഗ് എന്ന ഡോക്ട്രിൻ ആദ്യമായി ഹാനിമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? ഫ്രാഗ്മെന്റയിലാണ്. അതായത് പ്രൂവിങ്ങിന്റെ ആദ്യത്തെ റിസൾട്ട് ഹാനിമാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫ്രാഗ്മെന്റയിലാണ്. ദെൻ മോർ മെച്യൂർ ഫ്രൂട്ട്സ് ഈ റെനെ ആസനെ മിറ്റലർ ഇത് ഏതാണ് വർക്ക്? ജർമ്മൻ നെയിം ആണ്. നമ്മൾ പറയുമ്പോൾ അതിന് ഇംഗ്ലീഷ് നെയിം ഏതാണ്? മെച്ചിനമെഡിക്ക പ്യൂറയാണ് കേട്ടോ. മെച്ചിനമെഡിക്ക പ്യൂറയാണ്. ആൻഡ് സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് പാർട്സ് ഓഫ് ദിസ് ഡൈക്രോണിഷ്യൻ ക്രാങ്ക്ഹൈറ്റൻ എന്ന് പറയുന്നില്ലേ, അത് ക്രോണിക് ഡിസീസും ആണ് കേട്ടോ. സോ അപ്പോഴും പ്രൂവിങ് ആദ്യമായി ഹാനിമാൻ പബ്ലിഷ് ചെയ്തത് ഫ്രാഗ്മെന്റയിലും അതുകൊണ്ടാണ് ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെയുള്ള പ്രൂവിങ്സ് അതാണ് മോർ മെച്യൂർ ഫ്രൂട്ട്സ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് മെച്ചിനമെഡിക്ക പ്യൂറയിലും ക്രോണിക് ഡിസീസിലുമാണ്. സോ പ്രൂവിങ്ങിന്റെ റിസൾട്ട്സ് ഹാനിമാൻ പബ്ലിഷ് ചെയ്ത വർക്ക്സ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന 109 ഫുട് നോട്ടിലാണ്. ദെൻ 110 പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെപ്പോഴും ഹാനിമാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഡ്രഗ് പ്രൂവിങ്ങിന്റെ ഹിസ്റ്ററി പറയുന്ന സമയത്ത് നമുക്ക് മെച്ചിനമെഡിക്കയുടെ സോഴ്സസ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ കുറെ സോഴ്സസ് പഠിച്ചിട്ടില്ലേ? ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ ഉണ്ട്, എംപിരിക്കൽ സോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ അതുപോലെ പോയിസണിങ് ഹിസ്റ്ററീസ് എന്നൊക്കെയുണ്ട്, ടോക്സിക്കോളജിക്കൽ സോഴ്സസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സോഴ്സസിനെ പറ്റി എല്ലാം പറയുന്ന ഹാനിമാന്റെ അഫോറിസം ആണ് 110 എന്ന് പറയുന്നത്. അത് ഹാനിമാൻ പറയുന്നുണ്ട് ഈ ചില ഓതേഴ്സ് ചില ഡ്രഗ്സിന്റെ പോയിസണിങ് എന്ന് പറഞ്ഞാൽ വെൻ ടേക്കൺ ഇൻ ടു ദ സ്റ്റൊമക്ക് ഓഫ് ഹെൽത്തി പേഴ്സൺസ് ഇൻ ലാർജ് ഡോസസ് ഗിവൺ ബൈ മിസ്റ്റേക്ക്. അതായത് ചിലപ്പം ചില പോയിസൺസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ആക്സിഡന്റൽ പോയിസണിങ് നടത്താം, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഡെത്ത് എന്നെങ്കിൽ ഒന്നെങ്കിൽ ഹോമിസൈഡിനോ സൂയിസൈഡിനോ അല്ലെങ്കിൽ ആക്സിഡന്റലിയോ ചില മെഡിസിൻസ് അല്ലെങ്കിൽ ചില ഡ്രഗുകൾ ഉള്ളിൽ പോയപ്പം ഉണ്ടായിട്ടുള്ള സിംറ്റംസിനെ പറ്റി പ്രീവിയസ് ഓതേഴ്സ് പറഞ്ഞതും ഹാനിമാൻ സ്വന്തമായി അല്ലെങ്കിൽ മറ്റുള്ളവരിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയപ്പം കിട്ടിയേക്കുന്ന സിംറ്റംസും എന്താണ്? ഏകദേശം സിമിലർ ആണ്. ഓക്കെ, ഇനി ബാക്കി പറയാണ്. അപ്പൊ ഈ ഓതേഴ്സ് കുറെ ഓൾഡ് സ്കൂളിലെ ഫിസിഷ്യൻസ് അല്ലെങ്കിൽ കുറെ ആൾക്കാര് ഈ ഹിസ്റ്ററീസ് ഓഫ് പോയിസണിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹാനിമാൻ പറഞ്ഞത് അവരിങ്ങനെ ചെയ്തതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ചീഫ്ലി ഒന്നാമത്തെ കാര്യം മറ്റുള്ളവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാം എന്നുള്ളത് കൊണ്ട്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്കിൽ ഒന്ന് എക്സോൾട്ട് ചെയ്ത് കാണിക്കാൻ. അതായത് ഇങ്ങനെയുള്ള എന്തെങ്കിലും കേസുകളിൽ പോയിസണിങ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു കേസുകളിലൊക്കെ പേഷ്യന്റ് വന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഓക്കെ ഇത്രയും പ്രശ്നമുള്ള ഒരു കേസിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തിയെടുത്തു എന്ന് പറഞ്ഞ് അവരുടെ സ്കില്ലിനെ ഒന്ന് എക്സോൾട്ട് ചെയ്ത് കാണിക്കാൻ. അതുപോലെ തന്നെ പിന്നെ ഒരു ജസ്റ്റിഫിക്കേഷന് വേണ്ടി, അതായത് ഇൻ കേസ് ഏതെങ്കിലും പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഇടയിൽ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത്രയും പോയിസണസ് ആയിട്ടുള്ള കാര്യമായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് എന്താണ് എസ്കേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്? ഈ ഹിസ്റ്ററീസ് ഓഫ് പോയിസണിങ് ഇങ്ങനെ പറഞ്ഞിരുന്നത്. ആൻഡ് ദീസ് സബ്സ്റ്റൻസസ് ദെൻ ദേ ടേംഡ് പോയിസൺസ്. അതായത് അവരുടെ ട്രീറ്റ്മെന്റിൽ നിന്നും ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ സബ്സ്റ്റൻസിനെ അവർ എന്തെന്ന് വിളിക്കും? പോയിസൺസ് എന്ന് വിളിക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഹാനിമാൻ പറയാണ് നമ്മൾ പല മിക്സ്ചറും കൊടുക്കുന്ന സമയത്ത് ദ പ്യുവർ പെക്യുലിയർ പവേഴ്സ് ആർ ലേൺഡ് നൈദർ ബൈ, അതായത് ഒരിക്കലും ഒരു മെഡിസിനെ പറ്റി പഠിക്കുമ്പോൾ അത് പഠിക്കേണ്ടത് വെറുതെ സ്പെക്യുലേഷൻസിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് സ്മെല്ലോ ടേസ്റ്റോ അതിന്റെ അപ്പിയറൻസോ അല്ലെങ്കിൽ കെമിക്കൽ അനാലിസിസോ ഒന്നും നോക്കിയിട്ടാവരുത്. പകരം എങ്ങനെ ആയിരിക്കണം? അതുപോലെ തന്നെ പറയാണ്, സോറി കേട്ടോ, ഒരു കാര്യം കൂടെ, മിക്സ്ചർ പ്രിസ്ക്രിപ്ഷനിൽ എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് കൊടുത്തിട്ടും ആവരുത്. അപ്പൊ ഈ രീതിയിലൊന്നും ആവരുത് ഡ്രഗിനെ പറ്റി പഠിക്കേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഡ്രഗിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ സ്മെല്ല് ടേസ്റ്റും ഒക്കെ നോക്കിയിട്ട് മാത്രം മെഡിസിൻ കൊടുക്കുന്ന ഒരു രീതിയാണ് എന്ത്? ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചർ. അപ്പൊ ഈ ഒരു വേർഡൊന്നും ഹാനിമാൻ ഇവിടെ പറയുന്നില്ല. പക്ഷേ ഡോക്ട്രിൻ ഓഫ് സിഗ്നേച്ചറെ ഹാനിമാൻ പറഞ്ഞിരിക്കുന്ന അഫോഴ്സ് ഏതാന്ന് ചോദിച്ചാൽ 110 ആണ്. ദെൻ അപ്പൊ ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഹാനിമാൻ പറയാണ് പക്ഷെ ഈ ഹിസ്റ്ററീസ് പറഞ്ഞ ഒരാൾ പോലും എന്താണ് ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഒരു ദിവസം ട്രൂ മെറ്റീരിയ മെഡിക്കയുടെ ഫസ്റ്റ് റുഡിമെന്റ്സ് ആയി മാറുമെന്ന്. വൺ ഡേ ഫർണിഷ് ദ ഫസ്റ്റ് റുഡിമെന്റ്സ് ഓഫ് ട്രൂ പ്യുവർ മെറ്റീരിയ മെഡിക്ക. അപ്പം ഫസ്റ്റ് റുഡിമെന്റ്സ് ഓഫ് മെറ്റീരിയ മെഡിക്ക 110 പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ അന്നത്തെ മെറ്റീരിയൽ മെഡിക്കൊക്കെ എന്തായിരുന്നു? ഇറ്റ്സ് ഫുൾ ഓഫ് ഫാൾസ് കൺജക്ചേഴ്സ് ആൻഡ് ഫിക്ഷൻസ് ഓഫ് ഇമാജിനേഷൻ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് 110 പറഞ്ഞിരിക്കുന്നത്. സോഴ്സസ് ഓഫ് മെറ്റീരിയൽ മെഡിക്ക പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് റൂഡിമെന്റ്സ് ഓഫ് മെറ്റീരിയൽ മെഡിക്ക എവിടെയാണെന്ന് ചോദിച്ചാൽ, ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാം 110 ആണ്. ദെൻ കമ്മിങ് ടു 111. അപ്പൊ ഹാനിമാൻ പറയാണ് മെഡിസിനൽ സബ്സ്റ്റൻസ് എപ്പോഴും ആക്ട് ചെയ്യുന്ന എന്തിനാണ്? ഹ്യൂമൻ ഹെൽത്തി ബോഡിയിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സിംറ്റംസിനെ ബേസ് ചെയ്താണ്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ഫിക്സഡ് എറ്റേണൽ ലോസ് ഓഫ് നേച്ചർ. അതായത് ഡിസീസ് പ്രൊഡ്യൂസിങ് കേപ്പബിലിറ്റി ആണ് എന്ത്? മെഡിസിന്റെ ഡിസീസ് ക്യൂറിങ് പ്രോപ്പർട്ടി. ദെൻ 112 പറയാണ് മെഡിസിൻസ് എക്സസീവ് ലാർജർ ഡോസസിൽ പോയി കഴിഞ്ഞാല് അതിന്റെ പ്രശ്നങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ആക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വരുന്നത് എപ്പോഴായിരിക്കും? അതിന്റെ ടുവേർഡ്സ് ടെർമിനേഷനിലോട്ടായിരിക്കും. നോട്ട് അറ്റ് ദ കമൻസ്മെന്റ് ബട്ട് ടുവേർഡ്സ് എ ടെർമിനേഷൻ. അപ്പൊ ഈ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിംറ്റംസ് അവിടെ വരും. ദാറ്റ് ഈസ് ദ വെരി റിവേഴ്സ് ഓഫ് ദ പ്രൈമറി ആക്ഷൻ. ഓക്കെ, അപ്പം കൂടെ പറയാണ് എപ്പോഴും അപ്പം സെക്കൻഡറി ആക്ഷൻ വരുന്നത് എവിടെയാണ്? എക്സസീവ്ലി ലാർജർ ഡോസ് ചെല്ലുമ്പോഴാണ്. ഒരിക്കലും ഒരു മോഡറേറ്റ് ഡോസസിൽ ഈ സെക്കൻഡറി ആക്ഷൻ വരത്തില്ല. ദാറ്റ് ഈസ് സെൽഡം ഓർ ഹാർഡ്ലി വിത്ത് മോഡറേറ്റ് ഡോസസ്. സ്മാൾ ഡോസിലാണെങ്കിലോ ഒരിക്കലും വരത്തില്ല, നൺ വാട്ട് എവർ. ഓക്കെ, അപ്പൊ എക്സസീവ്ലി ലാർജർ ഡോസ് ചെല്ലുമ്പോൾ സെക്കൻഡറി ആക്ഷൻ വരാം. മോഡറേറ്റ് ഡോസസിലാണെങ്കിൽ സെൽഡം ഓർ ഹാർഡ്, വെരി റെയർ ആണ്. സ്മാളർ ഡോസസിൽ ഒരിക്കലും വരില്ല. ദെൻ 113. അപ്പൊ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എ നാർക്കോട്ടിക് മെഡിസിൻ. നാർക്കോട്ടിക് മെഡിസിന്റെ പ്രത്യേകത നമ്മൾ മോഡറേറ്റ് ഡോസിൽ കൊടുത്താലും സെക്കൻഡറി ആക്ഷൻ വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാർക്കോട്ടിക് മെഡിസിനിൽ പ്രൈമറി ആക്ഷനിൽ തന്നെ നമ്മുടെ സെൻസിബിലിറ്റി അല്ലെങ്കിൽ സെൻസേഷൻസ് ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ സെക്കൻഡറി ആക്ഷനിൽ വരും. അപ്പൊ എന്ത് ചെയ്യും? എപ്പോഴും ഒരു എക്സസീവ് ആയിട്ടുള്ള സെൻസിബിലിറ്റി ആയിട്ടായിരിക്കും റിയാക്ഷൻ വരുന്നത്. സോ നാർക്കോട്ടിക് മെഡിസിൻസിൽ സെക്കൻഡറി ആക്ഷൻ വരും. 114 പറയാണ് വിത്ത് ദിസ് എക്സെപ്ഷൻ, അതായത് ഈ നാർക്കോട്ടിക് മെഡിസിന്റെ ഒരു എക്സെപ്ഷൻ അല്ലെങ്കിൽ അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കേസിലും മെഡിസിൻസ് മോഡറേറ്റ് ഡോസസിൽ പ്രൂവ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രൈമറി ആക്ഷൻ മാത്രമേ വരത്തുള്ളൂ, ഒരിക്കലും സെക്കൻഡറി വരത്തില്ല. അതിന്റെ ആൻസർ അതിൽ തന്നെയുണ്ട്. ഇൻ കേസ് ഓഫ് പ്രൂവിങ് നാർക്കോട്ടിക്സ് സിംറ്റംസ് ഒബ്സർവ് ഡ്യൂറിങ് ഏത് ആക്ഷൻ ആയിരിക്കും? സെക്കൻഡറി ആക്ഷൻ ആയിരിക്കും നമ്മൾ പലപ്പോഴും കാണുന്നത്. 115 ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ. അപ്പൊ എമംഗ് ദീസ് സിംറ്റംസ്, അപ്പൊ നമ്മൾ മെഡിസിൻസ് പ്രൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ട സിംറ്റംസിന് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് സിംറ്റംസ് വരും. പക്ഷെ എന്നാൽ ഇത് ഈ പെട്ടെന്ന് ഫോളോ ചെയ്ത് വരുന്ന ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിംറ്റംസ് പലപ്പോഴും ശരിക്കുള്ള സെക്കൻഡറി ആക്ഷൻ ആവണം എന്നില്ല. അതാണ് ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ. ദേ ആർ ദ ഓൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ് ഓഫ് വേരിയസ് പാരോക്സിസംസ് ഓഫ് ദ പ്രൈമറി ആക്ഷൻ. അപ്പൊ 115 ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ. ഓക്കെ, ഇതൊന്ന് ആൻസർ ചെയ്തേ. B. ബി. ഓക്കെ, കറക്റ്റ്. നമുക്ക് കോസ് ഓഫ് Option കേഷനാലിസ് B. എവിടെയായിരുന്നു പറഞ്ഞേ? Seventh. ഓക്കെ, 7th. ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ ആകുമ്പോ 150. 150. ഹോമിയോപ്പത്തിക് ലോ ഓഫ് നേച്ചർ 150. 26. 26. ഹയസ്റ്റ് ഐഡിയൽ ഓഫ് ക്യൂർ Second of Option 2. സെക്കൻഡ് ഓഫ് ഓൾ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഓപ്ഷൻ ഏതാണ്? ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ഇത് ജസ്റ്റ് വായിച്ചു നോക്കിയോ. 2 സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ ഓഫ് ദ മെഡിസിൻ ഈസ് എ ഓൾട്ടർനേറ്റിംഗ് സ്റ്റേറ്റ് ഓഫ് വേരിയസ് പാരോക്സിസംസ് ഓഫ് ദ പ്രൈമറി ആക്ഷൻ. നമ്മളിപ്പം ഡെഫിനിഷൻ പറഞ്ഞതാണ്. Then second one is homeopathic cure takes place during the alternating action of the medicine. എന്താണ് ആദ്യ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? ഒരിക്കലും ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ ഹോമിയോപ്പതി ക്യൂർ നടക്കത്തില്ല. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. ദെൻ സ്റ്റേറ്റ്മെന്റ്സ് അടുത്ത 116 ആണ്. അപ്പൊ ഹാനിമാൻ സിംറ്റംസിനെ ഗ്രേഡിങ് എന്നുള്ള വേർഡ് അതിലില്ല കേട്ടോ. പക്ഷെ ഗ്രേഡിങ് ചെയ്തിരിക്കുന്ന അഫോറിസമാണ് 116. അതായത് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഹാനിമാൻ പറയുന്നുണ്ട് എല്ലാ സിംറ്റംസും കൂടി എല്ലാവരും വരില്ല. ചില സിംറ്റംസ് ഒരുപാട് പേരിൽ വരും.
കുറച്ച് സിംറ്റംസ് ഫ്യൂ പേഴ്സൺസ് കാണിക്കും, പിന്നെ ബാക്കിയുള്ള കുറച്ച് സിംറ്റംസ് വെരി ഫ്യൂ, വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരിലെ വരത്തുള്ളൂ. സോ ഇതാണ് കെന്റിന്റെ നമ്മൾ പറയുമല്ലോ ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് സിംറ്റംസ് എന്നും പറയുമല്ലോ. അപ്പൊ സെയിം കാര്യം തന്നെ, പക്ഷെ അവിടെ ഗ്രേഡിങ് ഇങ്ങനെ 1, 2, 3 എന്നൊന്നും ഹാനിമാൻ പറയുന്നില്ലെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് സിംറ്റംസ് എല്ലാവർക്കും വരും, അതേഴ്സ് ഇൻ ഫ്യൂ പേഴ്സൺസ് ആൻഡ് സം ഇൻ വെരി ഫ്യൂ. സോ ഗ്രേഡിങ് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത് 116-ലാണ്. 117-ലോട്ട് പോകുമ്പോൾ നമ്മൾ ഇഡിയോസിൻക്രസീസ് ആണ് പറയുന്നത്. സോ ഇഡിയോസിൻക്രസിയുടെ കാര്യം പറയുമ്പോൾ ഇറ്റ് ഈസ് എ പെക്യുലിയർ കോർപ്പോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇഡിയോസിൻക്രറ്റിക് ആയിട്ടുള്ള ആള് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അയാൾ ഹെൽത്തി ആണ്. സോ ഓൾട്ടോ അതർവൈസ് ഹെൽത്തി. പക്ഷെ ഇതെന്താണ്, ജസ്റ്റ് ഒരു ഡിസ്പോസിഷൻ ആണ്. അതായത് certain things which is brought into a more or less morbid state by certain things which seems to produce no impression and no change in many others. അതായത് ഒരുപാട് പേർക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത ചില കാര്യങ്ങൾ കാരണം ഈ പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളവർക്ക് എന്ത് പറ്റും, എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ അവരൊരു കണ്ടീഷനിലോ അവർക്കൊരു എന്താ പറയാ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് എന്ത് ഇഡിയോസിൻക്രസി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ പെക്യുലിയർ കോർപ്പോറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ബട്ട് ആൾട്ടോ അതർവൈസ് ഹെൽത്തി, ഈ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ അവരല്ലാതെ ഹെൽത്തിയും ആണ്. ദെൻ ഇനി പറയുന്നുണ്ട് ഹാനിമാൻ ഇങ്ങനെ ഒരു ഇഡിയോസിൻക്രസി കാണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, 2 കാര്യങ്ങൾ വേണം. ഫസ്റ്റ് വൺ, അവിടെ ആ കാരണമാകുന്ന മെഡിസിൻ അല്ല അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിന് ഈ ഒരു ഇഡിയോസിൻക്രറ്റിക് പ്രോപ്പർട്ടി വേണം, അല്ലെങ്കിൽ ഇത് ഇൻഹറന്റ് പവർ ഓഫ് ദ ഇൻഫ്ലുവൻസിങ് സബ്സ്റ്റൻസ്, ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് വൺ, ഈ പേഴ്സണ് അത് ചെല്ലുമ്പം ഇങ്ങനൊരു സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സിന് ഈ സബ്സ്റ്റൻസ് കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി. സോ 2 തിങ്സ് അവിടെ വേണം, ഇൻഹറന്റ് പവർ ഓഫ് ദ ഇൻഫ്ലുവൻസിങ് സബ്സ്റ്റൻസും കേപ്പബിലിറ്റി ഓഫ് ദ വൈറ്റൽ ഫോഴ്സ് ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്. ഓക്കെ, ഇനിയിപ്പോ ഇഡിയോസിൻക്രസി വളരെ റെയർ ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കാറുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഇഡിയോസിൻക്രോട്ടിക് ആൾക്കാരിൽ പ്രൂവ് ചെയ്യപ്പെടുമ്പം കിട്ടുന്ന സിംറ്റംസ്, ആ സിംറ്റംസുമായിട്ട് ഇപ്പോൾ ഒരു ഡിസീസ് കണ്ടീഷനിൽ ആര് വന്നാലും നമുക്ക് ആ മെഡിസിൻസ് യൂസ് ചെയ്യാം. മനസ്സിലായോ? വെച്ചാൽ ചില മെഡിസിൻസ് ഇഡിയോസിൻക്രറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ ചില സിംറ്റംസ് ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ ആ സിംറ്റംസുമായിട്ട് നമുക്കൊരു OP-യിൽ അല്ലെങ്കിൽ നമ്മുടെ ഇടയ്ക്ക് ഏത് പേഷ്യന്റ് വന്നാലും നമുക്ക് ആ മെഡിസിൻ കൊടുക്കാം. അയാള് ഇഡിയോസിൻക്രറ്റിക് ആണോ അല്ലയോ എന്നൊന്നും നോക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. ഓക്കെ, ദെൻ ഇനി ഇഡിയോസിൻക്രസിയുടെ എക്സാമ്പിൾസ് ആണ് പിന്നെ ഫുട് നോട്ടിലോട്ട് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ പറയുന്നത് ഈ റോസിന്റെ സ്മെല്ലിന്ന് ഫെയിന്റ് ചെയ്യുന്നത്, അതൊരു ഇഡിയോസിൻക്രസിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ മ്യൂസൽസ്, ക്രാബ്സ് ഓർ ബാർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയത്തില്ലേ ഷെൽഫിഷിന്റെ ഒക്കെ എടുത്തിട്ട് വരുന്ന അർട്ടിക്കേറിയാസ് ഒക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ എന്താണ് ഒരു ഇഡിയോസിൻക്രസിയാണ്. അതൊരു ടച്ചിങ് ദ ലീവ്സ് ഓഫ്, അതായത് ഈ റെസ്റ്റോക്സ് പോലത്തെ ഒരു സുമക്ക് അതിന്റെ ലീഫ് ടച്ച് ചെയ്യുമ്പം വരുന്ന കണ്ടീഷൻസ്, അതും ഇഡിയോസിൻക്രസിയുടെ എക്സാമ്പിൾ ആണ്. പിന്നെ വേറൊരു ഇത് പറയുന്നുണ്ട്, ഈ പ്രിൻസസ് മരിയ പോർഫോറിക്ന, അതായത് അവരുടെ ബ്രദർ എംപറർ അലക്സിയസിന് ഒരു ഇഡിയോസിൻക്രസി ഉണ്ടായിരുന്നു, ഫെയിന്റിങ് സീൻ, അതായത് അയാള് ഫെയിന്റ് ചെയ്യും. അപ്പം എപ്പോഴും റോസ് വാട്ടറിൽ നിന്ന് ഇതുപോലെ സിങ്കോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായത് ഇവര് റോസ് വാട്ടർ വെച്ച് സ്പ്രിങ്കിൾ ചെയ്ത സമയത്ത് അയാളെ എന്ത് ചെയ്യാൻ പറ്റി, ഫെയിന്റിങ്ങിൽ നിന്ന് റീസ്റ്റോർ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഹോസ്റ്റിയസ് സിങ്കോപ്പിൽ റോസ് വിനീഗർ എഫക്റ്റീവ് ആണെന്നും പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് 117 എക്സാമ്പിൾസ് ആണ് ഫുട് നോട്ടിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ എന്താ ആൻസർ? ഇഡിയോസിൻക്രസി. Then 118 പറയുന്ന എവരി മെഡിസിൻ എക്സിബിറ്റ്സ് പെക്യുലിയർ ആക്ഷൻ, അതൊരു ഇൻഡിവിജ്വലൈസേഷൻ ആണ്. ഓരോ മെഡിസിനും അതിൻ്റെതായ പെക്യുലിയർ ആക്ഷൻ ഉണ്ട് എന്ന് പറയാണ്. ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് വിച്ച് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ് എക്സാക്ട്ലി ഇൻ ദ സെയിം മാനർ ബൈ എനി അതർ മെഡിസിനൽ സബ്സ്റ്റൻസ് ഓഫ് എ ഡിഫറെന്റ് കൈൻഡ്. അത് ഒരു മെഡിസിൻ പെക്യുലർ മാനറിൽ ആക്ട് ചെയ്യുന്നു, ആ ഒരു ആക്ഷൻ വേറൊരു മെഡിസിന് തരാനും പറ്റില്ല. ഓക്കെ, അപ്പം 118 എഗെയിൻ ഹാലറിന്റെ കാര്യം പറയുന്നുണ്ട്. This fact was also perceived by the estimable Albert von Haller. അപ്പൊ ഈ ഒരു കാര്യവും ഹാലർ പെർസീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നേ ഏതാ ഫോഴ്സത്തിന്റെ ഫുട് നോട്ടിലാ പറഞ്ഞത് ഹാലറിനെ? 108. അപ്പൊ ഹാലർ പെർസീവ് ചെയ്ത ഫസ്റ്റ് കാര്യം ഏതായിരുന്നു? ഹ്യൂമൻ ഷുഡ് ബി ഡൺ ഇൻ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഓരോ മെഡിസിനും അതിൻ്റെതായ പെക്യുലിയർ ആക്ഷൻ ഉണ്ടെന്നും ഹാലർ പെർസീവ് ചെയ്തു എന്ന് പറയുകയാണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു 119 ഒന്നുകൂടെ ക്ലിയർ ആക്കി ഹാനിമാൻ പറയാണ്, ഈച്ച് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ഓൾട്ടറേഷൻസിന് അവിടെ പെക്യുലിയർ എന്ന് മാത്രം പറഞ്ഞത്, ഇവിടെ പെക്യുലിയർ ഡിഫറെന്റ് യെറ്റ് ഡിറ്റർമിനേറ്റ് മാനർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
സോ ആസ് ടു പ്രിക്ലൂഡ് ദ പോസിബിലിറ്റി ഓഫ് കൺഫൗണ്ടിങ് വിത്ത് വൺ അനദർ. അപ്പൊ ഇങ്ങനെ പെക്യൂലിയർ ആക്ഷൻ ഓരോ മെഡിസിനും ഉണ്ടായതുകൊണ്ട് തന്നെ അത് അവിടെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അതായത് നമുക്ക് ചില സിംറ്റംസ് കേൾക്കുമ്പോൾ തോന്നുമല്ലോ അതാണോ ഇത് മെഡിസിൻ ആണോ ഈ മെഡിസിൻ ആണോ, പക്ഷെ അങ്ങനെ ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. കാരണം ഓരോ മെഡിസിനും അതിൻ്റെതായ പെക്യൂലിയർ ആക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഫുട് നോട്ടിലാണ് ഹാനിമാൻ സറോഗേറ്റ്സ് പറയുന്നത്. അപ്പൊ ഓർത്തോണം, സറോഗേറ്റ് എന്നൊരു വേർഡ് അഫോഴ്സത്തിൽ പറയുന്നില്ല, ഫുട് നോട്ടിലാണ് പറയുന്നത്. അപ്പം 119 പറയാണ് മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും ഈക്വലന്റ് റെമഡീസ് ഇല്ല. അതായത് നോ സറോഗേറ്റ്സ് ഓർ നോ ഈക്വലന്റ് റെമഡീസ്. അതായത് ഒരു മെഡിസിന് പകരം നമുക്ക് വേറൊരു മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല എന്ന ഹാനിമാൻ പറയുന്നത്. ഓക്കെ, സോ സറോഗേറ്റ്സ് ഇൻ അഫോറിസം 119 ഫുട് നോട്ട് ആണ്. ദെൻ 119 ഫുട് നോട്ടില് പിന്നെ ഹാനിമാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾഡ് സ്കൂൾ അല്ലെങ്കിൽ അലോപ്പത്സ് മെഡിസിൻസിന്, അതായത് അൺനോൺ സബ്സ്റ്റൻസസ് ഉപയോഗിച്ച് അവർ അൺനോൺ മെഡിസിൻസ് ഉപയോഗിച്ച് അവർ ഡിസീസസിനെ ട്രീറ്റ് ചെയ്യുന്നു. ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ടു ചാൻസ്. അവരൊരു ചാൻസ് എടുക്കുകയാണ്, മാറുവോ ഇല്ലയോ അല്ലെങ്കിൽ എന്ത് ആക്ഷൻ കിട്ടുമോ എന്ന് അങ്ങനെ അവർ ട്രൈ ചെയ്ത് നോക്കുവാണ്. അതിനെ ഹാനിമാൻ ക്രിട്ടിസൈസ് ചെയ്യാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ആസ് ഇഫ് എ മാഡ്മാൻ ഷുഡ് ഫോഴ്സ് ഹിസ് വേ ഇൻ ടു ദ വർക്ക്ഷോപ്പ് ഓഫ് ആൻ artisan, seize upon handfuls of very different tools, with the uses of all which he is quite unacquainted, in order as he imagines to work at the objects of art he saws around him. അതായത് ആർട്ടിസൻ മീൻസ് ഒരു ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ നടത്തുന്ന ആൾക്കാരില്ലേ, ഈ ഒരു കൗശലക്കാരെന്നൊക്കെ പറയില്ലേ. അപ്പൊ അവരുടെ വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ഒരു മാഡ് ആയിട്ടുള്ള ആള് കൈ കിട്ടിയ ടൂൾസ് എല്ലാം എടുത്തിട്ട് ഓരോ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അയാൾ ഇമാജിൻ ചെയ്യാണ്, അതായത് ഈ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾ ചെയ്യുന്നത് പോലെ ഇയാൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇമാജിനേഷനിൽ എന്തൊക്കെയോ കൈ കിട്ടിയ ടൂൾസ് എടുത്ത് ചെയ്യുന്നു. അപ്പൊ അതുപോലെയാണ് ഹാനോപ്പത്സ് കുറെ മെഡിസിൻസ് മിക്സ് ചെയ്ത് അവർ ഡിസീസസിൽ ട്രൈ ചെയ്ത് നോക്കുന്നതെന്ന് ഹാനിമാൻ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അവിടെ. ദെൻ 120 പറയാണ്, സോ ദെയർഫോർ മെഡിസിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽത്തി ബോഡിയിൽ തന്നെ ടെസ്റ്റ് ചെയ്യണം. കെയർഫുൾ പ്യുവർ എക്സ്പെരിമെന്റ്സ് ഓൺ ഹെൽത്തി ബോഡി. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ ഓരോന്നിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള നോളജ് നമുക്ക് കിട്ടുകയുള്ളൂ. അതിൽ നമുക്ക് മിസ്റ്റേക്ക് വരുത്താതിരിക്കുകയുള്ളൂ. ഫോർ ഇറ്റ്സ് കറക്റ്റ് സെലക്ഷൻ ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ എർത്ത് ബ്ലെസ്സിങ്സ്. അപ്പം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ എർത്ത് ബ്ലെസ്സിങ്സ് എന്ന് ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് ഓഫ് ബോഡി ആൻഡ് മൈൻഡിനെയാണ്. ഓക്കെ, അപ്പൊ മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഹെൽത്ത് ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ഇരിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മെഡിസിൻസ് മസ്റ്റ് ബി പ്രൂവ്ഡ് ഓൺ ഹെൽത്തി ബോഡി. ദെൻ 121 ഡോസ് ആൻഡ് ഡ്രഗ് പ്രൂവിംഗ് ആണ്. അതിനകത്ത് സ്ട്രോങ് ഹെറോയിക് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് വയലന്റ് ആക്ഷൻ ഉള്ള സബ്സ്റ്റൻസുകളെല്ലാം എപ്പോഴും സ്മാൾ ഡോസസിൽ പ്രൂവ് ചെയ്യുക. കുറച്ചുകൂടെ മൈൽഡ് ആയിട്ടുള്ളത് കുറെ കൂടെ ക്വാണ്ടിറ്റീസ്, മോർ കൺസിഡറബിൾ ക്വാണ്ടിറ്റീസിൽ കൊടുക്കുക. ആൻഡ് വെരി വീക്ക് ആയിട്ടുള്ളത് എന്തായിരിക്കണം, കൊടുക്കുമ്പം എങ്ങനെയുള്ള പേഴ്സൺസിൽ കൊടുക്കണം, ദോസ് ഹു ആർ ഫ്രീ ഫ്രം ഡിസീസ്, ഡെലിക്കേറ്റ്, ഇറിറ്റബിൾ ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കൊടുക്കുക. അപ്പൊ സ്ട്രോങ് മെഡിസിൻസ് സ്മോൾ ഡോസിൽ, dose of milder power in more considerable quantities, and very weakest ആയിട്ടുള്ള medicines must be proved in persons those who are free from disease, delicate, irritable and sensitive. Then 122 പറയുമ്പോൾ ഇങ്ങനെ മെഡിസിൻസ് നമ്മൾ പ്രൂവ് ചെയ്യാൻ എടുക്കുമ്പോൾ വി മസ്റ്റ് ബി എന്തായിരിക്കണം, ഈ മെഡിസിൻസ് നമുക്ക് പെർഫെക്റ്റ്ലി വെൽ നോൺ, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന മെഡിസിൻസ് ആയിരിക്കണം. അതിന്റെ പ്യൂരിറ്റി, ജെനുവിൻനെസ്, എനർജി ഇതെല്ലാം എന്താണ് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാൻ എടുക്കാൻ. ഓക്കെ, അപ്പം ജെനുവിനിറ്റി ഓഫ് മെഡിസിൻസ് must be assured എന്ന് പറയുന്നത് 122 ആണ്. Then 123 പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻ ആണ്. സോ മെഡിസിൻസ് എപ്പോഴും എന്തായിരിക്കണം, പെർഫെക്റ്റ്ലി സിമ്പിൾ അൺഅഡൾട്ടേഡ് ഫോമിലായിരിക്കണം. പിന്നെ നമ്മൾ ഇനി ഓരോ കാറ്റഗറി ഓഫ് മെഡിസിന്റെയും പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്. ഫസ്റ്റ് വൺ ഇൻഡിജീനിയസ് പ്ലാന്റ്സ്, അതായത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആവുന്ന പ്ലാന്റ്സിനെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. സോ അതിന്റെ ഫ്രഷ്ലി എക്സ്പ്രസ്ഡ് ജ്യൂസ് കുറച്ച് ആൽക്കഹോളുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ്ഡ് വിത്ത് ലിറ്റിൽ ആൽക്കഹോൾ. എപ്പോഴും ആൽക്കഹോൾ എന്തിനാ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രിവെന്റ് സ്പോയിലിംഗ്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഫ്രഷ്ലി എക്സ്പ്രസ്ഡ് ജ്യൂസ് ഫ്രം ഇൻഡിജീനിയസ് പ്ലാന്റ്സ്. ദെൻ എക്സോട്ടിക് ആയിട്ടുള്ള വെജിറ്റബിൾ സബ്സ്റ്റൻസ്. എക്സോട്ടിക് ആയിട്ടാകുമ്പോൾ നമുക്ക് അത് പൗഡർ ഫോമിലോ അല്ലെങ്കിൽ ടിഞ്ചർ ഫോമിലോ ഒക്കെ ആയിരിക്കും. അതായത് അവർ ഫ്രഷ് സ്റ്റേറ്റിലായിരുന്നപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ച ടിഞ്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൗഡർ ഫോമിലായിരിക്കാം. അപ്പൊ നമ്മളത് എടുക്കുന്നതിന് മുന്നേ അത് പ്രൂവ് ചെയ്യാൻ കഴിക്കേണ്ട എങ്ങനെ ആയിരിക്കണം, വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അത് എടുക്കാൻ.
ദെൻ തേർഡ് വൺ സോൾട്ട് ആൻഡ് ഗംസ്. സോൾട്ട് ആൻഡ് ഗംസും അതുപോലെ തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ദെൻ പ്ലാന്റ്സ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. ഡ്രൈ ആയിട്ട് വരുന്ന പ്ലാന്റ്സിനെ ആനിമാൻ പറയുന്നത് എങ്ങനെയാണ്, അതിനെ കട്ട് ചെയ്യണം. ഹെർബ്സിനെ ഒക്കെ കട്ട് ചെയ്ത് ബോയിലിംഗ് വാട്ടറിലിട്ട് അതിനൊരു ഇൻഫ്യൂഷൻ ആക്കി മാറിയതിന് ശേഷം അത് സ്റ്റിൽ വാം, അതായത് വാമായി ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അതിനെ സോളോ ചെയ്യണം, അതിനെ എടുക്കണം. കാരണം എന്ത് പറ്റും, അവിടെ ഇത് ആൽക്കഹോൾ ആഡ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഫെർമെന്റേഷനും ഡീകമ്പോസിഷനും നടക്കാം. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് എടുക്കാൻ പറയുന്നത്. അപ്പം ഇൻഡിജിനസ് പ്ലാന്റ്സിന്റെ കേസിൽ ഫ്രഷ്ലി എക്സ്പ്രസ്ഡ് ജ്യൂസ് മിക്സഡ് വിത്ത് എ ലിറ്റിൽ ആൽക്കഹോൾ. എക്സോട്ടിക് ആകുമ്പോൾ അത് പൗഡർ ഫോമിലോ ടിഞ്ചർ ഫോമിലോ ആയിരിക്കും. ദാറ്റ് ഷുഡ് ബി മിക്സ്ഡ് വിത്ത് വാട്ടർ ആൻഡ് സോൾട്ട് ആൻഡ് ഗംസ് ആൾസോ സിമിലർലി ഡിസോൾവ് ചെയ്തെടുക്കുക വാട്ടറിൽ. Then plants in dry state first made an infusion and it must be swallowed while it is still warm. Okay. Then 124. അപ്പൊ 124 പറയുന്നത് മെഡിസിൻസ് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി എംപ്ലോയിഡ് ക്വൈറ്റ് എലോൺ. അതായത് പെർഫെക്റ്റ്ലി പ്യുവർ ആയിരിക്കണം മെഡിസിൻസ്, വിത്തൗട്ട് ദ അഡ്മിക്സ്ചർ ഓഫ് എനി ഫോറിൻ സബ്സ്റ്റൻസ്, വിത്തൗട്ട് ടേക്കിംഗ് എനിത്തിങ് എൽസ് ഓഫ് എ മെഡിസിനൽ നേച്ചർ ദ സെയിം ഡേ ഓർ എറ്റ് ഓൺ ദ സബ്സിക്വന്റ് ഡേയ്സ്. മെഡിസിൻ ക്വൈറ്റ് എലോൺ ആയിരിക്കണം. വേറെ മെഡിസിനൽ ക്വാളിറ്റി ഉള്ള ഒരു കാര്യങ്ങളും അത് ആ ദിവസമോ അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ദിവസങ്ങളിലോ എടുക്കാൻ പാടില്ല. Then one, okay, ഇതൊന്ന് ആൻസർ ചെയ്തേ. എ കറക്റ്റ് ആണോ? ഓപ്ഷൻ എ. correct. എ കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് ഡ്രഗ് പ്രൂവിംഗ് ഇടയ്ക്ക് വരുന്ന എല്ലാ ചേഞ്ചസും എന്താണ് നമ്മൾ മെഡിസിന്റെ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാ പറയുന്നത്. അതും കറക്റ്റ് ആണ്. പക്ഷെ അതിന്റെ മറ്റതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ ഇത്? ലൈൻ്റെ കീ എന്ന് പറയുന്നത് ബോത്ത്, അത് ഇത് രണ്ട് ഓപ്ഷൻസും പക്ഷെ ഒരുപോലെ കിടക്കുമല്ലേ. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നായി പോയല്ലോ രണ്ടും. സോ ക്വസ്റ്റ്യൻ ശരിക്കും ഡിലീറ്റ് ആയി പോയായിരുന്നു. ഓക്കെ, എനിവേ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ദെൻ ഡയറ്റ് ഇൻ ഡ്രഗ് പ്രൂവിംഗ്. അപ്പൊ അടുത്ത 125 നമ്മൾ ഡയറ്റ്, അപ്പൊ അത് മറന്നു പോകരുത്. ഡ്രഗ് പ്രൂവിംഗിലെ ഡയറ്റ് പറയുന്ന അഫോറിസം എന്താണ്? 125 ആണ്. എന്താ എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? അപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ് പ്രൂവിംഗിൽ എവരി സബ്സ്റ്റൻസ് ഓരോന്നും ക്വൈറ്റ് എലോൺ പറയുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് തന്നെ പറയാൻ പറ്റൂ ഇതിനെ. ഇതിനകത്ത് ആദ്യത്തെ രണ്ട് ഓപ്ഷനും അങ്ങനെ തന്നെയല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആദ്യത്തെ. ഓക്കെ, നെക്സ്റ്റ് ഈസ് 125 ഡയറ്റ് ഇൻ ഡ്രഗ് പ്രൂവിംഗ്. അപ്പൊ ഈ ഗ്രീനിൽ കൊടുക്കുന്നത് നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്നുള്ളതാണ്, റെഡിൽ കൊടുത്തേക്കുന്നത് എന്തൊക്കെ എടുത്തുകൂടാ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഡയറ്റ് ഇൻ ഡ്രഗ് പ്രൂവിംഗ് പറയുമ്പോൾ ദ ഡയറ്റ് ഷുഡ് ബി ഫസ്റ്റ് ഓഫ് ആൾ എന്തായിരിക്കണം, പ്യുവർലി ന്യൂട്രീഷ്യസ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. ഓക്കെ, ദെൻ ഡ്രിങ്ക്സിന്റെ കേസ് പറയുമ്പോൾ ലിറ്റിൽ സ്റ്റിമുലേറ്റിംഗ് ആയിരിക്കണം, അതായത് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്കുകളൊന്നും പാടില്ല. ദെൻ അതിന്റെ ഒരു ഫുഡ് നോട്ട് പറയുന്നുണ്ട്. അപ്പം വെജിറ്റബിൾസ് ഒന്നും പൊതുവെ എടുക്കരുതെന്നാ പറയുന്നത്, പക്ഷെ ചില വെജിറ്റബിൾസ് എടുക്കാം. അത് ഏതൊക്കെയാണെന്നാ പറയുന്നത്? യങ് ഗ്രീൻ പീസ്, ഗ്രീൻ ഫ്രഞ്ച് ബീൻസ്, ക്യാരറ്റ്സ് ആൻഡ് 6th എഡിഷനിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് ബോയിൽഡ് പൊട്ടറ്റോസ് ആണ്. ഓക്കെ, അപ്പം ഡയറ്റ് ഷുഡ് ബി പ്യുവർലി ന്യൂട്രീഷ്യസ് ആൻഡ് സിമ്പിൾ ആൻഡ് ലിറ്റിൽ സ്റ്റിമുലേറ്റിംഗ് ഡ്രിങ്ക്സ്, യങ് ഗ്രീൻ പീസ്, ഗ്രീൻ ഫ്രഞ്ച് ബീൻസ്, ക്യാരറ്റ്സ് ആൻഡ് ബോയിൽഡ് പൊട്ടറ്റോസ് ആൻഡ് 6th എഡിഷൻ. അപ്പൊ ഇത്രത്തോളം ഓക്കെ, അലവബിൾ ആണ്. നെക്സ്റ്റ് ഇനി പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ദ ഡയറ്റ് ഷുഡ് ബി ഡെസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ്. സ്പൈസസ് പാടില്ല. ഗ്രീൻ വെജിറ്റബിൾസ്, റൂട്ട്സ്, സാലഡ്സ്, ഹെർബ് സൂപ്സ്. അപ്പൊ ഈ വെജിറ്റബിൾസ് ഇത്രയും പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതും എന്താണ്, ഈ വെജിറ്റബിൾസ് തന്നെ അതിന് തന്നെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ളതായിരിക്കും. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കണമെന്ന് പറയുന്നത്. ഫുഡ് നോട്ട് 2 ഏതൊക്കെ ഡ്രിങ്ക്സ് ആണ് ഒഴിവാക്കേണ്ടതെന്നാണ് പറയുന്നത്. അതായത് പ്യുവർ വൈൻ, ബ്രാൻഡി, കോഫി, ടീ, അതായത് സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള ഡ്രിങ്കുകളൊന്നും പാടില്ല. So 125 diet in drug proving. Then answer this.
R is correct. ഓക്കെ അതാണ് ആദ്യത്തത് പാടില്ല അല്ലെ. ഓൾ സോൾസ് ആൻഡ് മെഡിസിനൽ ഹെർബ്സ് ഷുഡ് ബി ടേക്കൺ റെഗുലർലി, അത് തെറ്റാണ്. സോ എസ് ഈസ് ഫോൾസ് ആൻഡ് ആർ ഈസ് ട്രൂ. ദെൻ 126. അപ്പൊ നമ്മള് കേസ് ടേക്കിംഗിൽ ക്വാളിറ്റീസ് പറഞ്ഞ എവിടെയായിരുന്നു ഫോർസംസ്? 83. 83യും 98. അഡീഷണൽ ക്വാളിറ്റീസ് 98. 98. ഓക്കെ 98. 98. ഓക്കെ കറക്റ്റ്. ഈ കേസിംഗ് അല്ല, ഡ്രഗ് പ്രൂവിംഗിൽ ക്വാളിറ്റീസ് പറയുന്ന ഫോർസം ഏതാണ്? 126 ആണ്. അപ്പൊ അത് കുറെ ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അതായത് ദ പ്രൂവർ ഷുഡ് അവോയ്ഡ് ഓൾ ഓവർ എക്സേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി, ഓൾ സോഴ്സ് ഓഫ് ഡിസിപ്പേഷൻ ആൻഡ് ഡിസ്റ്റർബിംഗ് പാഷൻസ്. ഓക്കെ, അതായത് എന്ത് ചെയ്യാം, ഓവർ എക്സേഷൻസ്, ഒരു തരത്തിലുള്ള ഓവർ എക്സേഷൻസ് ഒന്നും പാടില്ല. ദെൻ നോ അർജന്റ് ബിസിനസ് ടു ഡിസ്ട്രാക്ട് ഹിസ് അറ്റൻഷൻ, അയാളുടെ അറ്റൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രൂവിംഗ് തന്നെ വേണം. സോ നോ അർജന്റ് ബിസിനസ് ടു ഡിസ്ട്രാക്ട് ഹിം. ദെൻ ഡിവോട്ട് ഹിംസെൽഫ് ടു കെയർഫുൾ സെൽഫ് ഒബ്സർവേഷൻ. Then he must be in a good state of health and he should have sufficient amount of intelligence. എന്തിനു വേണ്ടിയിട്ട്? to express and describe his sensations. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം. 6th എഡിഷൻ വന്നപ്പം ഒരു കാര്യവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, പ്രീ എമിനന്റ്ലി ട്രസ്റ്റ് വർത്തി ആൻഡ് കൺഷ്യന്റിയസ് ആയിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം 5th എഡിഷനിൽ 5 ക്വാളിറ്റീസും 6th എഡിഷനിൽ പ്രീ എമിനന്റ്ലി ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞൊരു ക്വാളിറ്റീസും ചേർത്ത് അപ്പം 126ലാണ് ക്വാളിറ്റീസ് ഓഫ് പ്രൂവർ പറഞ്ഞിരിക്കുന്നത്. ദെൻ 127 പറയുന്നത് ഇങ്ങനെ മെഡിസിൻസ് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ബോത്ത് മെയിൽസിലും ഫീമെയിൽസിലും ചെയ്തിരിക്കണം. ദെൻ 128, അതായത് 121 നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഡ്രഗ് പ്രൂവിങ് ചെയ്യേണ്ട ഡോസസ് എന്തൊക്കെ പറഞ്ഞു? സ്ട്രോങ് ഹീറോയിക് മെഡിസിൻസ് ആണെങ്കിൽ സ്മോൾ ഡോസ് ചെയ്യാം, കുറച്ചുകൂടെ മൈൽഡർ ആണെങ്കിൽ കൺസിഡറബിൾ ക്വാണ്ടിറ്റീസിൽ കൊടുക്കാം, വെരി വീക്ക് ആണെങ്കിൽ എങ്ങനെ പറഞ്ഞു നമ്മൾ വളരെ ഇറിറ്റബിൾ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. സോ അതിന്റെ കുറച്ചും കൂടെ പോയിന്റ്സ് ആഡ് ചെയ്യുവാണ്. ഇനി ഡോസിനെ പറ്റി പറയുമ്പോൾ പ്രൂവിങ്ങിൽ എങ്ങനെയാ മെഡിസിൻ കൊടുക്കേണ്ടത്? എം ടി സ്റ്റൊമക്കിലായിരിക്കണം, 30th പൊട്ടൻസി ആയിരിക്കണം, അതിന്റെ 4 to 6 സ്മോൾ ഗ്ലോബ്യൂൾസ് ഒരു ലിറ്റിൽ വാട്ടറിൽ മോയിസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം കൊടുക്കേണ്ടത്. ആൻഡ് ഒരു ദിവസമല്ല, ലെറ്റ് ഹിം കണ്ടിന്യൂ ദിസ് ഫോർ സെവറൽ ഡേയ്സ്, അതായത് സിംറ്റംസ് വന്ന് തുടങ്ങുന്നിടം വരെ ഇതിനെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പം എം ടി സ്റ്റൊമക്കില് 4 to 6 വെരി സ്മാൾ ഗ്ലോബ്യൂൾസ് ഓഫ് 30th പൊട്ടൻസി മോയിസ്റ്റഡ് വിത്ത് ലിറ്റിൽ വാട്ടർ ആൻഡ് ലെറ്റ് ഹിം കണ്ടിന്യൂ ഫോർ സെവറൽ ഡേയ്സ്. അപ്പം ഡോസ് പറഞ്ഞിരിക്കുന്ന 121 പ്ലസ് 128 ആണ്. ദെൻ 129 പറയണം. അപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസം ഗ്ലോബ്യൂൾസ് അതായത് മെഡിസിൻ കൊടുത്തു പക്ഷെ കിട്ടുന്ന എഫക്ട്സ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നാളത്തേക്കും കൂടെ കുറെ കൂടെ ഗ്ലോബ്യൂൾസ് ഡെയിലി പ്രൂവറിനോട് എടുക്കാൻ പറയാം. എന്നിട്ട് നല്ലൊരു അളവിൽ സിംറ്റംസ് വരുന്നിടം വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അനിമാൻ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസബിൾ ടു കമൻസ് വിത്ത് എ സ്മോൾ ഡോസ് ആൻഡ് വേറെവർ സ്യൂട്ടബിൾ ആൻഡ് റിക്വസ്റ്റ് ടു ഇൻക്രീസ് എ ഡോസ് മോർ ആൻഡ് മോർ ഫ്രം ഡേ ടു ഡേ. ഓക്കെ, അപ്പം സ്മോൾ ഡോസിൽ സ്റ്റാർട്ട് ചെയ്യുക, പിന്നീട് ഡോസ് കൂട്ടി പോവുക. ദെൻ 130. ഇനിയിപ്പോ ഫസ്റ്റ് ഡോസ് നമ്മൾ അറിയാതെ കുറച്ച് സ്ട്രോങ് ആയി പോയി എങ്കിൽ അവിടെ വരുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയായിരിക്കും? അതായത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് കുറെ സിംറ്റംസ് ഇങ്ങനെ വന്ന് പോകും. അപ്പൊ നമുക്കൊരു ഓർഡർ ഓഫ് സക്സഷൻ അവിടെ മനസ്സിലാക്കാൻ പറ്റും, ഏതൊക്കെ പീരീഡിൽ സിംറ്റംസ് വരുന്നു. അതായത് ജീനിയസ് ഓഫ് മെഡിസിൻ, അതായത് ഒരു ജീനിയസ് എന്ന് പറയത്തില്ല, ആ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ ഫസ്റ്റ് ഡോസ് കുറച്ച് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എല്ലാം പ്രൈമറി ആക്ഷൻസ് വരും, ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻസും എല്ലാം വരും. അപ്പൊ എന്തൊക്കെ ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻസ് ആ മെഡിസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അത് മനസ്സിലാക്കണമെങ്കിൽ എന്താ, ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സിനെ കമ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡ്യൂറേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഡോസ് സഫിഷ്യന്റ്ലി സ്ട്രോങ് ആയാൽ ഉള്ള അഡ്വാൻറ്റേജ് അത്രയേ ഉള്ളൂ, ജീനിയസ് ഓഫ് മെഡിസിൻ മനസ്സിലാക്കാനും ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻസിന്റെയും പ്രൈമറി ആക്ഷൻസിന്റെയും ഓർഡർ മനസ്സിലാക്കാനും അത് ഹെൽപ്പ് ചെയ്യും. ദെൻ 131 പറയാണ്, ഈ സെയിം മെഡിസിൻ തന്നെ എന്ത് ചെയ്യണം, ഒരു പ്രൂവർ കുറെ സക്സസീവ് ഡേയ്സിൽ ഇൻക്രീസിംഗ് ഡോസസിൽ എടുത്തുകൊണ്ടേയിരിക്കണം. സെയിം മെഡിസിൻ മസ്റ്റ് ബി ടേക്കൺ ബൈ ദ സെയിം പേഴ്സൺ ഫോർ സെവറൽ സക്സസീവ് ഡേയ്സ് ഇൻ എവർ ഇൻക്രീസിംഗ് ഡോസസ് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ചില സിംറ്റംസിലൊക്കെ ഡൗട്ട് തോന്നും, അല്ലെങ്കിൽ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിംറ്റംസ് വരുമ്പോൾ അതിന് ദേ ഷുഡ് ബി എൻക്ലോസ്ഡ് ഇൻ ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ പിന്നെ അടുത്ത എക്സ്പെരിമെന്റ്സ് പിന്നെയും നടത്തി അത് സെക്കൻഡറി ആക്ഷൻ ആണോ ഓൾട്ടർനേറ്റിംഗ് ആക്ഷൻ ആണോ എന്നുള്ളതൊന്ന് ക്ലിയർ ആക്കണം. ദെൻ 132 പറയുമ്പം
ഇനി ചില മെഡിസിൻസ് നമുക്കറിയാം, എസ്പെഷ്യലി വീക്ക് ആയിട്ടുള്ള മെഡിസിനൽ സബ്സ്റ്റൻസ് ആകുമ്പോൾ സെവറൽ സക്സസീവ് ഡേയ്സിൽ ഇൻക്രീസിങ് ദ ഡോസ് എവരി ഡേ, കുറേ ദിവസം കൊടുത്തെങ്കിൽ മാത്രമേ ഈ വീക്ക് ആയിട്ടുള്ള മെഡിസിനൽ സബ്സ്റ്റൻസിന്റെ സിംറ്റംസ് നമുക്ക് കിട്ടുകയുള്ളൂ. ദെൻ 133 മൊഡാലിറ്റീസിന്റെ ഇമ്പോർട്ടൻസ് ആ പറയുന്നത്. പക്ഷെ അവിടെയും മൊഡാലിറ്റീസ് ആനിമാൻ പറയുന്നില്ല. അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിംറ്റവും പ്രൂവർ നോട്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് പെക്യുലിയർ ആൻഡ് വാട്ട് ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് സിംറ്റം വിൽ ബിക്കം അപ്പാരന്റ്. അതായത് ഓരോ സിംറ്റവും പറയുമ്പോൾ അത് ഏത് സമയത്ത് കൂടുന്നു, അത് എപ്പോഴാണ് വരുന്നത്, മോർണിംഗ് ആണോ ഡേ ആണോ, അല്ലെങ്കിൽ അവർ എന്തൊക്കെ ചെയ്യുമ്പോൾ കൂടുന്നുണ്ട് കുറയുന്നുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ് ആനിമൽ ഉദ്ദേശിക്കുന്ന മൊഡാലിറ്റീസ് നോട്ട് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. 134 പറയാണ്, പ്രൂവ് ചെയ്യുമ്പോൾ എല്ലാ സിംറ്റംസും കൂടി ഒരു പേഴ്സണിൽ എല്ലാ സമയവും വരില്ല, അതുപോലെ എല്ലാരിലും എല്ലാ സമയവും വരില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റിൽ തന്നെ വരണം എന്നില്ല. ഓക്കെ. ദെൻ 135 അതുപോലെ തന്നെ പറയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു മെയിലും ഫീമെയിലും ചെയ്യണമെന്ന്. അപ്പൊ എഗെയിൻ പറയുന്നു, ന്യൂമറസ് ഒബ്സർവേഷൻസ് ഓൺ പേഴ്സൺസ് ഓഫ് ബോത്ത് സെക്സസ് ആൻഡ് ഓഫ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷനിലും, ബോത്ത് സെക്സിലും എല്ലാ കോൺസ്റ്റിറ്റ്യൂഷനിലും ചെയ്ത് നോക്കണം. പിന്നെ തറൗലി പ്രൂവ്ഡ് മെഡിസിൻ എന്താന്ന് 135 പറയുന്നുണ്ട്. തറൗലി പ്രൂവ്ഡ് മീൻസ് നമ്മൾ കുറെ എക്സ്പെരിമെന്റ്സ് നടത്തി ഒരു മെഡിസിന്റെ കംപ്ലീറ്റ് സിംറ്റംസ് നോട്ട് ചെയ്ത് വെച്ചു. പിന്നീട് അത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ നത്തിങ് ഓഫ് എ നോവൽ ക്യാരക്ടർ, അതായത് പുതിയതായിട്ട് അല്ലെങ്കിൽ പുതിയ സിംറ്റംസ് ഒന്നും ആഡപ്പ് ചെയ്യാൻ വേണ്ടി പുതിയ സിംറ്റംസ് ഒന്നും അവിടെ കിട്ടരുത്. ഇപ്പൊ എന്തെല്ലാം സിംറ്റംസ് ആണോ നമ്മൾ നോട്ട് ചെയ്ത് ആ സിംറ്റംസ് മാത്രമേ വരാവുള്ളൂ. അപ്പൊ നമുക്ക് ആ മെഡിസിൻ എന്തെന്ന് പറയാം, തറൗലി പ്രൂവ്ഡ് മെഡിസിൻ എന്ന് വിളിക്കാം. ദെൻ 136 പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പല മെഡിസിൻ എല്ലാം ഒരു മെഡിസിൻ അതിന്റെ എല്ലാ സിംറ്റംസും കൂടി അല്ലെങ്കിൽ എല്ലാ ഓൾട്ടറേഷൻസും കൂടി ഒരാളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അത് അവർ ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ്, അതായത് ഡിഫറെന്റ് കോർപ്പോറിയൽ ആൻഡ് മെന്റൽ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആൾക്കാരിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ 137 ഇനി 137 കമ്പാരിസൺ ആണ്, മോഡറേറ്റ് ഡോസിന്റെയും ലാർജ് ഡോസിന്റെയും കമ്പാരിസൺ ആണ്. അത് മോഡറേറ്റ് ഡോസിൽ കൊടുക്കുമ്പോൾ നമുക്കറിയാം, മോഡറേറ്റ് ഡോസിൽ നിന്ന് ഒന്നാമത് റിസൾട്ട് കിട്ടണമെങ്കിൽ അത് എപ്പോഴും കൊടുക്കുന്ന ആൾക്കാർ വളരെ ഡെലിക്കേറ്റ് ആയിരിക്കണം, അതുപോലെ ലവർ ഓഫ് ട്രൂത്ത് എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ എന്തായാലും മോഡറേറ്റ് ഡോസിൽ കൊടുക്കുമ്പം അവിടെ നമുക്ക് കിട്ടുന്നത് പ്രൈമറി എഫക്ട്സ് അല്ലെങ്കിൽ പ്രൈമറി സിംറ്റംസ് നമുക്ക് കിട്ടും, വിത്തൗട്ട് ദ അഡ്മിക്സ്ചർ ഓഫ് എനി സെക്കൻഡറി എഫക്ട്സ്. അതായത് പ്രൈമറി സിംറ്റംസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ, സെക്കൻഡറി വരത്തില്ല. പക്ഷെ എക്സസീവ് ലാർജ് ഡോസിൽ കൊടുക്കുമ്പോൾ അവിടെ സെക്കൻഡറിയും വരും പ്രൈമറിയും വരും. അപ്പൊ ഒരു മിക്സ്ഡ് ആയിട്ട് വരും, ഒരു ഹറി കൺഫ്യൂഷനിൽ പെട്ടെന്ന് വന്നു നമുക്ക് ക്ലിയർ ആവില്ല. സോ മോഡറേറ്റ് ഡോസിൽ എപ്പോഴും പ്രൈമറി ആക്ഷനും സെക്കൻഡറിയിൽ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറിയും കാണും. ദെൻ 138 അപ്പൊ ഇതാണ് നേരത്തെ ആ ക്വസ്റ്റ്യനിൽ കണ്ട നമ്മള് സ്റ്റേറ്റ്മെന്റ്. ഓൾ സഫറിങ്സ് ആക്സിഡൻസ് ആൻഡ് ചേഞ്ചസ് ഓഫ് ഹെൽത്ത്, അതായത് ഡ്രഗ് പ്രൂവിംഗ് നടക്കുന്ന സമയത്ത് വരുന്ന ആ പ്രൂവറിനെ കാണിക്കുന്ന എല്ലാ ചേഞ്ചസും എല്ലാ സിംറ്റംസും സോൺലി ഡിറൈവ്ഡ് ഫ്രം മെഡിസിനെ നമ്മൾ കരുതണം. മെഡിസിൻ്റെ കൊണ്ട് ആണ് വരുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ചിലപ്പോൾ അയാൾക്ക് ഈ സിംറ്റം മുന്നേ വന്നിട്ടുണ്ടാവും, പക്ഷെ ഇപ്പൊ അത് റീഅപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഡിസിന് അത് ആ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആൾക്കാരിൽ എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റുന്നത് കൊണ്ടാവും. സോ അത് മെഡിസിന്റെ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം ഡ്രഗ് പ്രൂവിങ്ങിന്റെ സമയത്ത് ഒരു പ്രൂവറിൽ എന്ത് സിംറ്റംസ് വന്നാലും അത് നമ്മൾ മെഡിസിന്റെ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ദെൻ 131 ഡേ ബുക്ക് ആണ്. അപ്പൊ ഡേ ബുക്ക് എന്നും ഹാനിമാൻ പറയുന്നില്ല. അപ്പൊ ഹാനിമാൻ പറയുന്നത് പ്രൂവർ എന്ത് ചെയ്യണം, അയാളുടെ സെൻസേഷൻസും സഫറിങ്സ് എന്തെല്ലാം ചേഞ്ചസ് അയാൾക്ക് സംഭവിക്കുന്നോ മെഡിസിൻ എടുത്തിട്ട് അത് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യുമ്പോൾ അത് ഏത് സമയത്ത് വരുന്നു, അത് എത്ര നാൾ നിന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഫിസിഷ്യൻ എന്ത് ചെയ്യണം, അയാളുടെ പ്രസൻസിൽ തന്നെ ഉടനെ തന്നെ മാക്സിമം ഉടനെ തന്നെ എന്ത് ചെയ്യണം, ഈ റിപ്പോർട്ട് ചെക്ക് ചെയ്യണം. അതായത് എല്ലാ കാര്യങ്ങളും അയാളുടെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരു ടൈമിൽ തന്നെ അയാളോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് ബാക്കി പ്രിസൈസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് പറയുന്നത് 139. സോ ഡേ ബുക്ക് ഹാനിമാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിട്ടില്ല ശരിക്കും, പക്ഷെ ഹാനിമാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് 139ലാണ്. ദെൻ 140 എന്ന് പറഞ്ഞാൽ ഇഫ് ദ പേഴ്സൺ കനോട്ട് റൈറ്റ്, അതായത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പ്രൂവർ ആണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ഫിസിഷ്യനെ ഡെയിലി ആയിക്കൊണ്ടാവുന്ന ചേഞ്ചസ് ഇൻഫോം ചെയ്യുക. ആൻഡ് ഫിസിഷ്യൻ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ദ വോളണ്ടറി നറേഷൻ ഓഫ് ദ പേഴ്സൺ. കൺജക്ചർ ആയിട്ടുള്ളത്, അതായത് ഇമാജിൻ ചെയ്തോ അല്ലെങ്കിൽ ഊഹിച്ചോ ഒന്നും തന്നെ കാര്യങ്ങൾ എഴുതരുത്. അതുപോലെ തന്നെ ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ആൻസേഴ്സ് അവിടെ നോട്ട് ചെയ്യാനും പാടില്ല. സോ 140 ഇല്ലിറ്ററേറ്റ് പ്രൂവർ ആൻഡ് 141 ദ ബെസ്റ്റ് പ്രൂവർ. ബെസ്റ്റ് പ്രൂവർ ആരാണ്, ഫിസിഷ്യൻ എന്ന് മാത്രം പറയരുത്, ഹെൽത്തി അൺപ്രജുഡൈസ്ഡ് ആൻഡ് സെൻസിറ്റീവ് ഫിസിഷ്യൻ. സോ
141 ഡീൽസ് വിത്ത് ബെസ്റ്റ് പ്രൂവർ. അപ്പൊ ഈ ഫിസിഷ്യൻ തന്നെ പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് 141ന്റെ ഫുട് നോട്ടിൽ പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞാൽ ദ മോർബിഡ് സ്റ്റേറ്റ് ഹി ഹാസ് ഹിംസെൽഫ് എക്സ്പീരിയൻസ്ഡ് ഫ്രം ദം ബിക്കംസ് ഫോർ ഹിം ആൻ ഇൻകൺട്രോവേർട്ടബിൾ ഫാക്ടർ. അതായത് അയാൾക്ക് കുറച്ചും കൂടെ എന്താണ്, അപ്പൊ ഇത് വേറൊരാൾ പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ഫാക്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഫിസിഷ്യൻ തന്നെ പ്രൂവ് ചെയ്യുമ്പോൾ അയാളുടെ മെഡിസിൻ എടുത്തിട്ടുള്ള സെൻസേഷൻസ്, മോഡ് ഓഫ് തിങ്കിങ്, ഡിസ്പൊസിഷൻ, അതൊക്കെ കുറച്ചും കൂടെ ഫിസിഷ്യനെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഫിസിഷ്യൻ കുറച്ചും കൂടെ ഗുഡ് ഒബ്സർവർ ആവാൻ പഠിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മളിൽ തന്നെ പ്രൂവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലെ. സോ അയാൾക്ക് ഒരു ന്യൂ ഇൻഡ്യൂസ്മെന്റ് അത് കൊടുക്കും. ദെൻ പിന്നെ ഇങ്ങനെ പല മെഡിസിൻസ് പ്രൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഹെൽത്ത് ബൂസ്റ്റപ്പ് ആവാൻ, അതായത് കുറച്ചും കൂടെ ഒരു റോബസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് മാറാനും ഫിസിഷ്യനെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് അഡ്വാൻറ്റേജസ്. സോ 141 ഡീൽസ് വിത്ത് ദ ബെസ്റ്റ് പ്രൂവർ ആൻഡ് അതിന്റെ ഫുട് നോട്ടിൽ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൂവിംഗ് ദ മെഡിസിനെ ഫിസിഷ്യന് പറയുന്നു. ദെൻ ഈ സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്ക്. ഫസ്റ്റ് വൺ കറക്റ്റ് ആണല്ലോ. സ്റ്റിമുലേറ്റിംഗ് ഡ്രഗ്സ് ഹെർബ്സ് ഷുഡ് ബി ഗിവൻ റെഗുലർലി എന്നാ പറഞ്ഞേക്കുന്നത്, ഷുഡ് നോട്ട് ബി ഗിവൺ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് റോങ്. ദെൻ 142 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മെഡിസിൻസ് കൊടുക്കുന്ന സമയത്ത് ദ സിമ്പിൾ മെഡിസിൻ എംപ്ലോയിഡ് ഫോർ എ ക്യൂറേറ്റീവ് സിംറ്റംസ്, അതായത് ഒറിജിനൽ ഇപ്പൊ ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരാളിന് നമ്മൾ ഇൻ കേസ് ഒരു മെഡിസിൻ പ്രൂവ് ആവുകയാണെങ്കിൽ അത് തമ്മിൽ തിരിച്ചറിയണമെങ്കിൽ ഹയർ ജഡ്ജ്മെന്റ് ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് ഒബ്സർവേഷന് മാത്രമേ ഡിസീസ് സിംറ്റംസിനെ അല്ലെങ്കിൽ അത് ഡ്രഗിന്റെ സിംറ്റംസിനെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുള്ളൂ. 143 ട്രൂ മെറ്റീരിയ മെഡിക്കയാണ്. അതിന്റെ ഡെഫിനിഷൻ പറയുന്നത് 143ലാണ്. ദാറ്റ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റിയൽ പ്യുവർ റിലയബിൾ മോഡ്സ് ഓഫ് ആക്ഷൻ ഓഫ് സിമ്പിൾ മെഡിസിനൽ സബ്സ്റ്റൻസസ്, എ വോളിയം ഓഫ് ബുക്ക് ഓഫ് നേച്ചർ wherein is recorded a considerable array of peculiar changes of the health and symptoms ascertained to belong to each of the powerful medicine. So upon true materia medica in aphorism 143. അപ്പൊ ഈ 143 ഹാനിമാൻ ഒരു ക്രിറ്റിസിസം പറയുന്നുണ്ട്. പെയ്ഡ് പ്രൂവിങ്സ്, അതായത് ഡിസ്റ്റന്റ് ആയിട്ട് ഉള്ള ഡിസ്റ്റന്റ് വെച്ചാൽ ദൂരെയുള്ള ആൾക്കാർക്ക് പെയ്ഡ് എന്ന് വെച്ചാൽ പേയ്മെന്റ് കൊടുത്തിട്ട് പ്രൂവിങ് നടത്തരുത് എന്നും പറഞ്ഞ് ഒരു ക്രിറ്റിസിസം പറയുന്നുണ്ട്. ബിക്കോസ് ദീസ് ആർ ഡൗട്ട്ഫുൾ ആൻഡ് അൺസേർട്ടൻ. അപ്പൊ നമ്മൾ അപ്പൻഡിക്സിനകത്ത് ഡഡ്ജൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്പൻഡിക്സ് ഓഫ് 143 ഇമ്പോർട്ടന്റ് ആണ്. അവിടെയാണ് ഹാനിമാൻ ഡോക്ടർ നെന്നിങ്ങിനെ പറ്റിയും പറയുന്നത്. ഓക്കെ, അതായത് ഈ ഹാർട്ട്ലബാൻ ട്രിങ്സിന്റെ മെറ്റീരിയ മെഡിക്കയില് അവര് നെന്നിങ്ങിനെ കൊണ്ട് പെയ്ഡ് ആയിട്ട് നെന്നിങ്ങിന് പെയ്ഡ് ചെയ്ത് പ്രൂവിങ് നടത്തി. അങ്ങനെ നെന്നിങ് പറഞ്ഞ പക്ഷേ കുറെ സിംറ്റംസ് എന്താണ്, ആള് റെഡിമെയ്ഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണെന്ന് ഹാനിമാൻ പറയുന്നത്. അതായത് കുറെ ഫോൾസ് ആയിട്ടുള്ള സിംറ്റംസ് ഈ നെന്നിങ് ആഡ് ചെയ്തു. അപ്പൊ നെന്നിങ്ങിനെ ഹാനിമാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. സോ 143യുടെ അപ്പൻഡിക്സിലാണ് അത്. ദെൻ 144 പറയുന്നത് അങ്ങനെയുള്ള ട്രൂ മെറ്റീരിയ മെഡിക്കയിൽ ഒരിക്കലും കൺജക്ചറൽ ആയിട്ടുള്ള ഒരു കാര്യവും പാടില്ല. ആൻഡ് എവറിത്തിങ് ഷുഡ് ബി ഇൻ ദ പ്യുവർ ലാംഗ്വേജ്. ദെൻ 145 ഓക്കെ, അതായത് പറയുന്നത് വിച്ച് ടോളറബിൾ സൂട്ടബിൾ ഹോമിയോപ്പത്തിക് റെമഡി. ഇനി ചില ഡിസീസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ടോളറബിളി സ്യൂട്ടബിൾ റെമഡി അവിടെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്ന് വരും. എന്ന് വെച്ചാൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെമഡി കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഹാനിമാൻ പറയാണ് ബെറ്റർ ആണ്. അതായത് അലോപ്പതിയുടെ കോമ്പോസിറ്റ് റെമഡീസ് അവിടെ ചെല്ലുന്നതിനേക്കാളും ബെറ്റർ ആണ്. കാരണം അലോപ്പതിക്ക് ഒരിക്കലും എന്താണ് ഡിസീസസിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല, അഗ്രവേറ്റ് ചെയ്യിക്കാനേ പറ്റത്തുള്ളൂ. ആൻഡ് റാദർ റിട്ടാർഡ് ദാൻ പ്രൊമോട്ട് റിക്കവറി ഫ്രം അക്യൂട്ട് ഡിസീസ്. സോ നമുക്കിപ്പം അത്ര കറക്റ്റ് ആയിട്ടുള്ള റെമഡി കിട്ടിയില്ലെങ്കിലും അതായാലും അലോപ്പതിക് മെഡിസിനേക്കാളും ബെറ്റർ ആണ്. ദെൻ 146. സോ 145 വരെ ആകുമ്പോൾ നമ്മുടെ ഡ്രഗ് പ്രൂവിങ് കഴിഞ്ഞു. അതായത് സെക്കൻഡ് പോയിന്റ് ഓഫ് ബിസിനസ് ഈസ് ഓവർ. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ തേർഡ് വൺ, ദാറ്റ് ഈസ് എ ജുഡീഷ്യൽ എംപ്ലോയ്മെന്റ് ഓഫ് ആർട്ടിഫിഷ്യൽ മോർബിഫിക് ഏജൻസ് ഓർ മെഡിസിൻ. അപ്പൊ ഇവിടെയാണ് ആർട്ടിഫിഷ്യൽ മോർബിഫിക് ഏജൻസ് മെഡിസിൻസ് ആണ് എന്ന് പറയുന്നത് ഹാനിമാൻ ഈ അഫോർസിലാണ് 146. സോ 147 ഡീൽസ് വിത്ത് സ്പെസിഫിക് റെമഡി. ഇപ്പൊ സ്പെസിഫിക് റെമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
the medicine that have greatest similarity to the totality of symptoms. അതായത് നാച്ചുറൽ ഡിസീസിന്റെ ടോട്ടാലിറ്റീവായിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള മെഡിസിൻ. ആ മെഡിസിൻ ആണ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ, ദ മോസ്റ്റ് സർട്ടൻ ഹോമിയോപ്പത്തിക് റെമഡി ഫോർ ദ ഡിസീസ്. അപ്പൊ സ്പെസിഫിക് റെമഡി അഫോറിസം 147 ആണ്. Then 148 നമ്മൾ ഓൾറെഡി 29 പറഞ്ഞ മോഡസ് ഒപ്രാൻഡി എക്സ്പ്ലെയിൻ ചെയ്യാണ്. 29, 148, 282 ഒക്കെ മോഡസ് ഒപ്രാൻഡി ആണ്. അപ്പൊ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഹാനിമാൻ ഇൻസ്റ്റിങ്റ്റീവ് ഓട്ടോമാറ്റിക് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നുണ്ട്. Then 148ന്റെ ഫുട് നോട്ട് ഇമ്പോർട്ടന്റ് ആണ്. ന്യൂ മോങ്ക്രിൽ സെക്ട്. ഈ മോങ്ക്രിൽ സെക്ട് എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്ന് അറിയാം? ക്രോസ് ബ്രീഡ് എന്നുള്ള അർത്ഥമാണ്. അതായത് ഹാനിമാൻ പറയുന്നത് ഈ ദീസ് മോങ്ക്രിൽ സെക്ട് ദേ അസ്യൂം ദ ഹോണറബിൾ നെയിം ഓഫ് ഹോമിയോപ്പതിസ്റ്റ്. അവർ പറയുന്നത് എന്താണ്? ഹോമിയോപ്പതിസ്റ്റുകളാണെന്നാ പറയുന്നത്. പക്ഷെ ഇവർ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇവർ കൊടുക്കുന്ന മെഡിസിൻസോ ദേ ആർ ഇൻ ദ ഫോം ആൻഡ് അപ്പിയറൻസ് ഹോമിയോപ്പതിക്. ഹോമിയോപ്പതിക് ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള മെഡിസിൻസ് ആണ് ഇവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവർ കൊടുക്കുന്നതാണ് ക്യുഡ് ഇൻ ബക്കം വെനിച്ച് എന്നാ പറയുന്നത്. അതായത് എംറ്റി സ്റ്റൊമക്കിലൊക്കെ അവർ കൊടുക്കുന്ന മെഡിസിൻ കൊടുക്കുന്നത്. പക്ഷേ എന്തു പറ്റും? ഒരു ഇമീഡിയറ്റ് റിലീഫ് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവർക്ക് വരുമ്പം അവര് ആ ബ്ലെയിം മൊത്തം ആർക്ക് വെക്കും? ഹോമിയോപ്പതിയുടെ പ്രശ്നമാണ്, ഹോമിയോപ്പതിയുടെ ഇംപെർഫെക്ഷൻ കാരണമാണ് അവിടെ ഒരു റിലീഫ് കിട്ടാത്തത് എന്ന് പറയും. അപ്പൊ ഹാനിമാൻ അതിന് ഇൻ ബ്രാക്കറ്റ് അവിടെ ഒരു ക്രിറ്റിസിസം പറഞ്ഞിട്ടുണ്ട്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഹോമിയോപ്പതിക് റെമഡി ഫോർ ഈച്ച് മോർബിഡ് കണ്ടീഷൻ ഡസ് നോട്ട് സ്പോണ്ടേനിയസ്ലി fly into their mouths like a roasted pigeons without any trouble on their own part. അതായത് അവർ ഒരു എഫോർട്ടും എടുക്കാതെ റോസ്റ്റഡ് പീജിയൻസിനെ പോലെ ശരിക്കുള്ള ഹോമിയോപ്പതിക് റെമഡി ഒരിക്കലും എന്താണ് അവരുടെ റോസ്റ്റഡ് പീജിയൻസിനെ പോലെ അവരുടെ വായിലോട്ട് വന്ന് പറന്ന് കയറൂല എന്നാണ് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ന്യൂ മോങ്ക്രിൽ സെക്ട് അത്രേ ഉള്ളൂ. അവര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പത്സ് ആണെന്ന് പറയും. ഹോമിയോപ്പതി റെമഡീസിനെ പോലെ തന്നെ ഒരു മെഡിസിൻസ് കൊടുക്കും. പക്ഷെ അവർക്ക് റിലീഫ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, കാരണം അവർ കൊടുത്ത റെമഡി ഹാഫ് ഹോമിയോപ്പതിക് റെമഡി ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യും? അവര് അലോപ്പതിക് മെത്തേഡ്സ് യൂസ് ചെയ്യും. ലൈക്ക് വെനിസെക്ഷൻ, ലീച്ചസ് അങ്ങനെയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യും. എന്നിട്ട് ഈ പേഷ്യന്റ് ക്യൂർ ആയാൽ അവർ പറയും അപ്പൊ ഈ മെത്തേഡ്സ് യൂസ് ചെയ്തത് കൊണ്ട് ക്യൂർ ആയി എന്ന് പറയും. സോ ഹാനിമാൻ പറയാണ് who would do this frivolous and pernicious strive to honor to call them after the name of the very laborious but salutary act homeopathy physician. അപ്പം ഇവരെ ഹോമിയോപ്പതി ഫിസിഷ്യൻ എന്നുള്ള ഒരു ടൈറ്റിൽ വിളിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ ഹാനിമാൻ പറയാണ് ഇവർക്ക് എപ്പോഴെങ്കിലും ഡിസീസ്ഡ് ആവുന്ന സമയത്ത് ഇവരെയും ഈ സെയിം മാനറിൽ തന്നെ വേണം ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ 148ന്റെ ഫുട് നോട്ട് മോങ്ക്രിൽ സെക്ട്. So next is 149, that is a time taken for cure ആണ്. അപ്പം അക്യൂട്ട് ഡിസീസസിലാണെങ്കിൽ റീസെന്റ് ഡേറ്റിൽ വന്നതാണെങ്കിൽ അപ്പൊ അക്യൂട്ട് ഡിസീസസ് എന്നുള്ള ഓപ്ഷൻ കാണുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. റീസെന്റ് ഡേറ്റിൽ വന്ന അക്യൂട്ട് ഡിസീസ് ആണെങ്കിൽ വിത്തിൻ എ ഫ്യൂ അവേഴ്സും, കുറച്ച് നാളായിട്ട് നിൽക്കുന്ന അക്യൂട്ട് ഡിസീസസ് ആണെങ്കിൽ ഇൻ എ ഫ്യൂ ഡേയ്സും ആണ്. അപ്പം ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ടൈം ടേക്കൺ ഫോർ ക്യൂർ ഇൻ അക്യൂട്ട് ഡിസീസസ് ഓർ സംവാട്ട് ലോങ്ങർ സ്റ്റാൻഡിങ് എന്നായിരിക്കും ചോദിക്കുന്നത്. അതിന്റെ ഓപ്ഷൻസ് ഫ്യൂ അവേഴ്സും കാണും, ഫ്യൂ ഡേയ്സും കാണും. മാറിപ്പോകരുത്, അവിടെ ഫ്യൂ ഡേയ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണ് അത്. ദെൻ ഡിസീസസ് ഓഫ് ലോങ് സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ക്രോണിക് ഡിസീസ്, ഇറ്റ് റിക്വയർസ് പ്രൊപ്പോർഷനേറ്റ്ലി ലോങ്ങർ ടൈം. അപ്പം ടൈം ഓഫ് ക്യൂർ ആണ് 149. ദെൻ ഇനി അവിടെ ഒരു ക്രോണിക് മെഡിസിനൽ ഡിസ്ക്രേഷ്യയെ പറ്റി പറയുന്നുണ്ട്. അതായത് അലോപ്പതിക് ബംഗ്ലിംഗ്, നാച്ചുറൽ ക്രോണിക് ഡിസീസിന്റെ കൂടെ അലോപ്പതിക് മെഡിസിൻസും കൂടെ ഉണ്ടാവുന്ന, അത് അലോപ്പതിക് ബംഗ്ലിംഗ് കൂടെ ചേരുമ്പം ഉണ്ടാവുന്ന കണ്ടീഷൻ, അതാണ് ക്രോണിക് മെഡിസിനൽ ഡിസ്ക്രേഷ്യ. ആൻഡ് നീഡ്സ് ലോങ്ങർ ടൈം ഫോർ ദ റിക്വയറി. മാത്രമല്ല ഇങ്ങനെയുള്ള കണ്ടീഷൻസ് പലപ്പോഴും ഇൻക്യൂറബിൾ ആയിരിക്കും ഡ്യൂ ടു ദ ഷെയിംഫുൾ റോബറി ഓഫ് പേഷ്യന്റ് സ്ട്രെങ്ത് ആൻഡ് ചൂസസ്. ദെൻ 140 ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിസ്പോസിഷൻ ആണ്. ഇൻഡിസ്പോസിഷൻ മുന്നേ എവിടെയാ പറഞ്ഞത്? Footnote of aphorism 7. ഓക്കെ, ഫുട് നോട്ട് ഓഫ് അഫോറിസം 7 ആയിരുന്നു. ഡെഫിനിഷൻ പറയുന്നത് 150 അവിടെ കുറെ എക്സാമ്പിൾസ് ഒക്കെ അല്ലേ പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പം പറയാണ് 1 or more ട്രിവിയൽ സിംറ്റംസ്. അതായത് ഇൻഡിസ്പോസിഷൻ എന്ന് പറയുന്നത് പേഷ്യന്റിന് മുന്നേ ഉണ്ടായിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇപ്പം കുറച്ച് നാളായിട്ട് മാത്രം കാണുന്ന 1 or 2 ട്രിവിയൽ ചെറിയ സിംറ്റംസ് ആയിട്ടായിരിക്കും വരുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു മെഡിസിന്റെ ആവശ്യമില്ല. ഇൻഡിസ്പോസിഷൻ റിക്വയർസ് നോ സീരിയസ് മെഡിക്കൽ എയ്ഡ്. ഓക്കെ, അതിന് എന്താണ് ആവശ്യം? ഒരു ചെറിയ കറക്ഷൻ, ഡയറ്റിലോ റെജിമെനിലോ ഉണ്ടാവുന്ന ഒരു ചെറിയ ഓൾട്ടറേഷൻ മതിയാകും. Then answer.
All are correct. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ്. Then 151, but if the patient complain of a few sufferings, അതായത് ഇനി പറയാണ് ഇപ്പൊ ഇൻഡിസ്പോസിഷൻ, നമ്മളിപ്പോ പറഞ്ഞില്ലേ ഒന്നോ രണ്ടോ ട്രിവിയൽ സിംറ്റംസ് ആയിട്ടായിരിക്കും വരുന്ന ഇൻഡിസ്പോസിഷൻ. അപ്പൊ ഇനി അങ്ങനെ ഒന്നോ രണ്ടോ സിംറ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ ഹാനിമാൻ പറയാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുത്ത് നോക്കണം. ചിലപ്പം അതിന്റെ കൂട്ടത്തിൽ എന്താണ് മറ്റു കുറച്ച് സിംറ്റംസും കൂടി കാണും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസീസിന്റെ കംപ്ലീറ്റ് പിക്ചറിലോട്ട് എത്താന്ന് പറയാണ്. ദെൻ 142 എന്ന് പറയുമ്പം ആന്റി ടൈപ്പ് അല്ലെങ്കിൽ ഡിസൈഡ് റെമഡി, അതാണ് 152 പറയുന്നത്. അതായത് അക്യൂട്ട് ഡിസീസസിൽ നമുക്കറിയാം അക്യൂട്ട് ഡിസീസ് എത്രത്തോളം വേഴ്സ് ആയിട്ട് നിൽക്കുന്നോളോ അത്രത്തോളം സ്ട്രൈക്കിംഗ് സിംറ്റംസ് നമുക്ക് കിട്ടും. അപ്പൊ എന്താണ്, അങ്ങനെ കുറെ സിംറ്റംസ് കിട്ടുന്നതിൽ നിന്ന് നമുക്ക് മെഡിസിൻ, ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസിനെ ഏറ്റവും നന്നായി കവർ ചെയ്യുന്ന മെഡിസിൻ, അതാണ് ആന്റി ടൈപ്പ്. അതായിരിക്കും ആ കേസിൽ എന്തെന്ന് പറയുന്നത്, ഡിസൈഡ് റെമഡി. സോ ഏറ്റവും സിമിലർ ആയിട്ടുള്ള മെഡിസിൻ അതാണ് ഡിസൈഡ് റെമഡി. Then 153, the aphorism is very important. ഹാനിമാൻ ഗ്രേഡിംഗ് ചെയ്ത അഫോർസ് ഏതായിരുന്നു? ഗ്രേഡിംഗ് ഓഫ് സിംറ്റംസ്. ഓക്കെ, 116 അപ്പൊ ഹാനിമാന്റെ ഇവാലുവേഷൻ ഓഫ് സിംറ്റംസ് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 153 ആണ് കേട്ടോ. അപ്പൊ ഹാനിമാൻ സിംറ്റംസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു ഇൻ സെർച്ച് ഫോർ എ ഹോമിയോപ്പതിക് സ്പെസിഫിക് റെമഡി. അപ്പൊ നമ്മൾ വേറെ എവിടെയെങ്കിലും ഹോമിയോപ്പതിക് സ്പെസിഫിക് റെമഡി പറഞ്ഞായിരുന്നോ? 147. ഓക്കെ, അപ്പൊ 147 സ്പെസിഫിക് റെമഡി പറഞ്ഞു. എഗെയിൻ 153 ഹോമിയോപ്പതി സ്പെസിഫിക് റെമഡി എന്ന് പറയുന്നുണ്ട്. അപ്പം ഹാനിമാൻ പറയാണ് നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക് റെമഡിയെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സിംറ്റംസ് കിട്ടും. ആ സിംറ്റംസിനെ ഇവാലുവേറ്റ് ചെയ്തിരിക്കുകയാണ് ഹാനിമാൻ ആസ് ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ജനറൽ സിംറ്റംസ്. ഓക്കെ, അപ്പം ജനറൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ബാഗ് ആൻഡ് ഇൻഡെഫിനിറ്റ് ക്യാരക്ടറിലുള്ളതാണ്. ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോർ സ്ട്രൈക്കിംഗ്, സിംഗുലാർ, അൺകോമൺ ആൻഡ് പെക്യുലിയർ സിംറ്റംസ്. ഓക്കെ, അപ്പം ഹാനിമാന്റെ ഇവാലുവേഷൻ അല്ലെങ്കിൽ സിംറ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 153 153യുടെ ഫുട് നോട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് 2 എഡിഷൻ ഉണ്ട്, 5th എഡിഷനിലും 6th എഡിഷനിലും ഉണ്ട്. 5th എഡിഷനിൽ ഇങ്ങനെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസിനെ ആഡ് ചെയ്തിരിക്കുന്നതിന് ഡോക്ടർ ബോണി ഹസനെ ഹാനിമാൻ എന്ത് ചെയ്യാണ്, മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബോണിയസിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ബോണിയസിന്റെ വർക്ക് ഉണ്ടല്ലോ റെപ്പർട്ടറി ഓൺ ആന്റിസോറിക് മെഡിസിൻസ്, അതിൽ ബോണിയാസിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ബോണിയാസിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ് 5th എഡിഷനിൽ. പക്ഷെ 6th എഡിഷനിലോട്ട് വരുമ്പോൾ ബോണിയാസന്റെ കൂടെ തന്നെ ജാറിനെയും കൂടെ ഹാനിമാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോർ ഹിസ് വർക്ക് ഹാൻഡ് ബുക്ക് ഓഫ് പ്രിൻസിപ്പൽ സിംറ്റംസ്. ഓക്കെ, സോ 153യുടെ ഫുട് നോട്ടിൽ 5th എഡിഷനിൽ മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോണിയാസനാണ്. 6th എഡിഷനിൽ ബോണിയാസന്റെയും ജാറിന്റെയും കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ദെൻ 154ലോട്ട് വരുമ്പം എഗെയിൻ ആന്റി ടൈപ്പ് പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കാര്യം പറഞ്ഞാലാണ് എന്താണ്, ഏറ്റവും കൂടുതൽ ടോട്ടാലിറ്റി ഓഫ് സിംറ്റംസിനെ ഇൻ നമ്പർ ആൻഡ് ഗ്രേറ്റർ സിമിലാരിറ്റിയിൽ ഏറ്റവും നന്നായി കവർ ചെയ്യാൻ പറ്റുന്ന മെഡിസിൻ, അതാണ് ദ ഹോമിയോപ്പതിക് സ്പെസിഫിക് റെമഡി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹോമിയോപ്പതിക് സ്പെസിഫിക് റെമഡി കൊടുക്കുമ്പോൾ എസ്പെഷ്യലി ഇഫ് ദ ഡിസീസ് ഈസ് നോട്ട് ഓഫ് വെരി ലോങ് സ്റ്റാൻഡിങ് വിൽ ജനറലി റിമൂവ്ഡ് ആൻഡ് എക്സ്റ്റിംഗ്വിഷ്ഡ് ബൈ ദ ഫസ്റ്റ് ഡോസ് ഓഫ് ഇറ്റ്. ഓക്കെ, ഒരു അക്യൂട്ട് ഡിസീസ് ആണെങ്കിൽ ഹോമിയോപ്പതിക് സ്പെസിഫിക് റെമഡിയുടെ ഫസ്റ്റ് ഡോസിൽ തന്നെ അതിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി 151 തൊട്ട് 161 വരെ ഹോമിയോപ്പതിക് അഗ്രവേഷൻ ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് 155 ഇൻ ദ എംപ്ലോയ്മെന്റ് ഓഫ് ദിസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഹോമിയോപ്പതിക് റെമഡി. അതായത് നമുക്കറിയാം ഹോമിയോപ്പതിക് മെഡിസിൻ കൊടുക്കുമ്പോൾ ഏറ്റവും സിമിലർ ആയിട്ടുള്ള സിംറ്റംസ് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുള്ളൂ. When we give a medicines in the excessively minute dose, too weak to produce other symptoms of the medicine that are not homeopathic. അപ്പോൾ അവിടെ നമ്മൾ എക്സസീവ്ലി മൈന്യൂട്ട് ഡോസിൽ കൊടുക്കുമ്പോൾ അൺഹോമിയോപ്പതിക് ആയിട്ടുള്ള ഒരു സിംറ്റംസും തന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇത് കെന്റിന്റെ 4th ഒബ്സർവേഷനെ കറസ്പോണ്ട് ചെയ്യുന്നു. കെന്റിന്റെ 4th ഒബ്സർവേഷൻ ഏതാണ്? No aggravation. ഓക്കെ, അതാണ് നോ അഗ്രവേഷൻ ആണ് എന്ന് പറഞ്ഞാൽ എന്താന്ന്, കാരണം മെഡിസിൻ എക്സസീവ്ലി മൈന്യൂട്ട് ഡോസിൽ പോയിരിക്കുന്നതുകൊണ്ട് അവിടെ അൺഹോമിയോപ്പതിക് ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും തന്നെ വരുന്നില്ല. സോ ദർ ഈസ് നോ അഗ്രവേഷൻ. അപ്പം ഇത് ഹാനിമാന്റെ 155 ഈസ് ഇക്വലന്റ് ടു കെൻസ് 4th ഒബ്സർവേഷൻ. ദെൻ 156 ആണ്. അവിടെ പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മൾ പറഞ്ഞു മെഡിസിൻ ആൻഡ് ഡിസീസ് എന്താണ് എക്സാക്ട്ലി അല്ലെ ഏറ്റവും സിമിലർ ആയിട്ട് വേണം സെലക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എത്രത്തോളം നമ്മൾ അങ്ങനെ കറക്റ്റ് സിമിലർ ആക്കി കൊടുക്കാൻ ശ്രമിച്ചാലും രണ്ട് ട്രയാങ്കിൾസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിനെ പോലെ അതിനെ കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് 156 പറയുന്നത്. ദെൻ 157 പറയുന്നത് ഇനി ടൈം ഓഫ് അഗ്രവേഷൻ. അക്യൂട്ട് ഡിസീസസിൽ എപ്പോഴാണ് അഗ്രവേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ ദ ഫസ്റ്റ് അവർ ഓർ ഇൻ എ ഫ്യൂ അവേഴ്സ്, ആദ്യത്തെ മണിക്കൂർ അല്ലെങ്കിൽ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ നമുക്ക് അഗ്രവേഷൻ കിട്ടും. ബട്ട് ഇൻ റിയാലിറ്റി നത്തിങ്. ഇനി ഹോമിയോപ്പതിക് അഗ്രവേഷന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ ഈ പറഞ്ഞിരിക്കുന്നത്. നത്തിങ് മോർ ദാൻ ആൻ എക്സ്ട്രീംലി സിമിലർ മെഡിസിനൽ ഡിസീസ് സംവാട്ട് എക്സീഡിങ് ഇൻ സ്ട്രെങ്ത് ദ ഒറിജിനൽ അഫെക്ഷൻ. ഓക്കെ, അതായത് എന്താണ് ഹോമിയോപ്പതിക് അഗ്രവേഷൻ ഓക്കെ ഓഡിബിൾ ആണേ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, സോ 158 വരുമ്പം ഹോമിയോപ്പതിക് അഗ്രവേഷൻ ഡ്യൂറിങ് ദ ഫസ്റ്റ് അവേഴ്സ് ഈസ് അതെന്ന് പറഞ്ഞാൽ അക്യൂട്ട് ഡിസീസസിൽ ഹോമിയോപ്പതിക് അഗ്രവേഷൻ ഫസ്റ്റ് അവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ് ഒരു ഗുഡ് പ്രോഗ്നോസ്റ്റിക് ആണ്. അതായത് ഫസ്റ്റ് ഡോസിൽ തന്നെ അക്യൂട്ട് ഡിസീസ് ഈൽഡ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ ആണ്. അത് പറയുന്നത് എവിടെയാണ്? കെന്റിന്റെ തേർഡ് ഒബ്സർവേഷൻ. എന്താണ് കെന്റിന്റെ തേർഡ് ഒബ്സർവേഷൻ? ഏതാണ്? Aggravation is took short and strong with rapid improvement of the patient. ഓക്കെ. അപ്പം തേർഡ് ഒബ്സർവേഷനോട് കറസ്പോണ്ട് ചെയ്യുന്നു. ദെൻ 159 പറയുന്നത് സ്മാളർ ദ ഡോസ് ലൈറ്റർ ആൻഡ് ഷോർട്ടർ ഈസ് അഗ്രവേഷൻ. അപ്പൊ സ്മാളർ ദ ഡോസ് ആവുമ്പോൾ എന്താണ്? സ്ലൈറ്റർ ആൻഡ് ഷോർട്ടർ ആയിരിക്കും അഗ്രവേഷൻ എന്ന് പറയുന്നു. ദെൻ 160 പറഞ്ഞിരിക്കുന്നത് ഡോസ് ഓഫ് എ ഹോമിയോപ്പതിക് റെമഡി ക്യാൻ സ്കേഴ്സ്ലി എവർ ബി മെയ്ഡ് സോ സ്മാൾ ദാറ്റ് ഇറ്റ് ഷാൾ നോട്ട് ബി ഏബിൾ ടു ഓവർ പവർ ഇന്ത്യ. എന്ന് വെച്ചാൽ നമുക്കൊരു ഹോമിയോപ്പതിക് അഗ്രവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറയ്ക്കാൻ പറ്റില്ല. അതായത് നമ്മളൊരു ഡോസ് കൊടുക്കുമല്ലോ, അത് ഒരുപാട് കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാച്ചുറൽ ഡിസീസിനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കണം നമ്മൾ അവിടെ മെഡിസിൻ കൊടുത്തിട്ടുണ്ടാകുന്ന ആർട്ടിഫിഷ്യൽ ഡിസീസ്. സോ ഒരു ഹോമിയോപ്പതിക് റെമഡിയെ നമുക്ക് ഒരു പരിധിക്കപ്പുറം ഡോസ് ചെറുതാക്കാനും പറ്റില്ല. ദെൻ അതിന്റെ ഫുട് നോട്ടിൽ ഹോമിയോപ്പതിക് അഗ്രവേഷന്റെ കുറെ എക്സാമ്പിൾസ് ആണ്. അതായത് സൾഫർ ഒരു ഇച്ചി കൊടുത്ത സമയത്ത് ഇച്ച് ഇറപ്ഷൻ അഗ്രവേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതാണ് ആനിമൻ സൾഫർ ഇറപ്ഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ ഫേഷ്യൽ ഇറപ്ഷൻ ഉള്ള ഒരു പേഷ്യന്റിൽ വയോള കൊടുത്ത സമയത്ത് അത് അഗ്രവേറ്റഡ് ആയി കണ്ടു എന്ന് ലെറോയ് പറയുന്നുണ്ട്. ദെൻ ബാർക്കോഫ് എം കൊടുത്തിട്ട് സ്കിൻ ഡിസീസസ് ക്യൂർ ചെയ്യാൻ പോയപ്പം അതിന്റെ ബിഗിനിങ്ങിൽ ഒരു അഗ്രവേഷൻ കണ്ടു എന്ന് ലൈസൻ പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കാർക്കും അത് ഹോമിയോപ്പതിക് അഗ്രവേഷൻ ആണെന്ന് ആദ്യം മനസ്സിലായിട്ടില്ല. ദെൻ 161 ഇനി ടൈം ഓഫ് അഗ്രവേഷൻ ആണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് അക്യൂട്ട് ഡിസീസസിന്റെ കേസിൽ അഗ്രവേഷൻ വരുന്ന ടൈം എന്ന് പറഞ്ഞ എപ്പോഴായിരിക്കും? ഫസ്റ്റ് അവേഴ്സ് ഓർ ഇൻ ദ ഫസ്റ്റ് ഫ്യൂ അവേഴ്സ് ആയിരിക്കും. ക്രോണിക്കിന്റെ കേസിലാണെങ്കിൽ വിത്തിൻ 8 or 10 days എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ 6th എഡിഷൻ വരുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. 6th എഡിഷൻ വരുമ്പോൾ പറയുന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ക്രോണിക്കിന്റെ കേസിൽ നമ്മൾ മെഡിസിൻ സ്മോൾ ഡോസ് അല്ലെങ്കിൽ ഹയർ ഡോസസിൽ റിന്യൂവഡ് ഡൈനാമൈസേഷൻ മീൻസ് എന്താണ്? അതായത് ആനിമാൻ പറയാണ് നമ്മൾ ഒരേ പൊട്ടൻസി ഇപ്പം 30th പൊട്ടൻസി നമ്മൾ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം കൊടുത്തു, വൈറ്റൽ ഫോഴ്സ് അതിനോട് ആക്ട് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും ആ സെയിം പൊട്ടൻസി സെയിം ഡോസിൽ നമ്മൾ മെഡിസിൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പം വൈറ്റൽ ഫോഴ്സിന് അതിനോടുള്ള ആക്ഷൻ എക്സോസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? അതിനോടൊരു അഗ്രവേഷൻ കൂടുതലായിട്ട് കാണിക്കും. അപ്പൊ ഓരോ തവണയും നമ്മൾ പൊട്ടൻസി ചേഞ്ച് ചെയ്തിട്ട് വേണം മെഡിസിൻ കൊടുക്കാൻ എന്ന് ഹാനിമാൻ പറയുന്നത്. അതാണ് റിന്യൂവഡ് ഡൈനാമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു റിന്യൂവഡ് ഡൈനാമൈസേഷനിൽ നമ്മൾ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ക്രോണിക് ഡിസീസസിന്റെ ആദ്യമോ അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ട്രീറ്റ്മെന്റ് ആ ഒരു ടൈമിൽ നമുക്ക് അഗ്രവേഷൻ കാണാൻ പറ്റില്ല. പകരം എപ്പോഴായിരിക്കും കാണാൻ പറ്റുന്നത്? ക്യാൻ അപ്പിയർ ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രീറ്റ്മെന്റ്. അതായത് ക്യൂർ ഫിനിഷ് ആവാൻ നിൽക്കുന്ന ഒരു ടൈമിൽ അതിന്റെ എൻഡ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ആയിരിക്കും വരുന്നത്. സോ 161 5th എഡിഷനിൽ അക്യൂട്ടില് ഫസ്റ്റ് അവേഴ്സും ക്രോണിക്കിൽ 8 or 10 days
പക്ഷെ 6th എഡിഷൻ പറയുമ്പം ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ക്രോണിക് ഡിസീസിലെ ഹോമിയോപ്പതിക് അഗ്രവേഷൻ എന്നാ പറയുന്നത്. ഓക്കെ, ആൻസർ ദിസ് വൺ. ഫോൾസ് ആണ് ചോദിച്ചേക്കുന്നത്. ബി. ബി. ഓക്കെ, കറക്റ്റ് ആണ്, ബി ആണ്. ഓക്കെ, 9:30 ആയില്ലേ, നമുക്ക് എന്താ വൈൻഡ് അപ്പ് ചെയ്താലോ? 162 നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയോ? അത് എടുത്ത് തീർക്കണോ? നെക്സ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ ക്ലാസ്സിൽ ഡോക്ടറെ, 9:30 ആയില്ലേ? ആ അടുത്ത ഓക്കെ ക്ലാസ്സിൽ സാർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ ഡിസ്കഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. ഇടയ്ക്ക് ആരോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് കണ്ടിരുന്നു. അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പം ആർക്കൊന്നും പറയാനില്ല എന്ന് കരുതുന്നു. ഡോക്ടറെ മോംഗ്രി സെറ്റിന് അതൊന്ന് പറയോ ഒന്നും കൂടെ? മോംഗ്രിൽ സെറ്റോ? അവിടെ ഓക്കെ, എന്തോ ഒരു ഇത് പറയുന്നില്ലേ, അതെന്തായിരുന്നു? 148. ഓക്കെ, ആ ന്യൂ മോംഗ്രിൽ സെറ്റിലെ ന്യൂ മോംഗ്രിൽ സെറ്റ് പറയുമ്പം അതായത് അവര് പറയുന്നത് എന്താണ്, അവര് ഹോമിയോപ്പതിസ്റ്റ് എന്ന നെയിമിലാണ് അവർ അസ്യൂം ചെയ്യുന്നത്. അവർ കൊടുക്കുന്ന മെഡിസിൻസും നമ്മൾ അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഹോമിയോപ്പതിക് ആണ്. പക്ഷെ എന്ത് പറ്റും, അവർക്ക് ഒരു ഇമീഡിയറ്റ് റിലീഫ് പേഷ്യന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർ ഹോമിയോപ്പതിയെ ക്രിട്ടിസൈസ് ചെയ്യുകയും പകരം എന്ത് ചെയ്യും, അലോപ്പതിക് മീൻസ് അവിടെ എംപ്ലോയ് ചെയ്യും. അതായത് അലോപ്പതിക് മീൻസ് മെത്തേഡ്സ് ആയിട്ടുള്ള വെനിസെക്ഷൻ, ലീച്ചസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ പേഷ്യന്റിന് ഒരു റിലീഫ് അവിടെ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ അവർ ഹാഫ്ലി ഹോമിയോപ്പതിക്കും ഹാഫ്ലി അലോപ്പതിയും കൂടാണ്, എന്ന് വെച്ചാൽ പകുതി പകുതിയായിട്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ആനിമാൻ പറഞ്ഞു എന്നിട്ടും അവർ ടൈറ്റിൽ അല്ലെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്നത് അവരെന്താണ്, ഹോമിയോപ്പതിസ്റ്റ് എന്നാണ്. അതുകൊണ്ടാണ് അവരെ മോംഗ്രിൽ സെക്ട് എന്ന് വിളിക്കുന്നത്.